ഇതിഹാസം കഥയല്ല. ഇതിഹാസത്തിൽ ഉണ്ടാവേണ്ടത് ബ്രഹ്മജ്ഞാനമാണ്, അല്ലെങ്കിൽ ആത്മവിചാരത്തിനുള്ള സാധ്യതയാണ്. കഥയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. കഥ എന്റർടൈൻമെന്റ് ആണ്. മഹാഭാരതവും രാമായണവും കഥയല്ല. കഥയ്ക്ക് ഉദാഹരണം പറയാൻ പറഞ്ഞാൽ ഈ ആമയും മോയലും പന്തയം മടിച്ചത് അതൊക്കെ ഇല്ലേ, അതൊക്കെ കഥയാണ്. രാമായണം, മഹാഭാരതം, ഭാഗവതമൊക്കെ കഥയല്ല. അത് പുരുഷാർത്ഥങ്ങളിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്ന നിരവധിയായിട്ടുള്ള മാർഗങ്ങളിൽ സാധാരണക്കാർക്ക് ഏറ്റവും ഉതകുന്ന മാർഗങ്ങളിൽ ഒന്നാണ്. പൊതുവിൽ പറയാറുണ്ട്, വേദം എന്ന് വിളിക്കപ്പെടുന്ന അറിവിന്റെ മുകളിലാണ് സനാതനധർമ്മം നിൽക്കുന്നത്. വേദത്തിനാണ് പാരമ്പര്യം. വേദത്തിന്റെ മൂർത്തിയായിട്ടുള്ള ചോറ്റാനിക്കരമ്മയും കൂടി നാടാണല്ലോ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ചോറ്റാനിക്കരൻ സംസാരിച്ചപ്പോഴും പറഞ്ഞു, പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ, ഈ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങളല്ലേ. അതിൽ വേദശാസ്ത്രാദികളാം ആഭരണങ്ങളും വേദാന്ത ചൂടാമണിയും വേനൽ കസവുള്ള ഒരാകാശ നേരിയതും നീ അണിയും മകം നാളിൽ നിന്നാണ്. ദേവി അണിയുന്ന ആഭരണങ്ങൾ, ദേവിയുടെ ദേഹത്ത് ചാർത്തിയിരിക്കുന്ന ആഭരണമൊക്കെ സ്വർണ്ണമായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിലാണ്. ദേവി യഥാർത്ഥത്തിൽ അണിഞ്ഞിട്ടുള്ളത് അറിവാകുന്ന ചൂടാമണിയാണ് എന്നാണ് സങ്കല്പം. ചോറ്റാനിക്കരയ്ക്ക് വേദമായിട്ട് വളരെ വലിയ ബന്ധമുണ്ട്. ഞാൻ അന്ന് അവിടെ സംസാരിച്ചതും, നമ്മൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഇങ്ങനെ കയറുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മഹാത്മാവിന്റെ ഫോട്ടോ ആണ് അവിടെ. ചെമ്മങ്ങാട് നരസിംഹൻ ഭട്ടതിരി എന്ന് പറയും. തൃപ്പൂണിത്തുറ കോവിലകത്തെ നെത്തിയാരമ്മയുടെ ആവശ്യപ്രകാരമാണ് അദ്ദേഹം പെരുവനത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത്. നീലകണ്ഠൻ സാർ അദ്ദേഹത്തിന്റെ ഐതിഹ്യ സല്ലാപം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചെമ്മങ്ങാട് വന്ന് ചെയ്തിരുന്നത് സാധാരണ തന്ത്രിയോ മേൽശാന്തി അല്ലാണ്ട് ശ്രീകോവിൽ കയറി പൂജ പതിവില്ല. അദ്ദേഹം ചെയ്തത്, അദ്ദേഹം തന്നെ ശ്രീകോവിലിനകത്ത് കയറിയിട്ട് രാവിലെ മുതൽ ഉച്ചപൂജ വരെ ഋഗ്വേദം വിശേഷമായിട്ട് ചൊല്ലിയിട്ട് അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുന്നു അത്രേ. ചോറ്റാനിക്കരയെ ചോറ്റാനിക്കരയാക്കിയത് ചെമ്മങ്ങാടാണ് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. എങ്ങനെയാണോ മേൽപ്പത്തൂര് ഗുരുവായൂരിന്റെ പ്രാഗൽഭ്യത്തെ ലോകം മുഴുവൻ അറിയിച്ചത്, അതുപോലെ ചോറ്റാനിക്കര ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ചെമ്മങ്ങാടാണെന്ന് പൊതുവിൽ പറയും. അത് ചെമ്മങ്ങാടിനോട് ചോദിക്കുമ്പോൾ ചെമ്മങ്ങാട് പറയും, അത് ഞാനല്ല, വേദത്തിന്റെ ശക്തിയാണ്, വേദാണെന്ന്. വേദം അമ്മയ്ക്ക് വലിയ പ്രിയ, ഗുരുവായൂരപ്പനും വേദം വലിയ പ്രിയ കേട്ടോ. നമുക്ക് അറിയുമായിരിക്കും പല ആളുകൾക്കും. നിങ്ങൾ പോയി തൊഴുന്ന കൂത്തമ്പലുണ്ടല്ലോ, അവിടെ നിത്യേന വേദജപമുള്ള സ്ഥലമാണത്. നെയ്യ് തൊട്ട് ജപിക്കും ഗുരുവായൂർ. അവിടെ പോകുമ്പോ കാണാം, നിങ്ങൾക്ക് അകത്തേക്ക് നോക്കി തൊഴുമ്പോ നെയ്യിന്റെ കുപ്പികൾ അവിടെ വെച്ചിട്ട് കാണാം, മിൽമ കുപ്പികൾ. ദർഭപ്പുല്ലും വെച്ചിരിക്കുന്നതാണ്. എല്ലാ ദിവസവും വേദം ദർഭ തൊട്ട് ജപിച്ച് ആ ജപിച്ച നെയ്യ് ഭഗവാന്റെ ശരീരത്തിലേക്ക് തളിക്കാറുണ്ട് ഗുരുവായൂർ. വേദമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. കാരണം പരബ്രഹ്മാണ്. ചോറ്റാനിക്കരമ്മയും പരബ്രഹ്മാണ്. പരബ്രഹ്മഭാവത്തിലുള്ള ദേവതകൾക്ക് വേദം അത്രയധികം പ്രാധാന്യമാണ്. ഇപ്പൊ ഋഗ്വേദം ചൊല്ലി അദ്ദേഹം അഭിഷേകം ചെയ്യുന്ന സമയത്ത് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ അഭിഷേകം പതിവുണ്ടെങ്കിലും സാധാരണ അലങ്കാരം കഴിഞ്ഞാൽ പിന്നെ അഭിഷേകം പതിവില്ല. വെച്ചാൽ ഒരാൾ കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ദേഹത്ത് കൂടെ വെള്ളം കോരി ഒഴിക്കുക പതിവില്ല. പക്ഷെ വേദത്തോടുള്ള താല്പര്യം കൊണ്ടും അമ്മയോടുള്ള ഭക്തി കൊണ്ടും ചെമ്മങ്ങാടത്ത് തുടർന്നുകൊണ്ടിരുന്നു ഉച്ചപൂജ വരെ എന്നാണ്. ഇപ്പൊ കാര്യക്കാർ വന്ന് പറഞ്ഞു, ഇത്ര ഇവിടുത്തെ സമ്പ്രദായം ഇതല്ല, പ്രസന്ന പൂജ വരെ മാത്രമേ വേദം ചൊല്ലി അഭിഷേകം ചെയ്യാൻ പാടുള്ളൂ, ഇനി ഇത് നിർത്തണം. ചെമ്മങ്ങാട് അദ്ദേഹത്തോട് പറഞ്ഞത്രേ, ഓത്താണ്, വിരോധമില്ല, ഭഗവതിക്ക് താല്പര്യമുള്ളതാണ്, എത്ര വേണമെങ്കിലും ആവാം, എനിക്കാണെങ്കിൽ ധാരാളം സമയമുണ്ട് എന്നാണ്. അത് അങ്ങേക്ക് താല്പര്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുക, ഇവിടെ അത് സാധിക്കില്ല. അങ്ങേക്ക് അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെ നിർമ്മാല്യം തൊട്ട് പ്രസന്ന പൂജ വരെ ചെയ്യാം, ഇനി മേലാൽ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോ കരഞ്ഞുകൊണ്ട് ചെമ്മങ്ങാട് ഇറങ്ങിയെന്നാണ് ശ്രീകോവിലിൽ നിന്ന്. പക്ഷെ അദ്ദേഹം വേദജപം മുറക്കില്ല, അതാണ് അദ്ദേഹത്തിന്റെ പ്രാധാന്യം. അദ്ദേഹം അപ്പോഴും വെല്യമ്പലത്തിലകത്തിരുന്ന അഭിഷേകം ഇല്ലാന്നേ ഉള്ളൂ, അത്രേ വേദം ചൊല്ലിക്കൊണ്ടേ ഇരുന്നു എന്നാണ്. പിന്നീട് ആ കാര്യക്കാർക്ക് കാര്യമായിട്ടുള്ള ദണ്ണം ഉണ്ടാവുകയും ജ്യോതിഷികൾ അദ്ദേഹത്തിന് ചോറ്റാനിക്കര അമ്മയുടെ കോപമുണ്ട് എന്നുള്ള വിധി പറയുകയും അദ്ദേഹം ചെമ്മങ്ങാടിനെ വന്ന് നമസ്കരിക്കുകയും ഇനി നാളെ മുതൽ അങ്ങ് പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും അഭിഷേകം ചെയ്യണമെന്ന് അദ്ദേഹത്തെ കൊണ്ട് തന്നെ അമ്മ പറയിപ്പിച്ചു എന്നാണ് ചോറ്റാനിക്കരയിലെ കഥ. വേദത്തിന് അത്രയധികം പ്രാധാന്യമാണ് സനാതനധർമ്മത്തിലുള്ളത്. പക്ഷെ നമ്മുടെ ഒരു സാമൂഹ്യമായിട്ടുള്ള അവസ്ഥ അനുസരിച്ച് വേദം അത്ര പെട്ടെന്ന് പ്രാപ്യമല്ല എല്ലാവർക്കും. വേദത്തോടെ എവിടെയോ ഒരു അകൽച്ച, യഥാർത്ഥത്തിൽ ആ അകൽച്ച ഇല്ല, ആർക്കും പ്രാപ്തിയാണ്. പക്ഷെ പറഞ്ഞു വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അപ്പർ ക്ലാസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന തലയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് വേദം എന്ന് അഭിപ്രായമുണ്ട്.
അപ്പൊ ആ വേദതത്വം സാധാരണ മനുഷ്യർക്ക് എത്താൻ വേണ്ടിയിട്ട് ഉപനിഷത്തുകളും അതിനെ തന്നെ വീണ്ടും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉണ്ടായി എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. വേദങ്ങളെ പ്രഭു സംഹിതകൾ എന്ന് വിളിക്കുന്നു. ഒരു തൊഴിലാളിയോട് ഒരു മുതലാളി എങ്ങനെ സംസാരിക്കുന്നോ ആ ഭാഷയിൽ പലപ്പോഴും വേദം സംസാരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നുള്ള ഭാവത്തിൽ ഒരു ശാസനാ സ്വഭാവത്തോടു കൂടി ചിലപ്പോൾ സംസാരിക്കും. അതെല്ലാവർക്കും താല്പര്യം ഉണ്ടാവുകയുള്ളന്നില്ല. അപ്പൊ അതിനെ ഒന്നുകൂടെ ഒന്ന് ലൈറ്റാക്കി അതിന് ഉപനിഷത് ഭാവത്തിലേക്ക് കൊണ്ടുവന്നു. അത് സുഹൃത്ത് സംഹിതകളാണെന്നാണ് താല്പര്യം. ഒരു കൂട്ടുകാരൻ ഒരു കൂട്ടുകാരിക്ക് എങ്ങനെ അറിവ് പറഞ്ഞു കൊടുക്കുമോ അതുപോലെ പറഞ്ഞു തരും ഉപനിഷത്ത്. ഉപനിഷത്ത് കൊണ്ടും മനസ്സിലാവാത്ത ആളുകൾക്ക് ഒന്നുകൂടെ അതിനെ ലൈറ്റാക്കിയതാ ഇതിഹാസങ്ങളും കാവ്യങ്ങളും. അതാണ് കാന്താ സംഹിതകൾ എന്ന് വിളിക്കുന്നത്. ഭാര്യ ഭർത്താവിന് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്ക് എന്നുള്ള ഭാവത്തിൽ പറഞ്ഞു തരും. അത്രയും സ്വീറ്റ് ആയിട്ടൊരു വേർഷനും ഇല്ല എന്നാ. ഞാൻ നമസ്കരിക്കാൻ മറന്നുപോയ ഒരാളുണ്ട്. ആദ്യമായിട്ട് രാമായണം സ്വന്തം ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത എറണാകുളത്തപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കണം. നോക്കൂ, കാന്താ സംഹിതയാണ്. ആ കാന്താ സംഹിതയിൽ അടങ്ങിയിരിക്കുന്നതും വേദം തന്നെയാണെന്നാണ് പറഞ്ഞതിന്റെ പ്രക്ഷിപ്തം. എന്തെങ്കിലും കഥ പറഞ്ഞു പോവാന്നുള്ളതല്ല ഇതിഹാസങ്ങളിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ബ്രഹ്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം അടങ്ങിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് വേദതത്വം പ്രാപ്യമാവണം എന്നുള്ള മഹാത്മാക്കളുടെ ലക്ഷ്യത്തിലാണ് ഉപനിഷത്തുകള്, പുരാണങ്ങള്, കാവ്യങ്ങളൊക്കെ തന്നെ പിറവിയെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ അക്കാലത്തുണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള അവസ്ഥ, പ്രത്യേകിച്ച് മലയാളം എന്ന് വിളിക്കപ്പെടുന്ന ഭാഷയോടുണ്ടായിരുന്ന ഒരു വിപ്രതിപത്തി പല ആളുകൾക്കും, മലയാളം ഒരു രണ്ടാന്തരം ഭാഷയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം പല ആളുകൾക്കും. നമ്മളൊക്കെ വിശേഷമായിട്ട് കേട്ടിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ഏറ്റവും പ്രിയപ്പെട്ട മേൽപ്പത്തൂരിനെയും പൂന്താനത്തെയും കുറിച്ചുള്ള കഥയുണ്ടല്ലോ അല്ലെ. ജ്ഞാനപ്പാന എന്ന് വിളിക്കപ്പെടുന്ന ഭാഷാഗ്രന്ഥം കൊടുത്ത സമയത്ത് ഭാഷാഗ്രന്ഥം ഞാൻ നോക്കില്ല എന്നാണ് മേൽപ്പത്തൂർ പറഞ്ഞത് ഭട്ടതിരി. കാരണം ഭാഷ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് കാണുന്ന കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു മഹാത്മാവ് മലയാളത്തിലേക്ക് പുരാണങ്ങൾ തർജ്ജമ ചെയ്തു. ഏറ്റവും വലിയൊരു അപരാധമായിരുന്നു അത്. വേദഭാഷയിലല്ലാത്ത ഒരു ഗ്രന്ഥം ഉണ്ടാവാൻ പാടില്ല എന്ന് ഭരണാധികൾക്ക് ശാഠ്യമുള്ള കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ പുരാണം വിവർത്തനം ചെയ്യുന്നു മലയാളത്തിലേക്ക് എഴുത്തച്ഛൻ എന്ന് മനസ്സിലാക്കുന്ന സാമൂതിരി അദ്ദേഹത്തെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ചക്കില് നിങ്ങൾക്കറിയാം, മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും പോവാൻ സാധിക്കാതെ ആ മനുഷ്യൻ സ്വന്തം കാലിലെ ചങ്ങല നോക്കി എഴുതിയ ഗ്രന്ഥമാണ് ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് വിളിക്കുന്ന ഗ്രന്ഥം. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിന് റോയലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ. അദ്ദേഹത്തിന് ഇപ്പൊ നേരത്തെ നിങ്ങളൊക്കെ തന്നെ ഗുരുവായൂരായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് അറിയാം, മാനവേദൻ എഴുതിയിട്ടുള്ള കൃഷ്ണഗീതിയുടെ ആദ്യത്തെ വന്ദന ശ്ലോകത്തിൽ അവസാനം എഴുതിയിട്ടുള്ളത് എന്റെ ഈ കൃതിക്ക് ഖ്യാതി ഉണ്ടാക്കി തരണ ഗുരുവായൂരപ്പ എന്ന. കാവ്യം മമ ഖ്യാത എന്താണ് ശ്ലോകം, പെട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്റെ ഈ കാവ്യത്തിന് ഖ്യാതി ഉണ്ടാവണമെന്നേ പ്രാർത്ഥിച്ചിട്ടാണ് മാനവേദൻ കൃഷ്ണഗീതി എഴുതി തുടങ്ങുന്നത്. എല്ലാവർക്കും താല്പര്യം എന്താ? അവനവന്റെ ഗ്രന്ഥം പ്രചാരം ഉണ്ടാവണമെന്നാണ്. അതിപ്പോ ഇന്നത്തെ കാലത്തും ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അത് 5-6 ആൾക്കാർ വായിച്ച് അഭിപ്രായം പറഞ്ഞ് അതിന്റെ റിവ്യൂ ഒക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് ഇത്തിരി സ്റ്റോറി ഒക്കെ ഇട്ട് ഗംഭീരാക്കി കൊടുക്കണം, എന്നാലേ താല്പര്യമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് ഖ്യാതി ആവശ്യം ഉണ്ടായിരുന്നില്ല. ഖ്യാതിക്ക് വേണ്ടിയിട്ടല്ല എഴുത്തച്ഛൻ എഴുതിയത്. അത് എഴുതിയത് എന്റെ മക്കൾക്ക് എന്റെ ഭാഷയിൽ ഒരു ഗ്രന്ഥം എനിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഈ ജന്മത്തിൽ എനിക്ക് സാഫല്യം എന്ന് മനസ്സിലാക്കിയ മഹാത്മാവായിരുന്നു അദ്ദേഹം. അതും ഏതവസ്ഥയിൽ? ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ. എന്തിനു നോക്കൂ, ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കാനുള്ള ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. എന്ത് വിരോധാഭാസം ആലോചിച്ചു. ശാരീരികമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു മഹാത്മാവ് ഒരു ഗ്രന്ഥം എഴുതി. എന്തിന്? ആന്തരികമായുള്ള ബന്ധനങ്ങളിൽ നിന്ന് എല്ലാവരും മുക്തരായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. കൃഷ്ണാവതാര ലീലകൾ പറയുമ്പോൾ മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്, ഗുരുവായൂരപ്പൻ ആദ്യം ചെയ്ത കുസൃതി ഭഗവാൻ ആദ്യം ചെയ്തിട്ടുള്ള വികൃതിയായിട്ട് പറയാ. ഒന്ന് മുട്ടുകുത്തി എഴയാൻ പാകമായ സമയത്ത് നന്ദവ്രജത്തിന്റെ പടി കടന്നുപോയി ഭഗവാൻ തൊട്ടടുത്തുള്ള വീടുകളിലുള്ള പശുക്കുട്ടികളെ ഭഗവാൻ അഴിച്ചു വിടുമായിരുന്നു അത്രേ. അപ്പൊ ഈ പശുക്കുട്ടികൾ പോയിട്ട് തള്ളപ്പശുവിന്റെ പാല് കുടിക്കും. ഗോവസ്ത്രീകൾ വന്ന് കറക്കാൻ നോക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല? പാലുണ്ടാവില്ല. അപ്പൊ അമ്മയോട് വന്ന് പരാതി പറയും ഗോവസ്ത്രീകൾ, നിങ്ങളുടെ കൃഷ്ണൻ ഇതാ ഞങ്ങളുടെ വരുമാനം ഇല്ലാണ്ടാക്കണു, എല്ലാ ദിവസവും വന്ന് ആ കുട്ടി ഇതാണ് ചെയ്യണത്, മര്യാദയ്ക്ക് അവനെ വളർത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയും.
ചെറിയ കുട്ടിയാ, ഭഗവാൻ സംസാരിക്കാനൊന്നും ആയിട്ടില്ല അത്ര ആ സമയത്ത്. അപ്പൊ അമ്മ ഒക്കത്തിരിക്കുന്ന കണ്ണനോട് ചോദിക്കും, എന്താ ഉണ്ണി അങ്ങനെ ചെയ്തത്? പാവം നമ്മുടെ ഗോപികമാരല്ലേ, ഗോപസ്ത്രീകളല്ലേ, അവരുടെയൊക്കെ വരുമാനം ഇല്ലാണ്ടാക്കാൻ പാടുണ്ടോ? ഇനി എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞ് ശാസിക്കത്രേ ഭഗവതി സ്നേഹത്തോടെ. അപ്പൊ ഭഗവാന് സംസാരിക്കാനൊന്നും അറിയാത്തതുകൊണ്ട് എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കത്രേ, ആ കൂക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രേ ഉള്ളൂ പ്രായം. മഹാത്മാക്കളായിട്ടുള്ള മള്ളിയൂർ തിരുമേനിയെ പോലത്തെ ആൾക്കാരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് ആ കൂക്കി എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എന്റെ ഈ ജന്മം തന്നെ സകല ആളുകളെയും ബന്ധനങ്ങളിൽ നിന്ന് അഴിച്ചുവിടാനുള്ളതാണ് നാം. അതിന്റെ ട്രെയിലറാണ് അവിടെ കണ്ടത്, പശുക്കുട്ടികളെ അഴിച്ചുവിടുക. എല്ലാ മനുഷ്യരെയും സർവ്വബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് ഞാൻ ഈ അവതാരം എടുത്തിട്ടുള്ളത്. എന്റെ പണി എന്ന് പറഞ്ഞാൽ കെട്ടഴിച്ചു വിടുക എല്ലാരെയും. അത് സ്വാതന്ത്ര്യത്തിന്റെ അപരിമിതമായിട്ടുള്ള ആഘോഷങ്ങളിലേക്കല്ല, ആത്മജ്ഞാനത്തിന്റെ ആനന്ദത്തിലേക്ക് കെട്ടഴിച്ചു വിടുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്ത ആളാ. അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ട ഗ്രന്ഥമാണ് രാമായണം, പ്രത്യേകിച്ച് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കാരണം സാമൂതിരി അറിഞ്ഞിട്ട് വധിക്കാനാണ് ശ്രമിക്കുന്നതാണ് ഞാൻ വായിച്ചിട്ടുള്ളത് എഴുത്തച്ഛനെ. അഴവഞ്ചേരി തമ്പ്രാക്കളുടെ ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ട് അദ്ദേഹത്തെ നാട് കടത്തുന്നത്. പാലക്കാട് ചിറ്റൂർ തുഞ്ചൻ പറമ്പിലേക്ക്. അവിടെ ഉണ്ട് തുഞ്ചൻ മഠം, പാലക്കാട് ചിറ്റൂർ, ഗായത്രിപ്പുഴയുടെ സമീപത്ത്. ഒരു കാര്യം ചെയ്തു, ആ കാര്യത്തിനുള്ള ഒരു ശിക്ഷ കിട്ടി, ഇനി മേലാൽ അത് ചെയ്യരുതെന്നല്ലേ താല്പര്യം. പക്ഷെ അദ്ദേഹം അവിടെ ചെന്നപ്പോ എന്താ ചെയ്തത്? രാമായണം വിവർത്തനം കഴിഞ്ഞല്ലോ, ഇനി എന്ത് ചെയ്യാം, ഭാഗവതം എഴുതാൻ. അങ്ങനെയാണ് ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ആചാര്യൻ എഴുതുന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര ഡെഡിക്കേറ്റഡ് ആണ് അദ്ദേഹം. എന്തിനു വേണ്ടിയിട്ട്? ഭാഷയിൽ കുട്ടികൾ വായിക്കട്ടെ. ഭാഗവതം കിളിപ്പാട്ട് അദ്ദേഹം എഴുതി പൂർത്തീകരിച്ചു എന്നും, സാമൂതിരിയുടെ നാട്ടിൽ സാമൂതിരി അറിഞ്ഞു എഴുത്തച്ഛൻ ഭാഗവതവും വ്യാഖ്യാനം ചെയ്യുന്നു എന്ന് അറിഞ്ഞു എന്നും, സാമൂതിരിയുടെ പടയാളികളെ അദ്ദേഹത്തെ വധിക്കാനായിട്ട് ഏൽപ്പിച്ചു എന്നും, ഗായത്രിപ്പുഴ നീന്തിക്കടന്ന് രാത്രി പടയാളികൾ എത്തിയ സമയത്ത് ആരൊക്കെയോ പറഞ്ഞ് ആചാര്യനെ ആശ്രമത്തിൽ നിന്ന് മാറ്റിയെന്നും ആശ്രമത്തിൽ തീയിട്ടു എന്നുമാണ് ഞാൻ വായിച്ചത്. ഗ്രന്ഥം കത്തിപ്പോയി, ഭാഗവതം കത്തിപ്പോയി. അദ്ദേഹത്തെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയത് കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. ഒരിക്കൽ മുഴുവൻ എഴുതിയിട്ടുള്ള ആ ഗ്രന്ഥത്തെ ഓർത്തെടുത്ത് ആചാര്യൻ പിന്നെ എഴുതി തയ്യാറാക്കിയതാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട്. ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് താഴേക്ക് നിങ്ങൾ ഭാഗവത സപ്താഹത്തിന് പോവുകയാണെങ്കിൽ 90% സ്ഥലത്തും കാണും ആ ഗ്രന്ഥം. നമ്മുടെ ഇവിടെ വരെയുള്ളൂ മൂലത്തിന് പ്രാധാന്യം. എന്നോടൊക്കെ ചില ആൾക്കാർ പ്രഭാഷണത്തിന് വിളിക്കുമ്പോൾ പറയും, ഇവിടെ മൂലല്ല കേട്ടോ, ബുദ്ധിമുട്ടാവുമെന്ന്. ആരെയാണ് ഈ അപമാനിക്കുന്നത്? മൂലം ഭാഗവതം മാത്രമാണ് ശ്രേഷ്ഠം എന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? എന്നാണ് സംസ്കൃതം എന്ന് പറയുന്ന ഒരു ഭാഷ നമുക്കൊക്കെ പ്രാപ്തിയായിട്ടുള്ളത്? ആ പ്രാപ്തിയല്ലാത്ത കാലത്ത് കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തെ രണ്ടാന്തരാക്കി കണക്കാക്കുന്ന ആൾക്കാർ അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് അവരെന്നേക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ദേഷ്യപ്പെടാൻ പറ്റാത്തോണ്ടാ. എന്താ കിളിപ്പാട്ടിന് കുഴപ്പമെന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ തന്നെ പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് അല്ല, ഭാഗവതത്തിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും ഭാഗവതം കിളിപ്പാട്ടിലില്ല. സമ്പ്രദായവും വേറെയാണ് പലപ്പോഴും. എന്ന് വെച്ചിട്ട് അതെങ്ങനെ മോശമായിട്ടുള്ള ഗ്രന്ഥമാണ്? രാമായണം നേരത്തെ പറഞ്ഞതുപോലെ ധർമാർത്ഥ കാമമോക്ഷങ്ങളിലേക്കുള്ള സഞ്ചാരമൊക്കെ ആണെങ്കിലും പ്രിയപ്പെട്ടവരെ, രാമായണം നമ്മുടെ പൈതൃകം കൂടിയാണ്, നമ്മുടെ പാരമ്പര്യമാണ് രാമായണം. ഇന്ന് നാടൊട്ടുക്ക് ഭാഗവത സപ്താഹത്തിനുള്ള വേദികൾ ഉണ്ടാവുന്നു. ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നുള്ള ഒരു സംവിധാനമൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നു. വളരെ നല്ലത് തന്നെ. പക്ഷെ രാമായണം ഒരു മാസത്തിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയ ഇപ്പോഴത്തും നമ്മുടെ ഗതികേട് ഉണ്ടതിൽ. ഒരു മാസക്കാലത്തേക്ക് മാത്രമായിട്ട് രാമായണത്തെ ആചരിക്കാനുള്ള ഒരു അവസ്ഥ നോക്കൂ. ഇന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, കേരളത്തിന് പുറത്ത് എന്താ രാമായണവാസം ഇല്ലാത്തതെന്ന്. അവർക്ക് എപ്പോഴും രാമായണം അവരുടെ ജീവിതത്തിന്റെ ഭാഗം. അതാ പ്രശ്നം. അവിടെ രാമചരിതമാനസാണെങ്കിലും കമ്പരാമായണാണെങ്കിലും മറ്റ് രാമായണത്തിന്റെ വേർഷൻസ് ആണെങ്കിലും ഈവൻ ഹനുമാൻ ചാലിസ ഒന്നും ചൊല്ലാത്ത കുട്ടിയോടില്ല മുകളിലേക്ക്. അപ്പോഴാണ് നമ്മളിവിടെ ഒരു മാസക്കാലം മാത്രം, അതെങ്കിലും ഉണ്ടല്ലോ കുറെ മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ സമയത്ത് ഒരു നാലമ്പല തീർത്ഥാടനം, ഈ സമയത്ത് ഒരു രാമായണ പ്രഭാഷണങ്ങള്, ഈ സമയത്ത് ഒരു രാമായണ വായന. സുമിത്രാവാക്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഔട്ട്ലൈൻ പറയണത് രാമായണം എക്സസൈസ് അല്ല എന്ന് സർവരോടും പറഞ്ഞൊരു ക്യാരക്ടറാണ് സുമിത്ര. ഈ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളതൊന്നും ഒരു എക്സസൈസ് ആയിട്ട് ചെയ്തു പോകാനുള്ളതല്ല. രാവിലെ ഒരു ഗണപതി ഹോമം കഴിഞ്ഞ് പിന്നുള്ള സമയത്ത് ഉച്ചയ്ക്ക് രാമായണം വായിച്ച് രാത്രി അമ്പലത്തിൽ പോയിട്ട് ഭഗവത് സേവ കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും ഇത് റുട്ടീൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ളതല്ല രാമായണം എന്നാണ് താല്പര്യം. ഞാൻ എന്നെ കൂടി ചേർത്താണ് പറയുന്നത്, ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്.
രാമായണമായിട്ടുള്ള ബന്ധമൊക്കെ ഒരുപാട് മുമ്പ്. രാമായണ മാസം എന്ന പേരിൽ ഇത് ആചരിക്കാൻ തുടങ്ങിയത് കുറെ മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ടാണ്. അവരെ നമസ്കരിക്കണം. പക്ഷെ അതിനു മുമ്പും രാമായണം മലയാളിയുടെ പൈതൃകത്തിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും. എന്റെ ഓർമ്മയിൽ രാമായണത്തിന്റെ ആദ്യ പ്രതി ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് രാമായണം ഗ്രന്ഥമാണ്. ഇപ്പൊ നമ്മളൊക്കെ ടി വിയിൽ സീരിയൽ കണ്ട് വളരുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ രാമാനന്ദ സാഗറിന്റെ രാമായണങ്ങളൊക്കെ. പിന്നീട് ഞാൻ രാമായണത്തിന്റെ ഒരു അമൂല്യമായിട്ടുള്ള സ്ഥാനം എന്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് എന്റെ തറവാട്ടിൽ ഭുവനേശ്വരി പൂജ നടക്കുമ്പോഴാണ്. ആ ദിക്കിലൊക്കെ ഭുവനേശ്വരി പൂജ നടക്കുന്ന സമയത്ത് പൂജ കഴിഞ്ഞാൽ ഭഗവതി പൂജ സ്വീകരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഗ്രന്ഥം വെച്ച് പൂജ ഉണ്ടാവും. അത് തുറന്നു നോക്കും, അതിൽ ഏത് ഭാഗമാണ് വന്നത് അതിനനുസരിച്ച് ഫലം പറയും. സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ? രാമായണ മാസത്തിന് മുമ്പും ഈ ഏർപ്പാടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചിന്തിച്ചാൽ അറിയാലോ, സാധാരണ മരണ വീടുകളിൽ മനുഷ്യരിരുന്ന് വായിച്ചിരുന്ന ഗ്രന്ഥമായിരുന്നു രാമായണം. രാമായണ മാസം മുമ്പും അങ്ങനെ തന്നെയാണ്. കർക്കടക മാസത്തിന് രാമായണത്തിന് പ്രാധാന്യം വന്നത് ഈ ഒരു കാലാവസ്ഥയുടെ കൂടി പ്രാധാന്യം കൊണ്ടാണ്. പഞ്ഞക്കർക്കടകമെന്നും കള്ളക്കർക്കടകമെന്നും വിളിച്ചിരുന്ന ഈ സമയത്ത് മനുഷ്യർ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കാലാവസ്ഥയുടെ കൂടി കാഠിന്യമുള്ളത് കൊണ്ട് വീടുകളുടെ അകത്തേക്ക് എങ്ങനെയാണോ കോവിഡ് കാലത്ത് നമ്മൾ ഇരുന്നത്, അതുപോലെ ഒരു ക്വാറന്റൈനിലേക്ക് പോയ സമയത്ത് ഇപ്പൊ എങ്ങനെയാണോ ക്വാറന്റൈൻ സമയത്ത് ആധ്യാത്മിക പ്രഭാഷണങ്ങളൊക്കെ ഓൺലൈനായിട്ട് ഗംഭീരമായിട്ട് നടന്നത്, അതുപോലെ ആ കാലഘട്ടത്തിലുള്ള മഹാത്മാക്കളോട് പറഞ്ഞു ഈ ഐഡിയൽ മൈൻഡ് ഉണ്ടല്ലോ, അത് ഡെവിൾസ് വർക്ക്ഷോപ്പ് ആണെന്ന് അറിയായിരുന്നു അന്നത്തെ കാലത്തെ. വെറുതെ ഇരിക്കണ മനസ്സിൽ മോശം ചിന്തകൾ വരും. ഈ സമയത്ത് എല്ലാവരും വെറുതെ ഇരിക്കണ സമയ, പ്രകൃതി പോലും ഒരു മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയ. ഈ സമയത്ത് എന്ത് ചെയ്യുക? ചിന്തകളെ നല്ല റൂട്ടിലേക്ക് വിടുക. കർക്കം ശ്വേതവർണം ഡലേതി ഇതി കർക്കടകം എന്നാണ് ഞാൻ വായിച്ചത്. ചൽ നിറമുള്ള എന്തോ ഒന്നിന്റെ നിറം കുറയ്ക്കുന്ന കാലം എന്നാ കർക്കടകത്തിന്റെ യുക്തി. അത് പ്രകൃതിയുടെ മാത്രമല്ല, അകത്തുള്ള നിറവും കുറയുന്ന സമയമാണ്. അത് ആരോഗ്യം ആയിക്കോട്ടെ, മനസ്സിന്റെ ആയിക്കോട്ടെ. വെളുത്ത അല്ലെങ്കിൽ തിളക്കത്തോട് കൂടി നിൽക്കുന്ന എന്തും ഒന്ന് മങ്ങുന്ന സമയമാണ്. അപ്പൊ ആ മങ്ങിയതിന്റെ മുകളിൽ നമ്മൾ ഈ കാറ്റൊക്കെ അടിച്ചിട്ട് വിളക്ക് കെടാതിരിക്കാൻ ഒരു ടംബ്ലർ വെക്കില്ലേ, അതുപോലെ വെക്കുന്നതാണ് രാമായണം. അതിന്റെ ശോഭ കൊണ്ട് ആ ഉള്ളിലുള്ള അഗ്നി വീണ്ടും ശോഭിക്കട്ടെ എന്നാണ് താല്പര്യം. അങ്ങനെ രാമായണത്തെ നോക്കിക്കാണുമ്പോഴാണ് രാമായണത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ബ്രഹ്മതത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അവനവനെ അറിയാനുള്ള ആത്മവിചാരത്തിന്റെ ഭാവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുള്ളൂ. അതിലേറ്റവും വിശേഷപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് ഇപ്പൊ ഇവിടെ ഇന്ന് സംസാരിക്കാനുള്ള സുമിത്രാവാക്യം. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കൂ, അമ്മയായിട്ടുള്ള സുമിത്ര, ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് സുമിത്രാവാക്യത്തിന്റെ ഒരു താല്പര്യം എന്താന്നുള്ളത്. ദശരഥനെ അച്ഛനായിട്ട് കാണുക, സീതയെ ഞാനായിട്ട് തന്നെ കാണുക, അടവിയായിട്ടുള്ള കാട് അയോധ്യയായിട്ട് കാണുക, പ്രിയപ്പെട്ട മകനെ പോയി വരും. ഇതറിയാത്തവരായിട്ട് ആരുമില്ല. പ്രസിദ്ധമായിട്ടുള്ള കഥ തന്നെ ഉണ്ട്. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതുന്നുണ്ട് വരരുചിയായിട്ട് ബന്ധമുള്ള ഈ കഥയുടെ ശ്ലോകം, എങ്ങനെയാണത് വന്നതെന്നുള്ളത്. കുട്ടിയോള് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയതും ഇതിനുവേണ്ടി പഠിച്ച സമയത്തും കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് ശങ്കര ഭഗവത്പാദരുടെ ഗുരു ഉണ്ട്, ഗോവിന്ദ ഭഗവത്പാദർ. ആ ഗോവിന്ദ ഭഗവത്പാദർക്ക് അദ്ദേഹത്തിന് അക്കാലത്ത് ഉണ്ടായിരുന്ന 4 വർണ്ണവ്യവസ്ഥയിലും ഭാര്യമാരുണ്ടായിരുന്നു. ഗോവിന്ദ ഭഗവത്പാദർക്ക് ബ്രാഹ്മണ പത്നിയിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയുടെ പേരാണ് വരരുചി. ഗോവിന്ദ ഭഗവത്പാദർക്ക് ക്ഷത്രിയയായിട്ടുള്ള പത്നിയിൽ ഉണ്ടായിട്ടുള്ള കുട്ടിയുടെ പേരാണ്, പറഞ്ഞോളൂ, വിക്രമാദിത്യൻ. ഗോവിന്ദ ഭഗവത്പാദർക്ക് വൈശ്യായിട്ടുള്ള സ്ത്രീയിൽ ഉണ്ടായിട്ടുള്ള, ഞാൻ പറയുന്നത് വർണ്ണവ്യവസ്ഥയാണ്, ജാതിവ്യവസ്ഥയല്ല. വൈശ്യവിഭാഗത്തിലുള്ള ഒരു കന്യകയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ഭട്ടി. അതേപോലെ ശൂദ്രവിഭാഗത്തിൽപ്പെട്ട ഒരു കന്യകയിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ഭർതൃഹരി. ഇത്രയും പേരാണ്. ചൽ മഹാരാജാവായിരിക്കുന്ന വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിട്ടുള്ള വരരുചി അദ്ദേഹത്തിന്റെ സഹോദര സ്ഥാനീയനാണെന്നാണ് പറഞ്ഞതിന് താല്പര്യം. അവിടെയാണ് കാളിദാസൻ ഉണ്ടായിരുന്നത്. ആ കാളിദാസനാണ് രഘുവംശത്തിന്റെ 1ാമത്തെ ശ്ലോകം എഴുതിയ സമയത്ത് എഴുതിയത് ഈ എറണാകുളത്തപ്പനെയും പരാശക്തിയെയും കുറിച്ച്. എങ്ങനെ വാക്കും അർത്ഥവും ഒരുമിച്ച് ചേർന്നിരിക്കുന്നുവോ അതുപോലെ ഒരിക്കലും പിരിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചേർന്നിരിക്കുന്ന ഈ ജഗത്തിന്റെ മുഴുവൻ മാതാപിതാക്കളായിട്ടുള്ള പാർവതി പരമേശ്വരന്മാരെ ഞാൻ നമസ്കരിക്കണമെന്ന്. രഘുവംശം തുടങ്ങുന്ന അവിടെ നിന്നാണ്. അവിടെയാണ് വരരുചിയോട് ചോദിക്കുന്നത് രാജാവ്, രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അല്ലെങ്കിൽ ശ്ലോകം ഏതാണ്?
41 ദിവസത്തെ സമയമാണ് കൊടുക്കുന്നത്. വാൽമീകി രാമായണത്തിലാണ്, അധ്യാത്മ രാമായണത്തിലല്ല. അദ്ദേഹം ദേശാടനത്തിന് പോയി പല ദിക്കിൽ നിന്ന് പലതും കേട്ടു. ചിലയിടത്ത് പോയപ്പോ ബല അതിബല മന്ത്രങ്ങളാണ് ഏറ്റവും പ്രസിദ്ധം എന്ന് പറഞ്ഞു കൊടുത്തത്. ചില ദിക്കിൽ പോയ സമയത്ത് ത്രയംബകം എന്ന് വിളിക്കപ്പെടുന്ന വില്ലൊടിക്കുന്ന ഭാവം. ചിലയിടത്ത് എങ്ങനെയാണോ സീതാപഹരണം ഉണ്ടായത് ആ ഭാവം. ഇങ്ങനെ പല ഭാവങ്ങളും കേട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തോന്നി ഇതൊന്നുമല്ല ശരിയും. 41 ദിവസത്തിന്റെ തലേന്ന് രാത്രി അവശനായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കിടക്കുന്ന സമയത്താണ് മരത്തിലിരുന്ന് വനദേവതമാർ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പൊ വേറെ ഏതോ സ്ഥലത്തുനിന്ന് വരുന്ന വനദേവത കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മരത്തിന്റെ മുകളിൽ ഇരുന്നതാ. അപ്പോഴാ ചോദിച്ചത് എവിടേക്കാ പോണേന്ന്. അപ്പൊ പറഞ്ഞു, ഇവിടെ അടുത്തൊരു പറയക്കുട്ടി പ്രസവിക്കുന്നുണ്ട്, പറയ സ്ത്രീ. ആ പറയ സ്ത്രീ പ്രസവിക്കുന്നതിന്റെ ചോരയും നീരും കുടിക്കാൻ ഞങ്ങൾ ഇതാ കൂട്ടായിട്ട് പൊക്കോണ്ടിരിക്കണു. അതേത് പറയ സ്ത്രീ എന്ന് ചോദിക്കുന്നു. ഉറക്കെ പറയുന്നു, താഴെ ഉറങ്ങിക്കിടക്കണ ആളുകൂടെ കേൾക്കട്ടെ എന്നുള്ള ഭാവത്തില്. ആ പറയക്കുട്ടീനെയാണ് ഇതിന്റെ താഴെ കിടന്നുറങ്ങുന്ന മാംവിദ്യ അറിയാത്ത വരരുചി കല്യാണം കഴിക്കാൻ പോണേ. ആ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, മാംവിദ്യ അറിയാത്ത. അത് ക്ലിക്കായി, അത് കൊണ്ടു മനസ്സിലായി ഏതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. അങ്ങനെയാണ് വീണ്ടും വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലേക്ക് പോയിട്ട് എനിക്ക് കിട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറയുകയും അദ്ദേഹം അതിനെ 11 തരത്തിൽ എങ്ങാനോ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ്. ഒറ്റ അർത്ഥം മാത്രമല്ല ആ ശ്ലോകത്തിനുള്ളത്. ഒരു 4-5 എണ്ണം നമുക്ക് ഇവിടെ നിന്ന് പോണതിന് മുമ്പ് പറയാം. ചില അർത്ഥങ്ങളൊക്കെ കേട്ടാൽ നമ്മൾ വിചാരിക്കും സുമിത്ര ചില്ലറക്കാരിയല്ല. നമ്മൾ വിചാരിച്ച അർത്ഥമേ അല്ല ചില വേർഷൻസ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. സുമിത്ര ഇത്ര ദുഷ്ടയാണോ ഇത് തോന്നുന്ന വ്യാഖ്യാനമുണ്ട്. അതിലേക്ക് നമുക്ക് പതുക്കെ പോവാം. ഇവിടെയാണ് ആ കഥയിലാണ് ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ പ്രാധാന്യം ഉണ്ടാവുന്നതും പിന്നീട് അത് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നതും. രാമായണത്തിന്റെ മുഴുവൻ അന്തസത്തയുള്ള ശ്ലോകം എന്നുള്ള ഭാവത്തിൽ സുമിത്രാവാക്യത്തിന് പ്രചാരം ഉണ്ടാവുന്നത് അങ്ങനെയാണ്. പക്ഷെ രാമായണത്തിന്റെ ഹൃദയമാകുന്ന ശ്ലോകം വാൽമീകി രാമായണത്തില് ഇതല്ല. ഇതാവട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം. നമുക്ക് തലച്ചോറും ഹൃദയവും എങ്ങനെയാണ് അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ചിലപ്പോൾ ഇതായിരിക്കാം. ഞാൻ മഹാത്മാക്കളുടെ വാക്കുകളെ ധിക്കരിക്കുന്നില്ല. പക്ഷെ രാമായണത്തിന്റെ ഹൃദയം ഉറങ്ങിക്കിടക്കുന്ന ശ്ലോകം ഏതാണ്? ഇത് രാമന്റെ ഇൻട്രൊഡക്ഷനാണ്. രാമന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് വാൽമീകി രാമായണത്തിൽ രാവണനോട് മാരീചൻ പറയുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള വാക്കിലാണ് രാമായണത്തിന്റെ ഹൃദയം. ഇത് ചിലപ്പോൾ തലച്ചോറോ എല്ലാം നമുക്ക് വിലപ്പെട്ടതാണല്ലോ ഇതിനകത്തുള്ളത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്ന ബേസിലാണ് രാമായണം നിൽക്കുന്നത്. അതിന്റെ മുകളിലേ ഉള്ളൂ സുമിത്രാവാക്യവും. ഇന്നിപ്പോ പറഞ്ഞു വന്ന് സുമിത്രാവാക്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട്. രാമോ വിഗ്രഹവാൻ ധർമ്മ, രാമൻ എന്ന് വിളിക്കുന്നത് ധർമ്മത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് കഥയിലെ വില്ലനായിട്ടുള്ള രാവണനോട് പറയുന്നത് രാവണന്റെ കുലത്തിൽപ്പെട്ട രാവണന്റെ ബന്ധുവായിട്ടുള്ള മാരീചനാണ്. അത് ഗുരുവായൂരപ്പന്റെ ഒരു സ്വഭാവമാണ്. പലപ്പോഴും ഗുരുവായൂരപ്പന്റെ ഇൻട്രൊഡക്ഷൻ പറയിപ്പിക്കുക പലപ്പോഴും ഈ അസുരവംശത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടൊക്കെയാണ്. ഏറ്റവും മനോഹരമായിട്ട് ഗുരുവായൂരപ്പനെ എങ്ങനെ കിട്ടും നമുക്ക് എന്ന് പറഞ്ഞു തന്നത് ഒരു അസുര കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് പ്രഹ്ലാദൻ എന്നാണ്. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന് പറയുന്നത് ഇന്ദ്രനോ അല്ലെങ്കിൽ വരുണനോ ഒന്നുമല്ല, ഹിരണ്യകശിപുവിന്റെ മകനായിട്ടുള്ള അസുരക്കുട്ടിയായിട്ടുള്ള പ്രഹ്ലാദനാണ് അല്ലെ? ഇവിടെയും അസുരവംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ രാക്ഷസ വംശത്തിൽപ്പെട്ട മാരീചനാണ്. നിങ്ങളോട് ആരെങ്കിലും ഏതെങ്കിലും ക്വിസിൽ ചോദിക്കുക എന്ന് വിചാരിക്കുക, ഈ രാമബാണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെ എന്റെ അറിവിൽ മാരീചൻ മാത്രമേ ഉള്ളൂ. താടകയെ വധിച്ചതിന് ശേഷം ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ വിശ്രമിക്കുന്ന സമയത്താണ് സുബാഹുവും മാരീചനും യജ്ഞത്തെ അലങ്കോലാക്കാൻ വേണ്ടി വരുന്നത്. സുബാഹുവിനെ ഒരു ബാണം കൊണ്ട് തന്നെ ഭസ്മാക്കി ഭഗവാൻ. രണ്ടാമത്തെ ഒരു ബാണം കൊണ്ട് മാരീചൻ 1000 യോജന അപ്പുറത്തുള്ള സമുദ്രത്തിൽ ചെന്ന് വീണു എന്നാണ് വാൽമീകി രാമായണത്തിൽ എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഭൂപ്രകൃതിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ പോയി വീണിട്ടുണ്ടാവും ഏതാണ്ട്. അവിടെ നിന്ന് നീന്തി കരപറ്റി പിന്നീടുള്ള കാലം സാത്വികമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിരുന്ന ഒരു രാക്ഷസനായിരുന്നു മാരീചൻ. വാൽമീകി രാമായണം നിങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ അധ്യാത്മ രാമായണമായിട്ടുള്ള അല്ലെങ്കിൽ കിളിപ്പാട്ടുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട്
പലപ്പോഴും വാൽമീകി രാമായണത്തിൽ നമ്മൾ വല്ലാണ്ട് എടുത്ത് പ്രയോഗിക്കാറില്ല. വാൽമീകി രാമായണത്തിൽ ഈ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ എങ്ങനെ സോപ്പിടണം എന്നുള്ളതിന്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഉദാഹരണം ഇവിടെ കാണാം. പറയുമ്പോ രാവണൻ വലിയ ചക്രവർത്തിയാണ്, രാവണൻ ഗംഭീരനായിട്ടുള്ള ആളാണ്, ഒക്കെ ശരിയാണ്. തന്റെ ബന്ധുവായിട്ടുള്ള മാരീചനെയാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. മാരീചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വാൽമീകി രാമായണത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്തുതികളിൽ ഒന്ന് രാവണൻ മാരീചനെ സ്തുതിക്കുന്നതാ. രാവണൻ മാരീചനെ സ്തുതിക്കുന്നത് കേട്ട ഏത് മാരീചനാണെങ്കിലും ശരിയായിട്ടാന്ന് പറയേണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ സ്തുതിയാണ്. നമ്മൾ സാധാരണ ഈ കുന്തി സ്തുതിയും ഭീഷ്മസ്തുതിയൊക്കെ മാത്രം വായിച്ചിട്ടുള്ള പാരമ്പര്യം നമുക്കുള്ളതുകൊണ്ട് ഒരു രാക്ഷസനെ മറ്റൊരു രാക്ഷസൻ സ്തുതിക്കുന്നത് കാണുമ്പോൾ അത് വാൽമീകി എഴുതിയിട്ടുള്ള ഭാഷ കൂടെ വരുമ്പോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അറിയൂ. ഏതൊരു കഴിഞ്ഞ രാമായണ മാസക്കാലത്താണെന്ന് തോന്നുന്നു ഓഫീസിൽ ലീവ് കിട്ടാനായിട്ട് ഇങ്ങനെ സ്തുതിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കിട്ടുന്ന പറഞ്ഞു. ആരായാലും തിരുത്തറേ, ഒരു ദിവസമോ 10 ദിവസം എടുത്തിട്ട് വരൂ. പക്ഷെ ആ സ്തുതി കഴിഞ്ഞിട്ട് രാവണൻ പറയുന്ന വാക്കുകളുണ്ട്. രാവണൻ പറയുന്നത് ദണ്ഡകാരണ്യത്തിൽ രാമനും സീതയും സഹോദരനായിട്ടുള്ള ലക്ഷ്മണനും താമസിക്കുന്നു. സീത എന്നുള്ള വാക്കല്ലാത്ത ഉപയോഗിച്ചത്, സ്ത്രീരത്നമായിട്ടുള്ള സീത എന്നാ. സ്ത്രീരത്നമായിട്ടുള്ള സീത താമസിക്കുന്നുണ്ട്. ആ സ്ത്രീരത്നമായിട്ടുള്ള സീതയെ എനിക്ക് ലങ്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്റെ ഇംഗിതത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്താലും എന്നാണ് ചോദിക്കുന്നത്. എത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് അറിയൂല രാവണൻ. വളരെ ബുദ്ധി. അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നമുക്ക് ഞാൻ പറയാൻ തന്നെ അറിയാം. ഇപ്പോ ജടാകടാഹ സംഭ്രമ ശിവതാണ്ഡവ സ്തോത്രം എഴുതിയിട്ടുള്ള മനുഷ്യനാണ്. കൈലാസം എടുത്ത് പൊക്കിയിട്ടുള്ള ആളാണ്. ചന്ദ്രഹാസം ഉള്ള ആളാണ്. മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന് അതികഠിനമായിട്ടുള്ള അറിവുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറിവ് എവിടെ നിന്ന് ഉണ്ടായി എന്നുള്ളത്. ഞാൻ അതിലേക്ക് വരാം. ഇന്നിപ്പോ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. എനിക്ക് ആ കോഴ്സിനെ കുറിച്ച് ഈ പ്രഭാഷണത്തിൽ മുഴുവൻ പറയാനുള്ളത് പാരന്റിങ്. എങ്ങനെ കുട്ടികളെ വളർത്തണം. ഇന്നിപ്പോ അതിന് ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. ഒരു കുട്ടിയുടെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം, ഒരു കുട്ടിയോട് ദേഷ്യപ്പെടുന്നത് എങ്ങനെയായിരിക്കണം, ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇന്ന് പൈസ കൊടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. വാൽമീകി രാമായണം ഷെൽഫില. പോട്ടെ, അതിലേക്ക് പിന്നീട് വരാം. ആ സമയത്ത് രാവണന്റെ ഈ വാക്കുകൾ കേട്ട് മാരീചൻ കൊടുക്കുന്ന രാമനെ കുറിച്ചിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമാണ്. 2 ഭേദങ്ങളുണ്ട്. ചിലടത്ത് സത്യപരാക്രമാണെന്നുണ്ട്. രാമൻ അയോധ്യയിലെ രാജാവാണെന്നോ രാമൻ സീതയുടെ ഭർത്താവാണെന്നോ ഈവൻ എഴുത്തച്ഛന്റെ ഭാഷ്യത്തിലേക്ക് വരികയാണെങ്കിൽ രാമൻ നാരായണനാണ് എന്ന ഭാഷയിലല്ല മാരീചൻ പറഞ്ഞത്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ധർമ്മത്തിനൊരു പ്രതിപുരുഷനുണ്ടെങ്കിൽ അത് രാമനാണ്. രാമൻ എന്ത് ചെയ്യുന്നു അത് ധർമ്മം എന്നാണ് വാൽമീകി മഹർഷി പറഞ്ഞിട്ടുള്ളത്. ധർമ്മത്തിന് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ, ഒരു മഹാരാജാവ്. അവതാരം എന്നുള്ള ഭാവമൊക്കെ വാൽമീകി രാമായണം നോക്കുകയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടേ ഉള്ളൂ. മനുഷ്യനായിട്ടുള്ള രാമന്റെ കഥയാണ് കൂടുതലായിട്ട് വാൽമീകി രാമായണത്തിലുള്ളത്. അത് എന്തിനാ അങ്ങനെ പറയണത്? മനുഷ്യനായിട്ട് പറഞ്ഞാലേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അത് പരബ്രഹ്മമായുള്ള രാമനല്ലേ. മാനുഷിക തലത്തിൽ ഈശ്വരന്മാരെ കാണുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശ്വരനിലേക്ക് കൂടുതൽ അടുക്കുന്നത്. ഈശ്വരനാണെന്നുള്ള ഭാവത്തിൽ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യും. ഇവിടെ നേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉണ്ടാക്കിയിട്ട് ഈശ്വരന് ഇപ്പൊ ഇത് കൊടുത്താലും മതിയല്ലോ എന്ന് ചിന്തിക്കാം. അയ്യോ, അകത്തിരിക്കുന്നത് എന്റെ കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഇത്രയും സ്പൂൺ കൊണ്ട് എങ്ങനെ വിശപ്പ് മാറുക, അതിനൊരു കിണ്ണം മുഴുവൻ വേണ്ടെന്നുള്ള ഭാവത്തിന് ചിന്തിക്കാം. എനിക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് തോന്നുന്നു. എങ്കിലും ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങളോട് ക്ഷമിക്കുക. സുമിത്രാവാക്യം പറയണ ഞാൻ പോയില്ല, പേടിക്കണ്ട. ഗുരുവായൂര് കഴിഞ്ഞ മാസം പടിഞ്ഞാറേ നട വഴിയിട്ട് അകത്തേക്ക് കയറാം. പക്ഷെ ഫ്രണ്ടിൽ ഭയങ്കര തിരക്കാം. ഞാൻ ഫ്രണ്ടിൽ കൊടിമരത്തിന്റെ അവിടെ പോയിട്ട് തൊടാന്ന് വെച്ചിട്ട് അങ്ങനെ കയറിയതാ. പടിഞ്ഞാറേ നടയിൽ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഉണ്ട്. അപ്പൊ ആ ഡിറ്റക്ടറിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് ഞാൻ അവിടെ ദേവസ്ഥയിലുള്ള ഒരു ചേട്ടനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരമ്മ എന്റെ പുറകിൽ വന്ന് കയറി. അപ്പൊ ഈ ചേച്ചി പുറത്തേക്ക് കടന്ന ഉടനെ ഈ മെറ്റൽ ഡിറ്റക്ടറിന് സൗണ്ട് ഉണ്ടാവാൻ തുടങ്ങി. ബീപ് 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 ബീപ്, ഭയങ്കര ശബ്ദം. അപ്പൊ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നിരുന്ന ചേട്ടൻ പറഞ്ഞു, ചേച്ചി കയ്യിൽ ഫോണോ സ്മാർട്ട് വാച്ചോ ഉണ്ടെങ്കിൽ ആ കാണുന്നതാണ് കൗണ്ടർ, അവിടെ കൊണ്ടേ കൊടുത്തിട്ട് വരണം. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോൾ ചേച്ചിയുടെ കയ്യിൽ വാച്ച് നോർമൽ വാച്ചാണ്, ഒന്നുമില്ല. ഫോണായിട്ട് പുറത്തേക്കൊന്നും കാണാനില്ല, ബാഗിലുണ്ടെന്ന് മനസ്സിലായി. കാരണം ഡിറ്റക്ട് ചെയ്ത അതാണ്. അപ്പൊ ചേച്ചിയോട് പറഞ്ഞു പോയി കൊണ്ടുവച്ചിട്ട് വരുമെന്ന്. അവരൊന്നും മിണ്ടാതെ അങ്ങനെ താഴത്തേക്ക് നോക്കി നിൽക്കുക. ഒന്നുകൂടെ അവർ കുറച്ചുകൂടെ ഒന്ന് ഗുരുവായൂർ ദേവസ്ഥയിലെ ജീവനക്കാരൻ നിങ്ങൾ എല്ലാവരും വിചാരിക്കണ പോലെ മോശക്കാരൻ നല്ല മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ.
അവരുടെ ജോലിയുടെ ഒരു ഭാഗമായിട്ട് അതിനെ കാണാന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല, പോട്ടെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാവും. അദ്ദേഹം വീണ്ടും സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, ചേച്ചി എന്താണോ ബാഗിലുള്ളത് അത് കൊണ്ടുവച്ചിട്ട് വരും, എന്നാലേ അകത്ത് പോകാൻ പറ്റുള്ളൂ. ചേച്ചി എടുത്ത് എന്തോ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല. വളരെ സോഫ്റ്റ് ആയിട്ടാ പറഞ്ഞത്, ചാടി കളിച്ചിട്ടൊന്നല്ല. ചേച്ചി എന്നോട് പറഞ്ഞത്, എന്നോട് വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാരോടൊക്കെ പറഞ്ഞത്, ഈ ബാഗ് കയ്യിൽ ഇങ്ങനെ തൂക്കി പിടിച്ച ബാഗ് ഇങ്ങനെ പിടിച്ചിട്ട് 2 കൈ കൊണ്ട് അതിനെ കെട്ടിപ്പിടിച്ചിട്ട് അമ്മ പറഞ്ഞു, എനിക്ക് ഇതുകൊണ്ട് പോയേ പറ്റൂ. പക്ഷെ നാട്ടിലൊക്കെ ഓരോന്ന് പൊട്ടുന്ന കാലാണേ. ഇതാണെങ്കിൽ ഡിറ്റക്റ്റീവും ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് ബലം പ്രയോഗിച്ച് അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങേണ്ടി വന്നു അവിടെയുള്ള ആൾക്കാരോട്. കാരണം അവരത് തരുന്നില്ല. ഇതും കൊണ്ട് പകത്തേക്ക് പോകാനും പറ്റില്ല, അവർ ഓടാൻ വേണ്ടി ഭാവിക്കുകയാണ്. ഞങ്ങളായിട്ട് തുറന്നു നോക്കണില്ല, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കും, അല്ലെങ്കിൽ ചേച്ചിയായിട്ട് തുറക്കണമെന്നോ. മനസ്സില്ലാ മനസ്സോടെ പാവം അത് തുറന്നു. അതിന് കിട്ടിയ എന്താ പറയുക, നിങ്ങൾക്ക് റിമോട്ടിൽ ഓടുന്ന കാറ്. ഞങ്ങൾ ചോദിച്ചു, ഇതാർക്കാ? ഇത് ഗുരുവായൂരപ്പന. പരബ്രഹ്മത്തിന് ഉരുട്ടിക്കളിക്കാനാണോ കാറ്? ഏത് ഭാവത്തിലാ കണ്ടത്? ഭഗവാനായിട്ട് കണ്ടു അതോ മാനുഷികമായിട്ടുള്ള ഭാവത്തിൽ കണ്ടു? ഗുരുവായൂരപ്പൻ ശ്രീകോവിലിനകത്ത് ഇരുന്നിട്ട് മോളിലേക്ക് നിൽക്കുമ്പോൾ വണ്ടി ഇങ്ങോട്ട് പോവുക വേണോ? ആലോചിച്ച് നോക്കൂ. ഏത് ഭാവത്തിൽ ഭഗവാനെ കണ്ടപ്പോൾ കൂടുതൽ എടുത്തു, കൂടുതൽ താതാത്മ്യം വന്നു, കൂടുതൽ ആരാധിക്കാൻ തോന്നി? മാനുഷികമായിട്ടുള്ള ഭാവമാണ്. എന്തുകൊണ്ടാണ് അമ്മേനെ എല്ലാവരും അമ്മയെന്ന് വിളിക്കണത്? ദേവിയല്ലേ? ചോറ്റാനിക്കര പോലെ ആദ്യത്തെ നാമം അമ്മേ നാരായണ എന്നാണ്. ഓം ശ്രീ മാത്രേ നമ എന്നാണ് സഹസ്രനാമം തുടങ്ങുന്നത്. ശ്രീമാതേ നമ, അമ്മേന്ന് വിളിച്ചു തുടങ്ങുന്നത്. മാനുഷികമായിട്ടുള്ള ഭാവങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളത്. പ്രഹ്ലാദൻ പോലും നവധാഭക്തി പറഞ്ഞപ്പോ പറഞ്ഞില്ലേ, സഖ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, ദാസ്യം പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ. അവിടൊക്കെ ഒരു മാനുഷിക ഭാവമില്ലേ? ഗുരുവായൂരപ്പന്റെ ഭക്തിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 മാനുഷിക ഭാവങ്ങളാ. ഒന്ന് വാത്സല്യ ഭക്തി, ഒന്ന് മാധുര്യ ഭക്തി. കാമുകനായിട്ട് കാണുന്നൊരു ഭാവവും കുട്ടിയായിട്ട് കാണുന്ന ഒരു ഭാവവും. സനാതന ധർമ്മത്തിൽ ഈശ്വരന്മാരെ നമുക്ക് താല്പര്യമുള്ള ഭാവത്തിൽ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മഹാദേവനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ലോകത്തെ അച്ഛനായിട്ടാണ്. അച്ഛൻ മാത്രമാണ് ശരിയെന്നല്ല ഞാൻ പറഞ്ഞത്. പരാശക്തിയെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് അമ്മയായിട്ടാണ്. അയ്യപ്പസ്വാമിയെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഗുരുനാഥനായിട്ടാണ്, ശാസ്താവ്. അപ്പൊ മാനുഷികമായിട്ടുള്ള ഭാവത്തിൽ ചേർത്ത് വെച്ച് പറയുമ്പോൾ കൂടുതലെടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാനുഷികമായിട്ടുള്ള രാമന്റെ ഇൻട്രൊഡക്ഷൻ ആണ് രാമോ വിഗ്രഹവാൻ ധർമ്മ, മനുഷ്യനായിട്ടുള്ള രാമന്റെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് സാധു സത്യപരാക്രമ എന്നാണ്. അദ്ദേഹം സാധുവാണ്, സമാധാനപ്രിയനാണ്, പക്ഷെ ധർമ്മത്തിന് വേണ്ടി പരാക്രമം ചെയ്യുന്ന ആളാണെന്നാണ്. ഭഗവാന്റെ പരാക്രമഭാവം ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുക ഈ സേതുവന്ദനത്തിന് മുമ്പായിട്ട് ഒരു മനുഷ്യൻ സാധാരണ ഭാവത്തിൽ എങ്ങനെയാണോ വ്രതങ്ങൾ എടുക്കേണ്ടത്, എങ്ങനെയാണോ നോമ്പെടുക്കേണ്ടത്, ഇതൊക്കെ എടുത്ത് വരുണനെ പ്രസാദിപ്പിക്കാനായിട്ട് ഭഗവാൻ പ്രാർത്ഥിച്ചിട്ടും വരുണൻ വരാതിരിക്കുമ്പോൾ ഒരു ശ്രീരാമനുണ്ട്. അപ്പൊ അറിയാം എന്താണ് ഭഗവാന്റെ പരാക്രമം. അത് കഴിഞ്ഞ് രാവണൻ എങ്ങനെയാണോ മാരീചനെ ട്വിസ്റ്റ് ചെയ്തത്, അതുപോലെ രാവണനെ ട്വിസ്റ്റ് ചെയ്യുന്ന മാരീചനെ നിങ്ങൾക്ക് കാണാം. രാവണൻ പറഞ്ഞത് സ്ത്രീരത്നമായിട്ടുള്ള സീതയെ എനിക്ക് കൊണ്ടുപോകണം. സ്ത്രീരത്നമായിട്ടുള്ള സീത എന്നുള്ള പ്രയോഗം 2-3 തവണ എടുത്തു പറയും. എന്തിനാ ഈ രത്നം ഇടയ്ക്കിടയ്ക്ക് പറയണത്? അക്കാലത്തെ സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് സ്വത്തും പണവും സ്വർണവും ഒക്കെ എല്ലാവർക്കും അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ രത്നം രാജാവിന് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഭാഗവതം കഥ കേട്ട് കഴിഞ്ഞാൽ അതില് സത്രാജിത്തിന് സെമന്തകം എന്ന് പറയുന്ന രത്നം കിട്ടുമ്പോ ഭഗവാൻ പറയുന്നുണ്ട് ഇത് ദ്വാരകയില വെക്കേണ്ടത്. എന്തുകൊണ്ടാ? രത്നം രാജാവിനുള്ളതാണ്. അപ്പൊ സീതയാകുന്ന രത്നത്തെ ആർക്ക് അവകാശപ്പെട്ടതാണെന്നാണ് വ്യംഗ്യാർത്ഥം. രാവണൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവിനാണെന്നാണ് അല്ലെ? രാവണൻ എന്ന് പറയുന്ന രാജാവിനാണ് അതിൽ താല്പര്യം എന്നുള്ള ചോദ്യത്തെ മാരീചൻ നേടുന്നത് രാമ രാജസ്യ ലോകസ്യ എന്നാണ്. നീ വെറും ലങ്കയിൽ മാത്രം രാജാവായിരിക്കും, രാമൻ ഈ ലോകത്തിന് മുഴുവൻ രാജാവാണെന്ന്. ഏത് ഭാവത്തിലാണോ തന്നെ കുഴപ്പിക്കാൻ നോക്കിയത് അതിന് അനുയോജ്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുത്തത്. കംഫർട്ടബിൾ ആണല്ലോ അല്ലെ? മഴ ഇല്ലാന്നൊരു പരാതിയായിരുന്നു, ഇപ്പൊ മാറി കിട്ടി. സാധാരണ കർക്കിടക മാസ പ്രഭാഷണങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ പറയാറുണ്ട് കർക്കിടകമൊക്കെയാണ് മഴയൊന്നുമില്ല. ഞാൻ ഇന്നോടെ മനഃപൂർവ്വം പറയാതിരുന്നതാ. കംഫർട്ടബിൾ ആയിക്കോളൂ. ഇപ്പൊ നോക്കൂ, ഇതാണ് അവസ്ഥ. ഈ രാവണനാണ് സീതയെ കൊണ്ടുവരാനായിട്ടുള്ള പശ്ചാത്തലം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും മാരീചനെ നിർബന്ധിക്കുകയും ചെയ്യുന്നത്.
മാരീചന്റെ മറുപടി ഉണ്ട്, താൻ പറഞ്ഞതുപോലെ ഞാൻ കേൾക്കാം. എന്തുകൊണ്ട്? ഞാൻ താൻ പറയുന്നത് പോലെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ എന്നെ കൊല്ലും. തന്റെ കൈകൊണ്ടുള്ള മരണം എനിക്ക് സംഭവിക്കും, ഞാൻ നരകത്തിൽ പോയി കിടക്കും. എന്നാൽ രാമന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, രാമന്റെ ബാണ ഏറ്റു വാങ്ങിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടുമല്ലോ, അതുകൊണ്ട് താൻ പറഞ്ഞത് ഞാൻ കേൾക്കാന്നാ പറഞ്ഞത്. ആ ഭാവത്തിലാ പറഞ്ഞു. ഇവിടെ നിന്നാണ് സുമിത്രാവാക്യത്തിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടത്. സുമിത്രയിലേക്ക് വരുന്നതിന് മുമ്പ് രാവണൻ എങ്ങനെ രാവണനായി എന്നൂടെ പറഞ്ഞിട്ട് നമുക്ക് സുമിത്രയ്ക്ക് പോവാം. രാവണോത്ഭവം കഥകളി ഉണ്ട്. തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് കഥകളിയെ കുറിച്ച് ഞാൻ ഒന്നും വിശേഷമായിട്ട് പറയണില്ല. രാവണോത്ഭവം കഥകളിയില് കുട്ടി രാവണൻ കൈകസിയുടെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുന്ന ഒരു രംഗം കാണിക്കും. രാവണൻ ഇങ്ങനെ അമ്മയുടെ മടിയിൽ കിടക്കുക. അപ്പൊ രാവണൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് മോളിൽ കൂടെ ഒരു വിമാനം പോകും, പുഷ്പകം. അതിചൈതന്യവാനായിട്ടുള്ള ഒരു രാജാവിനോട് തോന്നിപ്പിക്കുന്ന, ദേവനോട് തോന്നിപ്പിക്കുന്ന ഒരു യുവാവ് അതിൽ യാത്ര ചെയ്യുന്നത് കാണും. അപ്പൊ രാവണൻ തന്റെ അമ്മ ഇങ്ങനെ തോണ്ടി വിളിച്ചിട്ട് മുകളിലേക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കും, അമ്മ ആരാ ഈ പോണത് എന്ന്. ഒറ്റ വാക്കിൽ മറുപടി പറയാവുന്നതേ ഉള്ളൂ, എന്ത്? ആ പോയത് കുബേരനാണ്. അതാണ് അതിന്റെ സാമാന്യർത്ഥം. പക്ഷെ കൈകസി പറഞ്ഞത്, രാവണോത്ഭവം കണ്ട നിങ്ങൾക്കറിയാം, നിന്റെ ഗതികേട് നോക്ക് എന്ന് പറഞ്ഞാ സംസാരിച്ചു തുടങ്ങണം തന്നെ. നിന്റെ അവസ്ഥ നോക്ക്, നിന്റെ ഗതികേട് നോക്ക്, നീയൊക്കെ എന്തൊരു നശിച്ച ജന്മാണ്. ആ പോയവനും നീയും ഒരച്ഛന്റെ മക്കളാണെന്നാ പറഞ്ഞത്. ആ പോയവനും നീയും ഒരേ വിശ്വാസത്തിന്റെ മക്കളാണ്. നിന്റെ ഗതികേട് ഈ കാട്ടിലെ എന്റെ മടിയിൽ കിടക്കാൻ. അവന്റെ അവസ്ഥ നോക്ക്. ഇങ്ങനൊരു അമ്മയാണ് രാവണനെ രാവണനാക്കിയത്. ബാഡ് പാരന്റിങ് കാണാൻ നിങ്ങൾ വേറെ എവിടെയും പോകുന്നു വേണ്ട. ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിലേക്ക് എന്ത് കുത്തിവെക്കപ്പെടുന്നുവോ അത് ആ കുട്ടിയായി തീരും. ഭാഗവത്തിൽ ഈ വേട്ടാളന്റെ കഥ പറയുമല്ലോ അല്ലെ, ഗുരുക്കന്മാരുടെ കഥ പറയുമ്പോ നോക്കി 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 പട്ടുനൂൽപ്പുഴു വേട്ടാളനായിട്ട് മാറുന്നതാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരും. ഇന്നിപ്പോ രാത്രി 11 മണി കഴിഞ്ഞ് 11 മിനിറ്റ് കഴിഞ്ഞ് എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 11:11. നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് നിങ്ങളായി തീരുന്ന, അങ്ങനെ ആക്കി തീർക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് കൈകസി രാമായണത്തിലുള്ളത്. രാവണനെ ഇത്രയധികം നീചനായിട്ടുള്ള ഒരു കഥാപാത്രമാക്കി മാറ്റിയത് കൈകസിയുടെ ബാഡ് പാരന്റിംഗ് ആണ്. ഇവിടെയാണ് ലക്ഷ്മണൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മഹാനായിട്ടുള്ള കഥാപാത്രത്തെ ആ മഹത്വത്തിലേക്ക് എത്തിച്ച സുമിത്ര എന്ന് വിളിക്കപ്പെടുന്ന അമ്മയുടെ ഗുഡ് പാരന്റിംഗ് വരുന്നത്. ഞാനിവിടെ സംസാരിക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ കാലഘട്ടത്തില് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം നടക്കുന്നു, യുവാക്കളൊക്കെ തെരുവിലിറങ്ങുന്നു. യുവാക്കൾ തമ്മിൽ, ഞാൻ ഇതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ യുവത എങ്ങനെ പെരുമാറണം, യുവാക്കളായിട്ടുള്ള ആളുകൾ ഏത് ഭാവത്തിലായിരിക്കണം ധർമ്മത്തെ ആചരിക്കേണ്ടത്, എനിക്ക് അതേ പറയാനുള്ളൂ. ബാക്കിയൊക്കെ മറ്റു വിഷയങ്ങൾ, അതിലേക്കൊന്നും ഞാൻ പോവില്ല. സുമിത്രാവാക്യം എന്തുകൊണ്ട് പറയാൻ തുടങ്ങി എന്ന് വെച്ചാൽ യുവാക്കളെ കേന്ദ്രീകരിച്ച് പറയാന്നുള്ളതുകൊണ്ടാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 2-ാം തീയതി പൊന്നാനിയിലുള്ള ഒരു പ്രഭാഷണ വിഷയമായിട്ട് തന്നുള്ളത് ജെൻസി കാലത്തെ രാമായണം പ്രതീക്ഷയും ആശങ്കകളും എന്നാണ്. അതെനിക്ക് മനസ്സിലായില്ല. ഈ ജെൻസി കാലത്ത് വേറൊരു രാമായണം, വാൽമീകിയുടെ കാലത്ത് വേറൊരു രാമായണം, അങ്ങനെ ഇല്ല കേട്ടോ. എല്ലാ കാലത്തും ഒരു രാമായണേ ഉള്ളൂ. പോട്ടെ. അവിടെയാണ് സുമിത്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്ങനെ ലക്ഷ്മണനെ പാരന്റ് ചെയ്തു. നമ്മൾ അധ്യാത്മരാമായണം വായിച്ചിട്ട് ഈ അധ്യാത്മരാമായണത്തിന്റെ ഭാഗത്തിൽ മാത്രം നമ്മൾ കാണുമ്പോൾ നമുക്ക് രാമൻ പൂർണ്ണമായിട്ടും നാരായണനായി, ലക്ഷ്മണൻ പൂർണ്ണമായിട്ടും അനന്തനായി, ഭരതൻ പൂർണ്ണമായിട്ടും ശംഖായി, ശത്രുഘ്നൻ പൂർണ്ണമായിട്ടും ചക്രായി. മൂഴിക്കുളം ഇവിടെ കേട്ടോ, നിങ്ങളുടെ നാട്ടില. അതുകൊണ്ട് ലക്ഷ്മണസ്വാമിയെ കുറിച്ച് എനിക്ക് പറയാൻ കുറച്ചുകൂടെ ധൈര്യമുണ്ട്. ബാക്കി 3 അമ്പലം തൃശ്ശൂരും, മൂഴിക്കുളം മാത്രം എറണാകുളത്തുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സുമിത്ര തനയനായിട്ടുള്ള ശ്രീരാമസ്വാമിയാണ് നമ്മൾ ഭജിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാമായണത്തിൽ പലപ്പോഴും, അത് മൂലം രാമായണത്തിലാണ് വിശേഷമായിട്ട് കാണാൻ സാധിക്കുക, പലപ്പോഴും ഈ ലക്ഷ്മണ എന്നുള്ള ശബ്ദം ഇല്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് രാമൻ ഭഗവാനെ വിളിക്കുമ്പോഴോ
അല്ലെങ്കിൽ ദശരഥൻ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ സീത വിളിക്കുമ്പോഴോ ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ശബ്ദം ഏതാ? സൗമിത്രേ എന്നാണ്. അതായത് നീ ഇങ്ങനെ ഒരു അമ്മയുടെ മകനാണെന്ന് റിമെമ്പർ ചെയ്യാണ് ചെയ്യുന്നത് ഓരോ തവണ. അങ്ങനെയാ. ഇപ്പൊ കർണൻ കഥയിൽ നമ്മൾ പറയുമല്ലോ, ഈ അസ്ത്രം ഈ വില്ലെടുത്ത് പൊക്കുന്ന സമയത്ത് ദ്രൗപദി കർണനെ വിളിക്കുന്നത് രാധ എന്നാണ്, സൂതപുത്രൻ. കർണൻ എന്ന് വിളിച്ചാൽ മതി, പക്ഷെ എന്ത് വിളിച്ചാലേ അയാൾക്ക് കൊള്ളുള്ളൂ, ഈ പേര് വിളിക്കണം. വിശ്വാമിത്ര മഹർഷി പോലും ഈ യാഗം ആക്രമിക്കാനായിട്ട് രാക്ഷസന്മാർ വരുമ്പോ രാമ വരൂ എന്നല്ല പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും പറഞ്ഞത് മഹാബാഹോ എന്നൊക്കെയാണ്. എന്നുവെച്ചാൽ യുദ്ധം ചെയ്യേണ്ട സമയ, അപ്പൊ അയാളുടെ വീര്യതയെ കുറിച്ച് വേണം ഓർമ്മിപ്പിക്കാൻ. മഹാത്മാക്കള് ഗ്രന്ഥങ്ങളിൽ ഓരോ സ്ഥലത്തും ഓരോ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ഥലം ഉണ്ടായതുകൊണ്ട് വെച്ചതല്ല, ആ പേരിന് പുറകിൽ അവിടെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. മഹാഭാരതത്തിലേക്ക് പോരുമ്പോ ദേവി ദ്രൗപദിയുടെ വസ്ത്രം അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുശാസനന്റെ മുഖത്ത് നോക്കിയിട്ട് അതിദാരുണമായിട്ട് കരഞ്ഞുകൊണ്ട് പാണ്ഡവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അന്ധരായിട്ടുള്ള ധൃതരാഷ്ട്രയെ നോക്കിക്കൊണ്ട് മഹാത്മാവായിട്ടുള്ള ഭീഷ്മരെ നോക്കിക്കൊണ്ട് ആരും തന്നെ സഹായിക്കാനായിട്ട് എത്തില്ല എന്ന് മനസ്സിലാക്കിയ ദ്രൗപദി ഉറക്കെ വിളിക്കുന്ന നാമം എന്താ വിളിച്ചേ? ഉണ്ണിയേട്ടാന്നോ? ഇപ്പൊ അങ്ങനെയാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ ഗോവിന്ദ ദ്വാരകാവാസിൻ എന്നാണ് വിളിച്ചത്. ഗോവിന്ദ ശബ്ദ ഉപയോഗിച്ചത്. ഗോവിന്ദ ശബ്ദത്തിന്റെ അർത്ഥം പശുവിന്റെ ഒപ്പം നടക്കുന്ന കൃഷ്ണൻ എന്നല്ലേ? ഗോ എന്നുള്ള ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. ഗോ എന്നുള്ള ശബ്ദത്തിന് അറിവ് എന്നുള്ള അർത്ഥമുണ്ട്. ഗോ എന്നുള്ള ശബ്ദത്തിന് ഭൂമി എന്ന് അർത്ഥമുണ്ട്. ഗോ എന്ന് എവിടെ കേട്ടാലും നമ്മൾ കൊണ്ടേ പശുവിൽ കെട്ടുന്നതാ പ്രശ്നം. ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ട ഒരുത്തനാണ് എന്റെ വസ്ത്രം അഴിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലയോ ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ഗോവിന്ദ എന്നെ രക്ഷിച്ചാലെന്നാ പറഞ്ഞത്. എത്ര മനോഹരമായിട്ടുള്ള കോൺടാക്ട് നോക്കും. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിലാണ് വിളിച്ചിട്ടുള്ളത്. പറയുമ്പോ വിഷ്ണു സഹസ്രനാമം ഉപദേശിക്കുമ്പോ ഭഗവാൻ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഭീഷ്മരുടെ, അല്ലെ? എന്നാ കൃഷ്ണൻ അടുത്തുണ്ട്. ആദ്യത്തെ ഒരു സ്തുതി കൃഷ്ണൻ ആയിക്കോട്ടെ. അങ്ങനല്ലോ ഓം വിശ്വം കൊണ്ടാ തുടങ്ങിയത്. ഈ കാണാവുന്ന പ്രപഞ്ചം മുഴുവൻ അങ്ങാണ് ഭഗവാൻ എന്ന. ഓരോ സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾക്ക് വലിയ പ്രാധാന്യ. അതുകൊണ്ട് സൗമിത്രേ എന്ന് വിളിക്കുമ്പോൾ സുമിത്രയുടെ മകനെ എന്ന് ലക്ഷ്മണനെ റിമൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സുമിത്രയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്നത് രാമന്റെ പട്ടാഭിഷേക വിഘ്നം ഉണ്ടാവുന്ന സമയത്ത് രാമൻ കാട്ടിലേക്ക് പോകാനായിട്ടുള്ള താല്പര്യം ഉണ്ടാവുന്നു. സീതയെ ഭഗവാൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് എഴുത്തച്ഛന്റെ സീത ചോദിക്കുന്നത്, രാമായണങ്ങൾ പലതുണ്ട് കവിവര രാമോദത്തോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ, ജാനകിയെ കൂടാതെങ്ങു രഘുവരൻ കാനനവാസത്തിൽ എങ്ങു പോയിട്ടുണ്ടു എന്നാണ്. ഞാനും കുറെ രാമായണമൊക്കെ കേട്ടിട്ടുണ്ട് രാമ, പക്ഷെ ഞാൻ കേട്ട രാമായണങ്ങളിൽ ഒന്നും സീതയെ കൂട്ടാതെ പോയൊരു രാമനില്ല. അതുകൊണ്ട് പതിവ് തെറ്റിക്കണ്ടെന്നാ സീത പറഞ്ഞു. എത്രയോ രാമായണങ്ങൾ അതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഓരോ ചതുർയുഗങ്ങളിലും ഓരോ രാമായണം സംഭവിക്കുന്നുണ്ട്. സീതയെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഭഗവാൻ സീതയുടെ ധർമ്മബോധത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പതിയെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് പത്നിയുടെ ധർമ്മം എന്നുള്ളത് മാനിച്ചുകൊണ്ട് സീതയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭഗവാൻ തയ്യാറാവുമ്പോഴാണ് ലക്ഷ്മണൻ അങ്ങോട്ട് പോയിട്ട് ഭഗവാനോട് പറയുന്നത്, ഞാനും വരുന്നുണ്ട് ഏട്ടാ. എപ്പോഴും ലക്ഷ്മണസ്വാമിയുടെ ഒരു ശീലായിരുന്നു. നിങ്ങൾ വാൽമീകി രാമായണം വായിച്ച കൃത്യമായിട്ട് മനസ്സിലാവും. വിശ്വാമിത്ര മഹർഷി വന്ന് ദശരഥനോട് യാഗരക്ഷയ്ക്കായിട്ട് ഒരാളെ ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് രാമനെ വേണം എന്നേ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് ആരെ വേണമെന്ന് പറഞ്ഞിട്ടില്ല, ലക്ഷ്മണനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. അദ്ദേഹത്തിന് അറിയായിരിക്കും രാമനെ എടുത്ത് ആരെ ഒപ്പം കിട്ടും, ലക്ഷ്മണനെ കിട്ടും. അത് രണ്ടും ഒരുമിച്ചുള്ള ഒരു പാക്കേജ് ആയിരുന്നു. കഥയിൽ നിങ്ങൾ കേട്ട കഥയും വാൽമീകി രാമായണമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാൻ കൂടുതൽ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് വാൽമീകി രാമായണമാണ് മൂലം. അത് എഴുത്തച്ഛന്റെ രാമായണം മോശമായോണ്ടല്ല, എന്താണോ യഥാർത്ഥത്തിൽ അദ്ദേഹം എഴുതിയത് അത് പറയാന്നുള്ളതാണ്. നമ്മൾ കേട്ട കഥയിലെ അവസ്ഥ എന്താ? ദശരഥന്റെ പുത്രിയായിട്ടുള്ള ശാന്തയെ ലോമപാത രാജാവിന് വളർത്താൻ വേണ്ടി കൊടുക്കുമ്പോൾ ലോമപാതന്റെ മരുമകനായിട്ട് വരുന്ന ഋഷിശൃംഗനാണ് പുത്രകാമേഷ്ടി യാഗം നടത്താൻ അയോധ്യയിലേക്ക് വരുന്നത്. വസിഷ്ഠ മഹർഷിയാണ് പുത്രകാമേഷ്ടി നടത്താൻ പുത്രനെ കാമിച്ചുകൊണ്ടുള്ള ഇഷ്ടി എന്ന് പറഞ്ഞ യാഗം, പുത്രനെ കിട്ടാനുള്ള യാഗം എന്നാണ് അതിന്റെ അർത്ഥം. അതിലുപയോഗിക്കുന്ന കല്ലായതുകൊണ്ടാണ് ഇഷ്ടിക എന്ന് വിളിക്കുന്നത്. ഉണ്ടാക്കാറില്ലേ? അത് യാഗത്തിന് ഉപയോഗിക്കുന്ന കല്ല് ആണ് അതിന്റെ അർത്ഥം, അല്ലാണ്ട് വെട്ടുകല്ല് എന്നുള്ളതല്ല. അപ്പൊ ആ പുത്രകാമേഷ്ടി നടത്താനായിട്ട് അദ്ദേഹം വരികയും രണ്ട് ഭേദങ്ങളാണ് പറഞ്ഞുള്ളത്. അധ്യാത്മ രാമായണത്തിൽ എഴുതിയുള്ളത് അഗ്നിദേവൻ പായസം കൊണ്ടുവന്നു എന്നാ.
വാൽമീകി രാമായണത്തിൽ എഴുതിയത് ഒരു ഭൂതതുല്യനായിട്ടുള്ള ഒരാള് പായസം കൊണ്ടുവന്നു. അധ്യാത്മരാമായണത്തിലെ വേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൗസല്യക്ക് കൊടുത്തു, കൈകേയിക്ക് കൊടുത്തു. ആർക്ക് കൊടുത്തില്ല? സുമിത്രയ്ക്ക് കൊടുത്തില്ല. പാവം തോന്നിയ കൗസല്യ തന്റെ പങ്കിൽ ഒരു ഭാഗം കൊടുത്തു, പാവം തോന്നിയ കൈകേയി ഒരു പങ്ക് കൊടുത്തു. അങ്ങനെ 2 കുട്ടികളുണ്ടായി. ഇതാണ് എഴുത്തച്ഛന്റെ വേർഷൻ. നിങ്ങൾ വാൽമീകി രാമായണം വായിച്ചാൽ മനസ്സിലാവും ഈ കൈകേയിയുടെ സ്വഭാവം എന്താണെന്ന് പണ്ടേ ദശരഥന് അറിയായിരുന്നു. ഏറ്റവും കുറച്ച് പായസം കഴിച്ചിട്ടുള്ള ആളാ കൈകേയി വാൽമീകി രാമായണം അനുസരിച്ച്. അറിയണം. പായസം കിട്ടിയ ഉടനെ തന്നെ പുത്രലാഭത്തിനായിട്ട് ഇത് കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ദശരഥൻ ആദ്യം പോകുന്നത് ആരുടെ അന്തപുരത്തിലേക്കാ? കൗസല്യയുടെ അന്തപുരത്തിലേക്കല്ലേ. ആ പായസം കൊടുത്തു കൗസല്യക്ക്. ആ ബാക്കി വന്ന പായസത്തിന്റെ പകുതി ആർക്ക് കൊടുത്തു? കൈകേയിക്കല്ല കൊടുത്തത്. ബാക്കി വന്ന പകുതി കൊടുത്തത് സുമിത്രയ്ക്ക. അതിൽ ബാക്കി വന്നതിന്റെ പകുതി ആർക്ക് കൊടുത്തു? കൈകേയിക്ക് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പകുതി വീണ്ടും ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു. കാരണം ഉള്ളതിൽ ഏറ്റവും നല്ല മെറ്റീരിയൽ ആരാന്നുള്ളത് ദശരഥന് അറിയാമായിരുന്നു. 8 ലിറ്റർ പായസം കിട്ടിയെന്ന് വിചാരിക്കുക. ഇപ്പൊ ഗുരുവായൂർ പോയിട്ട് നമ്മൾ പാൽപ്പായസം കഴിക്കില്ലേ? അങ്ങനെ വന്നാലേ മനസ്സിലാവുള്ളൂ. 8 ലിറ്റർ പായസം കിട്ടിയെന്നുണ്ടെങ്കിൽ 8 ലിറ്ററിന്റെ പകുതി 4 ലിറ്റർ ആർക്ക് കൊടുത്തു? കൗസല്യക്ക് കൊടുത്തു. ബാക്കി 4 ലിറ്റർ ബാക്കിയുണ്ട്. ആ 4 ലിറ്ററിൽ ബാക്കിയുള്ള 2 ലിറ്റർ ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു. ബാക്കി 2 ലിറ്റർ ബാക്കിയുണ്ട്. അതിൽ 1 ലിറ്റർ ആർക്ക് കൊടുത്തു? കൈകേയിക്ക് കൊടുത്തു. ബാക്കി 1 ലിറ്റർ വീണ്ടും ആർക്ക് കൊടുത്തു? സുമിത്രയ്ക്ക് കൊടുത്തു. ആരാ കൊടുത്തത്? ദശരഥനാ കൊടുത്തത്. നമ്മൾ പിന്നെ കൈകേയിയോടും ഒക്കെയുള്ള സ്നേഹം കൊണ്ട് വേറെ കഥകളിലൊക്കെ എന്ന് പറഞ്ഞുണ്ടാക്കണത് ഒരു പരുന്ത് വന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരാളുടെ തട്ടിക്കൊണ്ട് പോയി അപ്പൊ പാവം തോന്നിയിട്ട് ബാക്കിയുള്ളത് കൊടുത്തു എന്നാ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മൂലാടിസ്ഥാനത്തുള്ള ഗ്രന്ഥം വ്യാഖ്യാനിക്കണം. ദശരഥൻ അറിയായിരുന്നു സുമിത്ര എത്ര നല്ല മെറ്റീരിയൽ ആണെന്നുള്ളത്. പിന്നീടാണ് വേർഷൻ. ആ വേർഷനാണ് എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് രാമായണത്തെ സുമിത്രാവാക്യം പറയുന്നതിന് മുമ്പ്. വെച്ചാൽ ആദ്യത്തെ പങ്ക് കുടിക്കുന്ന സമയത്ത് സുമിത്ര പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? സാക്ഷാൽ ഭഗവാനാണ് കൗസല്യയുടെ ഗർഭത്തിൽ വരുന്നത്. ആ ഭഗവാന് ദാസനായിരിക്കാനുള്ള ഭാവത്തിൽ എനിക്കൊരു കുട്ടിയെ കിട്ടണേ എന്നുള്ള ഭാവത്തിൽ അത്ര ഒന്നാമത്തെ പങ്ക് കുടിച്ചത്. രണ്ടാമത്തെ പങ്കോ? ആ ഭഗവാന്റെ ഭക്തന് ദാസനായിരിക്കാൻ എനിക്കൊരു കുട്ടിയെ കിട്ടണേ എന്നുള്ള ഭാവത്തിലാട്ടെ രണ്ടാമത്തെ പങ്ക് കുടിച്ചത്. അതുകൊണ്ട് ആദ്യം ലക്ഷ്മണസ്വാമി ഉണ്ടായി. അദ്ദേഹം ഭഗവാന്റെ ദാസനായിരുന്നു. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു ഭരതൻ. ആ ഭരതന്റെ ദാസനായിരുന്നു പിന്നീട് ഉണ്ടായിട്ടുള്ള ശത്രുഘ്നൻ. ഈ ഭാവത്തിൽ അത്ര പായസം കഴിച്ചത്. ചാൽ ഞാൻ പറഞ്ഞു വന്നതിന്റെ സംക്ഷിപ്തം ചാൽ ഈ രാമോ വിഗ്രഹാൻ ധർമ്മ എന്ന് വിളിക്കുമ്പോൾ രാമൻ ഒറ്റയ്ക്ക് ധർമ്മ സംസ്ഥാപനം ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഉണ്ടാക്കാനായി ധർമ്മവിഗ്രഹമായിട്ടുള്ള രാമനോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള പായസമായിരുന്നു ആദ്യം കിട്ടിയത്. 2, ആ രാമന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ഭരതൻ, സാക്ഷാൽ സംഗമേശ്വരൻ, അദ്ദേഹത്തെ നമസ്കരിക്കുന്നു. മഴ പെയ്യാതിരിക്കാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ ഒരു ഏർപ്പാടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. ഒരു താമരമാല നേർന്നു കഴിഞ്ഞാൽ മഴ പെയ്യില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഇന്നിപ്പോ അവിടെ പെയ്യട്ടെ. ലേറ്റ് ആയി പോയി. നേരത്തെ പറയണായിരുന്നു. മഴ പെയ്തപ്പോ ഭഗവാനെ ഓർക്കുക, അത് ശരിയല്ല. അപ്പൊ ആ സംഗമേശ്വരനായിട്ടുള്ള ഭരതന്റെ എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായിരുന്നു ശത്രുഘ്നൻ. പട്ടാഭിഷേക സമയത്ത് കേകയം എന്ന് വിളിക്കപ്പെടുന്ന തന്റെ അമ്മ വീട്ടിലായിരുന്നു ഭരതനും ശത്രുഘ്നനും. രാമനും ലക്ഷ്മണനും ആയിരുന്നു അയോധ്യയിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ഇടയിലുള്ള ബ്രിഡ്ജായിരുന്നു സുമിത്ര. ദശരഥനും കൗസല്യക്കും ഇടയിലുള്ള, അല്ലെങ്കിൽ ദശരഥനും കൈകേയിക്കും ഇടയിലുള്ള ബ്രിഡ്ജ്, അല്ലെങ്കിൽ രാമനും ലക്ഷ്മണനും ഇടയിലുള്ള, അല്ലെങ്കിൽ ഭരതനും ശത്രുഘ്നനും ഇടയിലുള്ള ബ്രിഡ്ജായിരുന്നു സുമിത്ര. സുമിത്ര എപ്പോഴും ബാലൻസ്ഡ് ആയിരുന്നു. ഒരു മകൻ രാമന്റെ കൂടെ കാട്ടിൽ പോയപ്പോ മറ്റേ മകൻ രാജ്യം നോക്കാൻ ഭരതന്റെ കൂടെ ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു സന്തുലിതാവസ്ഥയുടെ ക്യാരക്ടറായിട്ട് നമുക്ക് സുമിത്ര നോക്കിക്കാണാൻ പറ്റും രാമായണത്തിൽ. എനിക്ക് രാമായണം പഠിച്ചപ്പോൾ തോന്നിയത് രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 2 ഉപദേശങ്ങൾ, അത് 2 മിത്രകളുടെയാണ്. ഒന്ന് വിശ്വാമിത്രന്റെ ഉപദേശം, ഒന്ന് സുമിത്രയുടെ ഉപദേശം.
നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ സുമിത്രാവാക്യം അല്ലെങ്കിൽ സുമിത്രോപദേശം അല്ലെങ്കിൽ ലക്ഷ്മണോപദേശം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഈ വാക്ക് കേവലം ലക്ഷ്മണനെ മാത്രം ഉപദേശിച്ചിട്ടുള്ള ഒരു സാധാരണക്കാരിയായിട്ടുള്ള അമ്മയല്ല സുമിത്ര എന്ന് മനസ്സിലാക്കിയിട്ട് സുമിത്രാവാക്യത്തിലേക്ക് പോവുക. അതിഗംഭീരായിട്ട് കാട്ടില് പോയി കിടക്കണ തന്റെ മകനെ ആലോചിച്ച് കരയുന്ന കൗസല്യയെ സാന്ത്വനിപ്പിക്കുന്ന സുമിത്രയെ നിങ്ങൾക്ക് വാൽമീകി രാമായണത്തിൽ കാണാം. സൂര്യനെ പോലെ ശോഭിക്കുന്ന നിന്റെ രാമന്റെ ദേഹത്തേക്ക് സൂര്യൻ പോലും വേണ്ടത്ര ചൂട് ഏൽപ്പിക്കില്ല കുട്ടി എന്ന് പറയുന്ന സുമിത്ര ഉണ്ട് വാൽമീകി രാമായണത്തിൽ. ഇത്ര മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റ്. നിന്റെ രാമനാണ് യഥാർത്ഥത്തിലുള്ള സൂര്യൻ. ആ സൂര്യന് മുമ്പിൽ മുകളിലുള്ള സൂര്യന് ചൂടുണ്ടാവില്ല എന്ന് പറഞ്ഞത്. ദശരഥന്റെ മരണശേഷം വാൽമീകി രാമായണം വായിച്ചിട്ടുള്ള ആൾക്കറിയാം, കേകയത്തു നിന്നുള്ള മക്കൾ വന്നാലേ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഭരതനും ശത്രുഘ്നും വരണം. വസിഷ്ഠ മഹർഷി പറയണത് എണ്ണയിലിട്ട് വെക്കാനാ. ദശരഥന്റെ ബോഡി എണ്ണയിൽ മുക്കി വെക്കും. ഭരതൻ വന്ന സമയത്ത് തന്റെ അച്ഛൻ മരിച്ചു എന്നുള്ള വാക്ക് പറയുന്നതിന് മുമ്പ് കൈകേയി പറഞ്ഞത് രാജ്യം നിനക്ക് കിട്ടിയെന്ന. പോട്ടെ, അങ്ങനെയുള്ള ആ കൈകേയി ദശരഥന്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കാൻ പോകുന്ന സമയത്ത് കൈകേയിക്കും ഉപദേശം കൊടുക്കുന്ന സുമിത്ര ഉണ്ട്. നമ്മുടെ മുമ്പിലുള്ള സുമിത്ര രാമൻ അച്ഛനായി കാണുമെന്ന് പറഞ്ഞ സുമിത്ര മാത്രമല്ല, ഇങ്ങനെ വേണ്ട സമയത്തൊക്കെ ധർമ്മോപദേശം ചെയ്യുന്ന സുമിത്രയെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രാമായണം കഥയല്ലാന്ന്. കാരണം ഇതിനകത്ത് എന്തുണ്ട്? ധർമ്മ ഉപദേശം ഉണ്ട്. ധർമ്മോപദേശം ഉള്ളത് കൊണ്ടാണ് ഇത് കഥയല്ലാത്തത്, ഇത് കാവ്യമായതും ഇത് വേദതത്വം ഉള്ളതായിട്ട് മാറിയത്. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം നമ്മൾ എല്ലാവരും പറഞ്ഞു. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിധി ഗച്ഛതാദേവസുഖം. ഇതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് വ്യാഖ്യാനിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഏതാ? ഒരു വരി. ഇത് ശ്ലോകമല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട വരി ഏതാ? വരരുചി പറയുന്നത് രാമം ദശരഥം വിദ്യയാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് ഏതെങ്കിലും ഉണ്ടോ? ഒരു വരിക്കുണ്ട് എന്ന് പറഞ്ഞു. അതേതാ? മാം വിദ്ധി ജനകാത്മജാം എന്നുള്ള വരിക്ക് മുകളിൽ ഒരു വരിയില്ലെന്നാണ് വെച്ചാൽ സീതയെ ഞാനായിട്ട് കണ്ടോളൂ എന്ന് പറയണതിന്റെ മുകളിൽ ഒരു വരിയില്ല എന്ന് പറഞ്ഞു. ഒരു അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റണ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് ഇതാണ്. എഴുത്തച്ഛൻ പറയുന്ന ഭാവം ഉണ്ടല്ലോ, യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ. സീതയിൽ മാത്രം എന്നെ കാണാനല്ല സുമിത്ര പഠിച്ചത്, കാണുന്ന സ്ത്രീകളിലൊക്കെ എന്നെ കാണാനാ. എനിക്ക് പലപ്പോഴും രാമായണം വായിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്, ഈവൻ ശൂർപ്പണകയിൽ പോലും ലക്ഷ്മണസ്വാമി ആരെ കണ്ടിട്ടുണ്ട്? അമ്മയെ കണ്ടിട്ടുണ്ട്. അമ്മയെ കണ്ട എന്താ പ്രശ്നം? അമ്മയിൽ ചേച്ചിയെ കാണും, ഏടത്തമ്മയെ കാണും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറഞ്ഞാൽ മാം വിദ്ധി ജനകാത്മജാം. ജനകന്റെ മകളെ നീ ഞാനായിട്ട് അമ്മയായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞ സുമിത്രയുടെ ആ വാക്കുകളെയാണ് രാമായണത്തിൽ നമ്മൾ ഏറ്റവും ഉറക്കെ ഉദ്ഘോഷിക്കുന്നത്. ഇതിൽ പലപ്പോഴും ഇങ്ങനെ ഈ സൗമിത്രയെ സൗമിത്രയെ എന്ന് വിളിക്കുന്ന സമയത്ത് ഭഗവാന്റെ അനിയനായിട്ടുള്ള ലക്ഷ്മണനെ ഭഗവാൻ കണ്ടിരുന്നത് ദശരഥന്റെ സ്ഥാനത്തായിരുന്നു. സീതാദേവിയോട് ഹനുമാൻ സ്വാമി ഈ ശുംശുമാ വൃക്ഷച്ചോട്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മണനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ദേവി. എന്റെ ഭർത്താവായിട്ടുള്ള രാമന്റെ കൂടെ ഇപ്പോഴും ലക്ഷ്മണനുണ്ടോ? ഹനുമാൻ സ്വാമി പറയും ഉണ്ട്. അപ്പൊ സീതയ്ക്ക് ഉണ്ടാവുന്ന ഒരു സമാധാനം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ നേരെ റിവേഴ്സ് ഓർഡറാ. രാമൻ എങ്ങനെയാണ് ലക്ഷ്മണനെ കണ്ടിരുന്നുള്ളത് സീതയോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ രാമായണത്തില്. എന്റെ അച്ഛൻ മരിച്ച വിവരം ഭരതൻ വന്ന എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ കരുതിയത് എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയി എന്നാണ്. പക്ഷെ ലക്ഷ്മണന്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോ എനിക്ക് തോന്നുന്നു എന്റെ അച്ഛൻ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഇത്ര മനോഹരമായിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. വെച്ചാൽ രാമനെ ദശരഥനായിട്ട് കണ്ട ലക്ഷ്മണൻ ഒരു ഭാഗത്ത്, ലക്ഷ്മണനെ ദശരഥനായിട്ട് കണ്ട രാമൻ മറ്റൊരു ഭാഗത്ത്. സുമിത്രയ്ക്ക് ത്രികാലജ്ഞാനം ഉണ്ടോ എന്ന് തോന്നിപ്പോവും പലതും കേട്ട് കഴിഞ്ഞാൽ. ഇപ്പൊ ഈ കാർഗിൽ വാറൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ സിനിമ കണ്ടിട്ടുള്ള പരിചയം കേട്ടോ, ഒറിജിനൽ വാറൊന്നും ഞാൻ കണ്ടിട്ടില്ല. വാർന്ന് പറയണത് പട്ടാളക്കാർക്കൊക്കെ ഒരു സന്തോഷ. രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ വാർ മീറ്റിംഗ്സ് ഒക്കെ നടത്തുന്നതിന് മുമ്പ് ചീഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയത്രേ, നമ്മൾ ഇത്ര നാള് കാത്തിരുന്ന സമയം ഇതാ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ കരുതുന്നത് പോലെ സുമിത്ര ചിരിച്ചുകൊണ്ടിരിക്കുന്ന സുമിത്ര ആയിരുന്നില്ല. കൗസല്യയും ദശരഥനെയും പ്രദക്ഷിണം വെക്കുന്ന രാമനും സീതയും
വാൽമീകി രാമായണത്തിൽ പ്രദക്ഷിണം വെച്ച് രണ്ടുപേരുടെയും കാലിൽ വീണ് നമസ്കരിക്കുമ്പോ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു ദിനം രാത്രി പോലെ, ഒരു ദിവസവും ഒരു പകലും പോലെ ഈ 14 സംവത്സരം തീരും, ഞങ്ങൾ തിരിച്ചു വരും അച്ഛാ അമ്മയെന്ന്. അവിടെ നിന്നാണ് പോയത്. അപ്പോഴാണ് ലക്ഷ്മണസ്വാമിയോട് ഭഗവാൻ പറയുന്നത്, പോയി അമ്മയോട് പറഞ്ഞിട്ട് വരും, അമ്മയോട് ചോദിക്കാണ്ട് എന്റെ കൂടെ വരണ്ടാന്ന്. അമ്മയുടെ അടുത്തേക്ക് ഈ സുമിത്ര ഇരിക്കുന്ന അന്തഃപുരത്തിലേക്ക് ലക്ഷ്മണൻ പോയപ്പോ ഈ ഡയലോഗ് പറഞ്ഞ സുമിത്രയാണെങ്കിൽ എങ്ങനെ ഇരിക്കേണ്ടത്? ബോൾഡ് വേർഷൻ ഓഫ് സുമിത്രയാണ് അവിടെ ഉണ്ടാവേണ്ടത്. പക്ഷെ വാൽമീകി രാമായണത്തിൽ നിങ്ങൾ കാണുന്നത് പൊട്ടിക്കരയുന്ന സുമിത്രയാണ്. പൊട്ടിക്കരയുന്ന സുമിത്രയാണ് കണ്ണു തുറച്ചിട്ട് ഈ ഡയലോഗ് പറഞ്ഞത്, രാമം ദശരഥം വിദ്യയും. കരയുന്ന സുമിത്ര എന്ന് തന്നെയാണ് വാൽമീകി മഹർഷി എഴുതിയുള്ളത്. അല്ലാണ്ട് മകനെ നിന്നെ കാട്ടിക്ക് വിടാൻ ഞാൻ ഇതാ തയ്യാറായി നിൽക്കുന്നു, ആ ഭാവത്തിലല്ല. കരയുന്ന സുമിത്രയാണ്. സുമിത്ര പറയുന്ന ആദ്യത്തെ വാക്ക് വാൽമീകി രാമായണത്തില് അതാണ് ഞാൻ പറഞ്ഞത്, സുമിത്രയ്ക്ക് ഒരു ത്രികാലജ്ഞാനം ഉണ്ടോന്ന്. 25 കൊല്ലമായിട്ട് ഞാൻ കാത്തിരുന്ന ദിവസം ദാ വന്നിരിക്കണമെന്നാണ്. എന്റെ ഒരു 25 കൊല്ലത്തെ കാത്തിരിപ്പായിരുന്നു ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഏത്? ഏട്ടന്റെ കൂടെ പോവാൻ. അതല്ല, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുട്ടികളുണ്ടാവുക എന്നുള്ള താല്പര്യം. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ ആര് രക്ഷിക്കുന്നോ അവരെ ധർമ്മം രക്ഷിക്കും. രാമന്റെ കൂടെ പോവുക ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മ സംരക്ഷണമായിട്ട് കണക്കാക്കുക. അപ്പൊ കുട്ടി പോയി എന്നുള്ളത് സുമിത്ര കാണുന്നത് എങ്ങനെയാണ്? രാമന്റെ കൂടെ പോയി എന്ന് മാത്രം എടുക്കരുത്, അത് കേവലാർത്ഥം. ധർമ്മ സംരക്ഷണത്തിനായിട്ട് എന്റെ കുട്ടി ഇതാ പോണു. അപ്പോഴാണ് സുമിത്രയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് എന്റെ കുട്ടി നീ പോയി വരൂ എന്നാ പറഞ്ഞത്. അങ്ങനെ പറയുന്ന സുമിത്ര പറയാണ്, നീ ജനിച്ചത് തന്നെ കാട്ടുപോവാനാണ്. ഞാൻ പറയണതല്ലേ വാൽമീകി രാമായണത്തൊക്കെ. ഉണ്ണി, നിന്റെ ജനനം ഉണ്ടായിട്ടുള്ളത് തന്നെ കാനനത്തിലേക്ക് പോവാനാണ്. 25 കൊല്ലം ഞാൻ കാത്തിരുന്നത് ഇതിനായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇനി തുടർന്ന് ഞാൻ പറയണത് കേൾക്കൂന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഉപദേശമാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണനുള്ള ഉപദേശം, സുമിത്രാവാക്യം. അത് കേവലം ഒറ്റ ശ്ലോകമല്ല. നമ്മളെ കണക്കില് ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സുമിത്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമം ദശരഥം വിദ്യ തൊട്ടിട്ട് ഗച്ഛതാധയോദയ സുഖം വരെയുള്ള വാക്കുകളാണ്. അതല്ല, ഇറ്റ്സ് എ കോണ്ടെക്സ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ്. ഒരു ഫുൾ സെഷൻ പറയുന്നുണ്ട് സുമിത്ര. അവിടെ കുലധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരേട്ടനെ നോക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാജധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു സ്ത്രീയോട് എങ്ങനെയാ പെരുമാറുന്നത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർന്നാണ് സുമിത്രാവാക്യം. അല്ലാണ്ട് ഒറ്റ ഡയലോഗിൽ പോയി വന്നോളൂ എന്നുള്ളതല്ല. സുമിത്രാവാക്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് പല ആൾക്കാരും പറയുന്ന ഒരു വാചകം, രാമേ പ്രമാദം ആകർഷി എന്നുള്ള ഒരു വാക്കുണ്ടായില്ല. രാമേ പ്രമാദം ആകർഷി. രാമന് പ്രമാദം ഉണ്ടാവണം, രാമന് വീഴ്ച ഉണ്ടാവുന്ന തരത്തിൽ ഒരു കാര്യം നീ ചെയ്യരുതെന്ന. അതാണ് ആദ്യത്തെ ഉപദേശം. രാമന്റെ സൽപ്പേരിന് ദോഷം വരുന്ന, രാമന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ രാമന് വേണ്ടപ്പെട്ടവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്റെ കുട്ടി ചെയ്യരുത്. ഇതിൽ ഏറ്റവും വലിയ കൺസേൺ എന്താ? പ്രമാദം വരാൻ പാടില്ല. വള്ളിയൂർ തിരുമേനി അതിനെ വ്യാഖ്യാനിക്കുന്നത്, നിന്റെ മനസ്സിൽ പ്രമാദം വരാൻ പാടില്ല, നിന്റെ മനസ്സിൽ പാപചിന്ത ഉണ്ടാവാൻ പാടില്ല. കാരണം ഏട്ടൻ പോണത് ഭാര്യയുടെ കൂടെയും നിന്റെ ഭാര്യ ഇവിടെ അന്തഃപുരത്തിലുമാണ്. ഏട്ടത്തെ അമ്മയെ കാണുമ്പോ എന്തൊക്കെ ദുർവിചാരം നിന്റെ മനസ്സിൽ ഉണ്ടാവുമോ ആ ദുർവിചാരങ്ങളെ നിയന്ത്രിക്കാൻ നിനക്ക് ശേഷി ഉണ്ടാവണം എന്നാണ് ആദ്യം പറഞ്ഞു കൊടുത്തത്. ഇതാ, രാമന് പ്രമാദമായിരിക്കുന്ന ഒന്നും ഉണ്ടാവരുത്, രാമന് ദോഷമായിട്ടുണ്ടാവരുത്. അത് രാമന് വേണ്ടപ്പെട്ടവർക്കും. രാമന് വേണ്ടപ്പെട്ട ഒരാളെ കാട്ടിട്ടുള്ളൂ, അത് സീതയാണ്. ആ സീതയോടും ഒരു തരത്തിലുള്ള വീഴ്ച നിന്റെ ഭാഗത്തുണ്ടാവരുത്. ഇതാണ് ആദ്യത്തെ വാക്യം. 1940 ശ്രീനിവാസ ശാസ്ത്രി എന്ന് പറയുന്ന മഹാത്മാവ് അദ്ദേഹത്തിന്റെ ലെക്ചേഴ്സ് ഓൺ രാമായണ എന്ന് പറഞ്ഞിട്ട് മദ്രാസ് യൂണിവേഴ്സിറ്റി നടത്തിയൊരു സ്പീച്ച് ഉണ്ട്. അതിൽ ഈ മാം എന്നുള്ള ഈ ഒറ്റ ശബ്ദം ഉണ്ടല്ലോ, ഈ രാമേ പ്രമാദം ആകർഷി, ഈ ഒറ്റ വാക്ക് മാത്രം അദ്ദേഹം ഒരു ദിവസം മുഴുവൻ പ്രഭാഷണം ചെയ്തു പറയും. ഈ ഒറ്റ ഭാഗം, രാമന് പ്രമാദമായിട്ടൊന്നും ഉണ്ടാവരുത് ലക്ഷ്മണന്റെ ഭാഗത്ത് എന്നുള്ളത് മുഴുവൻ അദ്ദേഹം ഒരു ദിവസം 3 മണിക്കൂർ ഇരുന്ന് പ്രഭാഷണം നടത്തിയിട്ടും ഈ ഒരു വാക്ക് പറഞ്ഞു തീർന്നില്ല എന്നാ. അപ്പൊ എത്ര വലിയൊരു വാക്കാലോചിച്ചു, എങ്ങനെയൊക്കെ അതിനെ വ്യാഖ്യാനിക്കാം. രാമന് ദോഷം ഉണ്ടാവണതൊന്നും എന്റെ കുട്ടി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടാണ് സുമിത്രാവാക്യം തുടങ്ങുന്നത്. അവിടം തൊട്ട് തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ അനഘ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ. നീ അനഘനാണ്, അല്ലെങ്കിൽ അനഘ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താ? കുട്ടികൾക്ക് പേരിടാറില്ലേ? അനഘ.
അനഘ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം വാൽമീകി രാമായണത്തിൽ കോട്ട് ചെയ്തിട്ടുള്ളത് ഒരു ദോഷവും ഇല്ലാത്തവനാണ്. നെഗ്ലിജൻസ് ഒന്നും ചൂണ്ടിക്കാണിക്കാൻ ഇല്ലാത്തവൻ, അവനാണ് അനഘൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സുമിത്ര മകനോട് സംസാരിക്കുമ്പോൾ ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് ചേർക്കും. കാരണം നീ ദോഷമില്ലാത്തവനാണ്, നിന്റെ മനസ്സിലൊരു ദോഷം ഉണ്ടാവാൻ പാടില്ല ഭാവിയിൽ. നീ സൂര്യവംശത്തിന്റെ അഭിമാനം കാക്കണം. നീ വെറും ഒരു രാജകുമാരൻ മാത്രമല്ല, രാമന്റെ പുറകിൽ പോണ ആള് മാത്രമല്ല, നിന്റെ സിരകളിൽ ഓടുന്ന രക്തം സൂര്യവംശത്തിന്റെ രക്തമാണെന്നാണ്. ആ സൂര്യവംശത്തിന് നിരവധിയായിട്ടുള്ള മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. ഭഗീരഥൻ തൊട്ട് മന്ദാതാവ് മഹർഷി, ഇങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വംശമാണ് സൂര്യവംശം. അതുകൊണ്ട് നീ കാട്ടിൽ പോയിട്ട് ഒന്നും ഞങ്ങൾ അറിയുന്നില്ല എന്ന് കരുതിയിട്ട് തോന്നിയ പോലെ നടക്കരുത്. നീ നിന്റെ ഈ ധർമ്മത്തിന്റെ, ഈ കുലത്തിന്റെ മാനം നീ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ് ഈ രാമം ദശരഥം വിദ്ധി. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, സുമിത്രാവാക്യത്തിൽ പറയുമ്പോൾ ഏത് PhD യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്താലും, ഏത് ഡോക്ടറേറ്റ് കിട്ടിയാലും, എത്രയൊക്കെ കൗൺസിലിംഗ്സ് അറ്റൻഡ് ചെയ്താലും, ഏത് യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് നമ്മൾ പഠിച്ചാലും ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് എപ്പോഴും അമ്മ തന്നെയാണ്. അമ്മയെ കഴിഞ്ഞേ ഉള്ളൂ ഗുരുസ്ഥാനത്ത് മറ്റാരും. ആദ്യത്തെ ഗുരു ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമ്മയാണ്, അല്ലെങ്കിൽ അവളുടെ അമ്മയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഹസ്രനാമം പോലും ഓം ശ്രീമാതേ നമാന്ന് കൊണ്ട് തുടങ്ങുന്ന അമ്മയെ ഗുരുസ്ഥാനത്ത് കണ്ടിട്ടേ ബാക്കി എന്തും ചെയ്യാൻ സാധിക്കുള്ളൂ. ആ അമ്മയുടെ ഗുരുഭക്തി, അത് ഒരു മാതൃഭക്തി എന്നുള്ള ഭാവത്തിലും കാണാം, ഗുരുഭക്തി എന്നുള്ള ഭാവത്തിലും കാണാം. ഇത് രണ്ടും ലക്ഷ്മണനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നീടുള്ള കാലം ആ അമ്മ പറഞ്ഞ വാക്കുകളെ ശിരസാ അനുസരിച്ചത്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ലക്ഷ്മണസ്വാമി സീതാപരിത്യാഗ സമയത്ത് ദേവിയെ ഉപേക്ഷിക്കുമ്പോ എന്തുകൊണ്ട് ഈ പറഞ്ഞ വാക്ക് ഓർത്തില്ല എന്ന്. ഏത് മാം വിദ്ധി ജനകാത്മജ, അമ്മ പറഞ്ഞത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ സീതയെ എങ്ങനെ ഉപേക്ഷിക്കാൻ ലക്ഷ്മണന് സാധിക്കും? കാരണം സീതയിൽ ലക്ഷ്മണൻ കാണേണ്ടത് ആരെയാണ്? തന്റെ അമ്മയാണ്. സ്വന്തം അമ്മ എങ്ങനെ ഉപേക്ഷിക്കാം? പക്ഷെ അവിടെ ലക്ഷ്മണന്റെ ന്യായം ആദ്യത്തെ വാചകമാണ്. ഏത്? രാമം ദശരഥം വിദ്ധി എന്നുള്ളതാണ്. ഏട്ടൻ പറയണത്, രാജാവ് പറയണത് കേൾക്കുക എന്നുള്ളതാണ്, അച്ഛൻ പറഞ്ഞത് കേൾക്കുക. അവിടെ അമ്മയ്ക്ക് സെക്കൻഡ് ഗ്രേഡ് കൊടുക്കുന്നത് ലക്ഷ്മണൻ. വാൽമീകി രാമായണം വായിച്ചാൽ മനോഹരമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് കാണാം. ഗംഗാ ഭഗവതി തന്റെ തീരത്തുള്ള തീരങ്ങൾ ഉയർത്തി അടിച്ചുത്രേ. ആ സമയത്ത് ലക്ഷ്മണൻ അത് നോക്കിയപ്പോ തോന്നിയത്രേ, ദേവി തന്റെ രണ്ട് കൈ കൊണ്ടും ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്നതാണ്. വാൽമീകി രാമായണത്തിലുള്ള കൽപ്പനയാണ്. സീത ഉപേക്ഷിക്കരുതെന്ന് ഗംഗ തന്റെ വലിയ തീരങ്ങളാകുന്ന കൈകൾ ഉയർത്തിക്കൊണ്ട് വീശി കാണിച്ചു. അത്ര മനോഹരമായുള്ള കോൺസെപ്റ്റാണ്. അങ്ങനെയുള്ള ഒരു സുമിത്ര, ആ സുമിത്ര കൊടുത്ത ഉപദേശങ്ങളെ ഏതാണ്ട് 10 തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വരരുചി. എല്ലാമൊന്നും പറയാൻ സമയമില്ല, എങ്കിലും ചില വിശേഷമായിട്ടുള്ള ഭാവങ്ങൾ പറയാം. ഇപ്പൊ ഈ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാധയതേ സുഖം എന്ന് വെച്ചാൽ, രാമൻ ദശരഥനാണ്, അച്ഛനാണ്, സീത അമ്മയാണ്, ഞാൻ തന്നെയാണ്, അടവി അയോധ്യയാണ്, എന്റെ പ്രിയപ്പെട്ട മകനെ നീ പോയി വരൂ എന്നുള്ളതാണ് അതിന്റെ സാമാന്യ അർത്ഥം. പക്ഷെ രണ്ടാമത്തെ വേർഷനിലേക്ക് വരുമ്പോ അവിടെ ഈ ദശരഥം എന്നുള്ള ശബ്ദത്തിന്, ദശം എന്നുള്ള പദത്തിന് പക്ഷി അല്ലെങ്കിൽ ഗരുഡൻ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഗരുഡനെ രാധാക്കി വെച്ചിരിക്കുന്നവൻ അതാരാണ്? സാക്ഷാൽ നാരായണൻ. ഇപ്പൊ രാമം ദശരഥം വിദ്ധി എന്ന് പറഞ്ഞാൽ അവിടെ സുമിത്ര ഉദ്ദേശിച്ചത് രാമൻ ആരാണ്? നാരായണനാണ് എന്നുള്ള ഭാവത്തിലാണ്. മാം വിദ്ധി ജനകാത്മജ, മാ എന്നുള്ള അക്ഷരം കൊണ്ട് കോട്ട് ചെയ്യുക എപ്പോഴും മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് മാ വിദ്ധി ജനകാത്മജ എന്ന് പറയുമ്പോൾ ജനകാത്മജ ആരാണ്? മഹാലക്ഷ്മിയാണ്. അയോധ്യ അടവിം വിദ്ധി, അടവി എന്നാണ് പറഞ്ഞത്. അയോധ്യക്കുള്ള പര്യായങ്ങളിൽ ഒന്ന്, കാടിനെ അയോധ്യ ആയിട്ട് കണ്ടോളൂ. അയോധ്യയുടെ ഈ പറയുന്ന പര്യായങ്ങളിൽ ഒന്നാണ് അപരാജിത എന്നൊരു വാക്കുണ്ട്. അയോധ്യയുടെ പേര് മറ്റൊരു പേരാണ്. അപരാജിത എന്നുള്ള പര്യായം ഒരു സ്ഥലത്തിനും കൂടി ഉണ്ട്. ആ സ്ഥലത്തിന്റെ പേര് വൈകുണ്ഠം എന്നാണ്, വിഷ്ണുലോകം. പറഞ്ഞതിന്റെ സാമാന്യർത്ഥം, രാമൻ നാരായണനാണ്, സീത മഹാലക്ഷ്മിയാണ്, നീ പോകുന്ന കാട് വൈകുണ്ഠാണ്, കുട്ടി നീ പോണത് കാട്ടിക്കല്ല, നീ വൈകുണ്ഠത്തേക്കാ പോണ്, ഹാപ്പി ആയിട്ട് പോയിട്ട് വന്ന. അങ്ങനെ ഒരു ഭാഗത്ത് വ്യാഖ്യാനിച്ചു. രണ്ടാമത്ത് 2 തരത്തിലുള്ള ഗുരുക്കന്മാരെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. ഒന്ന് നിരുപാധിക ഗുരുവും ഒന്ന് സ്വാഭാവിക ഗുരുവും. നമുക്കൊക്കെ ഓരോ ഗുരുനാഥന്മാരുണ്ടാവും. ഇപ്പൊ സാധന ചെയ്യുന്ന ആൾക്കാർ
അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ, ഡാൻസ് പഠിക്കുന്ന ആൾക്കാർ, ചെണ്ട പഠിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഓരോ ഗുരുനാഥന്മാരുണ്ട്. അവർ സ്വാഭാവിക ഗുരുവാണ്. ചില ആൾക്കാർ മനസ്സിൽ മറ്റു ചില ആൾക്കാരെ ഗുരുനാഥന്മാരായിട്ട് കാണും. ഇപ്പൊ ഗുരുവായൂരപ്പനെ കാണും, മഹാദേവനെ കാണും, മാതാമൃതാനന്ദമയെ കാണും, സത്യസായി ബാബയെ കാണും. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ട് അവർ മനസ്സിൽ ഗുരുനാഥനായിട്ട് കാണും. അതാണ് നിരുപാധിക ഗുരു. അതിനാണ് വലിപ്പം കൂടുതൽ മറ്റേ ഗുരുവിനേക്കാൾ. നാരായണ. ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം, രാമം ദശരഥം വിധി എന്നുള്ളതിൽ ദശരഥൻ എന്ന് വിളിക്കപ്പെടുന്നത് സാധാരണ രീതിയിൽ നിരുപാധിക ഗുരുവല്ല, സ്വാഭാവിക ഗുരുവാ. അതായത് ലക്ഷ്മണ, നിന്റെ സ്വാഭാവിക ഗുരുവാണ് ദശരഥൻ, നിന്റെ നിരുപാധിക ഗുരു ആരാണ്? രാമനാണ്. കാരണം രാമം ദശരഥം വിധി എന്നാ പറഞ്ഞത്. മാം വിദ്യ ജനകാത്മജാം, ഞാൻ നിന്റെ സ്വാഭാവിക ഗുരുവാണ്, നിന്റെ നിരുപാധിക ഗുരു സീതയാണ്. അയോധ്യ നിന്റെ യഥാർത്ഥത്തിലുള്ള ഗുരു രാജ്യമാണ്, കാട് നിന്റെ താൽക്കാലികമായിട്ടുള്ള രോഗമാണ്. ഇതിൽ ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ നീ തന്നെ നിന്റെ ഇഷ്ടത്തിന് ചെയ്തെന്ന് പറഞ്ഞു. കുറച്ചുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ, രാമം ദശരഥം വിധി എന്നുള്ള ഭാവത്തിൽ സുമിത്ര ഉദ്ദേശിച്ചത് രാമൻ പരമപുരുഷനാണ് എന്നുള്ളതാണ്. മാം വിദ്യ ജനകാത്മജാം എന്നുള്ള ഭാഗം കൊണ്ട് ഉദ്ദേശിച്ചത് സീത പ്രകൃതിയാണ് എന്നുള്ളതാണ്. അയോധ്യാം അടവ്യം വിധി എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചത് ഈ അയോധ്യ ആകുന്ന കാട് എന്ന് വിളിച്ചത് പ്രപഞ്ചത്തെ തന്നെയാണ്, യൂണിവേഴ്സിനെ തന്നെയാണ്. അതിനെ നീ അറിയാൻ ശ്രമിക്കൂ അതാണ് പറഞ്ഞത്. ഈ പ്രകൃതിയിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ പ്രകൃതിയെയും ആ പ്രകൃതിക്ക് കാരണമായിട്ടുള്ള പുരുഷനെയും നീ അറിയൂ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരർത്ഥം. രസകരമായിട്ടുള്ള മറ്റൊരർത്ഥം, ഇവിടെയാണ് സുമിത്രയെ കുറിച്ചുള്ള ടെംപ്ലേറ്റുകളൊക്കെ മാറിപ്പോകുന്നത്. രാമൻ എന്നുള്ള പദത്തിന്, അല്ലെങ്കിൽ രാമന്റെ ആ ഒരു കോണ്ടെക്സ്റ്റിന് ശക്തിയില്ലാത്തവൻ എന്നർത്ഥമുണ്ട്. രാമം ദശരഥം വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ദശരഥൻ ആരാണ്? ശക്തിയില്ലാത്തവനാണ്. മാം വിദ്യ ജനകാത്മജാം, ജനകാത്മജ ആരാന്ന് വെച്ച് കഴിഞ്ഞാല് പെണ്ണ് പറഞ്ഞാൽ കേൾക്കുന്ന അവൻ എന്നൊരു ഭാവം ഉണ്ട് അതിന്. വെച്ചാൽ ഇനിയുള്ള കാലത്ത് കൈകേയി പറയുന്നത് കേൾക്കാൻ പോകുന്ന ഈ ദശരഥന്റെ കൂടെയാണ് കുട്ടിയെ ഞാൻ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത്. അയോധ്യാം അടവ്യം വിധി, നിന്റെ അവസ്ഥയിൽ തന്നെ എന്റെയും കുറച്ചാലും കഴിഞ്ഞ് ഞാനും ഇങ്ങോട്ട് വരും. അതുകൊണ്ട് നല്ലോണം ആലോചിച്ചിട്ട് എന്റെ കുട്ടി പോയാ മതി എന്നാണ് അതിന്റെ മറ്റൊരു വ്യാഖ്യാനം. മറ്റൊരു ഭാഗത്ത് ലക്ഷ്മണന് വാണിംഗ് കൊടുക്കുന്നതായിട്ട് വ്യാഖ്യാനിക്കുന്നു. നോക്കൂ, ഇവിടെ ഈ മാംവിത്തി ജനകാത്മജ എന്നുള്ളതിൽ ഞാൻ സീതയെ പോലെയാണെന്നുണ്ടോ താല്പര്യം? എന്നെ സീതയായിട്ട് കണ്ടോളൂ. സീത പറഞ്ഞാൽ ആര് കേൾക്കും? രാമൻ കേൾക്കും. നാളെ ഇതേ സീത നിന്നോടും നിന്റെ ഏട്ടനോടും പറയും പോയി മാനിനെ പിടിച്ചോണ്ടിരാൻ. ആ പിടിച്ചോണ്ടിരാൻ പോകുന്ന സമയത്ത് നിന്നെ സീത പലതും പറയും, നീയും കാട്ടിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ഒരു പ്രൊഡിക്ഷനാണ്. അതാ ഞാൻ പറഞ്ഞത്, സുമിത്രയ്ക്ക് പലപ്പോഴും ഭാവി മുൻകൂട്ടി കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും വാൽമീകി രാമായണം വായിച്ചാലും. ഇങ്ങനെ ഒരുപാട് കോണ്ടെക്സ്റ്റിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രണ്ടൊരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് രാമം ദശരഥം വിദ്ധി എന്ന് വെച്ചാൽ ഫ്യൂച്ചറിലേക്കുള്ള സുമിത്രയുടെ ഒരു കാഴ്ചപ്പാടാണ്. രാമം ദശരഥം വിദ്ധി, ദശരഥം രാമന് കിട്ടുന്നതാണ്. എന്താ ദശരഥം? 8 ദിക്കിലേക്കും മുകളിലേക്കും താഴേക്കും ഒരുപോലെ പോകാൻ പറ്റുന്ന രഥം. അതിന്റെ പേരെന്താ? പുഷ്പകം എന്നാ. ഇപ്പൊ രാമന് ഭാവിയിൽ എന്ത് കിട്ടും? പുഷ്പകം കിട്ടും. യുദ്ധം കഴിഞ്ഞിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ് പറയുന്നത്. മാംവിത്തി ജനകാത്മജാം, ഈ സീത മഹാലക്ഷ്മിയെ പോലെ ആ പുഷ്പകത്തിനകത്ത് ശോഭിക്കും. അയോധ്യാം അടവ്യം വിദ്ധി, നിങ്ങൾക്ക് കാട്ടിൽ എത്ര അധികാരം ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് അത് തിരിച്ചു വന്നാൽ നാട്ടിലും കിട്ടും. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഒരു ഹോപ്പ് കൊടുത്തു വിടില്ലേ, ഇതൊക്കെ ഓക്കെ ആവും, ധൈര്യമായിട്ട് വന്നോളൂ. ഇങ്ങനെ പോലെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സുമിത്രാവാക്യത്തിന്റെ ഒറ്റ വ്യാഖ്യാനം മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ 10ഓളം വ്യാഖ്യാനങ്ങൾ വരരുചി പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും അർത്ഥം വേറെയാ. ഏറ്റവും ബേസിക് ആയിട്ടുള്ള അർത്ഥം നമ്മൾ എടുത്തത്. കുറച്ചുകൂടെ ഹൈപ്പോത്തറ്റിക്കൽ ആയുള്ള അർത്ഥമാണ് രാമനാകുന്ന പുരുഷനെ, സീതയാകുന്ന പ്രകൃതിയെ ഈ അയോധ്യയാകുന്ന പ്രപഞ്ചത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കൂ. അതാണ് രാമായണത്തിൽ സംഭവിക്കുന്നത്, ആ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള അർത്ഥം. അങ്ങനെയുള്ള സുമിത്രാതനയനായിട്ടുള്ള ലക്ഷ്മണനോടാണ് രാമൻ പറയുന്നത്. വാൽമീകി രാമായണം നിങ്ങളെടുത്ത് വായിക്കണം. രാമനെ ഇപ്പൊ ചിലപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ രാമൻ പറഞ്ഞു എന്ന് തോന്നുന്നത് സീതയെ കൊണ്ടുവരാനായിട്ട് ഹനുമാൻ സ്വാമിയോട് പറയുന്ന ഭാവം യുദ്ധം കഴിഞ്ഞ് രാവണൻ വധിച്ചതിന് ശേഷം. നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? പോയി സീതയെ കൂട്ടിക്കൊണ്ടുവരും. ഞാൻ എന്തിനാണ് ഇത്രയും കാലം ഈ യുദ്ധമൊക്കെ ചെയ്തത്? വേഗം കൊണ്ടുവരൂ, എന്റെ ഭാര്യ ഞാനൊന്ന് കാണട്ടെ എന്നല്ലേ പറയേണ്ടത്? രാമൻ പറയുന്ന ആദ്യത്തെ വാചകം എന്താണ്? യുദ്ധം കഴിഞ്ഞതിന് ശേഷം, രാവണൻ വീണതിന് ശേഷം ഹനുമാനോട് പോയി വിഭീഷണനോട്
എന്താ പറയുക, റിക്വസ്റ്റ് ചെയ്യൂ ആ രാജ്യത്ത് പ്രവേശിക്കാൻ എന്നാണ്, അനുവാദം ചോദിക്കാൻ. കാരണം ഇപ്പൊ രാജ്യം ആരുടേതാണ്? ഇപ്പൊ വിഭീഷണന്റെ രാജ്യമാണ്. കാരണം ഭഗവാന്റെ അടുത്തേക്ക് വന്ന സമയത്ത് ഭഗവാൻ ഈ വിഭീഷണൻ എന്ന് പറയുന്ന മഹാത്മാവിനെ രാജ്യാധികാരം കൊടുത്ത് പട്ടാഭിഷേകം പണ്ടേ ചെയ്തിട്ടുണ്ട്. രാവണൻ വീഴുന്നത് വരെ ഉള്ളൂ ലങ്ക രാവണന്റെ. ഇപ്പൊ ആരുടെ? വിഭീഷണന്റെയാ. അല്ലെങ്കിൽ നമ്മുടെ സെൻസ് പറഞ്ഞാൽ മതി, ഈ വിഭീഷണൻ എങ്ങനെ വിഭീഷണനായെന്ന് എനിക്കറിയാം, നീ ധൈര്യമായിട്ട് വെക്കോന്ന്. അങ്ങനെ പറഞ്ഞിട്ടില്ല. വിഭീഷണന് നിൽക്കണ്ടായി കൊടുത്തതേ ഈ രാമനാ. അതുകൊണ്ട് അവനോട് ചോദിക്കാൻ പറയാന്ന് വേണ്ട, പോയി കൊണ്ടുവന്നു എന്റെ ഭാര്യ, അങ്ങനെയല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മാന്ന്. ധർമ്മം വിട്ട് ഒന്നും ചെയ്തിട്ടില്ല രാമൻ, ഏത് കോണ്ടെക്സ്റ്റും. നിങ്ങൾക്ക് ഏത് കോണ്ടെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരും ചെയ്യാം, എന്നെ കൊണ്ട് അറിയണ പോലെ. ഇതേ ലക്ഷ്മണൻ ഉണ്ടല്ലോ, ഈ സുമിത്രാവാക്യം കേട്ട ലക്ഷ്മണൻ, അച്ഛൻ ഭഗവാനോട് കാട്ടിൽ പോകാൻ പറയുന്ന സമയത്ത് ലക്ഷ്മണന്റെ അങ്കിടുള്ള ഉപദേശമുണ്ട് രാമനെ, വിശേഷമായിട്ടുള്ള ഉപദേശ. ഏട്ടാ, അങ്ങ് യുവരാജാവാണ്. ഒരു യുവരാജാവിന്റെ ധർമ്മം എന്താണ്? ഒരു രാജ്യത്തെ രാജാവ് സ്ത്രീജിതനായാൽ, ഒരു രാജ്യത്തെ രാജാവ് ഉന്മാദാവസ്ഥയിലായാൽ ആ രാജാവ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു ധർമ്മബോധവും ഇല്ല. അയാളെ ബന്ധിച്ച് രാജ്യത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് യുവരാജാവിന്റെ കടമ. അങ്ങ് രാമോ വിഗ്രഹവാൻ ധർമ്മയാണ്, അങ്ങ് ഇത് ചെയ്യുന്ന പറഞ്ഞു ലക്ഷ്മണൻ. ഭഗവാൻ അതിനേക്കാൾ അപ്പുറത്ത് ധർമ്മബോധമുള്ള ആളായിരുന്നു, അതാണ് പ്രശ്നം. മേൽപ്പത്തൂരിന്റെ ഒരു ശ്ലോകം ഉണ്ട്, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാം. നാരായണീയത്തിന്റെ 35-ാമത്തെ ദശകത്തിൽ 10-ാമത്തെ ശ്ലോകത്തില് ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനൊന്ന് കുത്തുന്നുണ്ട്, എന്തിനാണ് രാമാവതാരം എടുത്തതെന്ന് ചോദിച്ചിട്ട്. രാമൻ പറയുന്ന വാക്കുകളെന്ന് നോക്കൂ. ഞാൻ ഇപ്പോൾ യുവരാജാവായിട്ടില്ല, എന്റെ പട്ടാഭിഷേകം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ ആര് മാത്രമാണ്? ദശരഥന്റെ മകനായിട്ടുള്ള രാമൻ മാത്രമാണ്. എനിക്ക് നീ പറഞ്ഞത് ചെയ്യാനുള്ള യാതൊരു ധർമ്മബോധവും ഇല്ല. രാജാവായിട്ടാണെങ്കിൽ ഓക്കെ, എന്റെ പട്ടാഭിഷേകം നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ എന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ദശരഥന്റെ മകൻ എന്ത് ആചരിക്കുന്നുവോ അത് ആചരിക്കുക, ആ ധർമ്മം ഞാൻ അനുഷ്ഠിക്കുന്ന പറഞ്ഞു. ഇതേ കോണ്ടെക്സ്റ്റ് ആണ്. നോക്കൂ, ഇതിനു മുമ്പ് കുട്ടിയാവണ സമയത്ത് തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കാട്ടു പോണ സമയത്ത് താടക എന്ന് പറയുന്ന രാക്ഷസി ഭഗവാന്റെ മുമ്പിൽ വന്ന് വരുമ്പോ വിശ്വാമിത്രൻ കൊല്ലവളെ എന്ന് പറയുമ്പോ ഭഗവാൻ ചോദിക്കുന്നു, സ്ത്രീയെ കൊല്ലാൻ പാടുണ്ടോന്ന്? സ്ത്രീയെ കൊല്ലുന്ന അധർമ്മല്ലേ? എപ്പോഴും 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 ധർമ്മത്തെ മാത്രമേ ഭഗവാൻ മുറുകെ പിടിച്ചിട്ടുള്ളൂ. രാജാവായ രാമനായത് കൊണ്ടാണ് സീതയെ ഉപേക്ഷിച്ചത്, ആലോചിച്ചോളൂ. അല്ലാതെ ഭർത്താവായിട്ടുള്ള രാമനല്ല. ധർമ്മം പറയുമ്പോൾ 2 ധർമ്മങ്ങൾ പറയും, മുഖ്യധർമ്മവും പറയും, ഗൗണധർമ്മവും പറയും. മുഖ്യധർമ്മത്തിൽ കോംപ്രമൈസ് ഇല്ല, ഗൗണധർമ്മം വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊതു കടിക്കുകയാണ്, നിങ്ങൾ കൊതുവിനെ നോക്കിയിട്ട് ഓ ബ്രഹ്മമാകുന്ന കൊതു കുടിച്ചാലും അങ്ങനെ പറയില്ലല്ലോ നമ്മൾ. ഒന്നിനോട് ചിലപ്പോൾ പറയും ഒരു 10 കൊതു വന്ന് കടിക്കുക, ഓ ബ്രഹ്മങ്ങൾ കുറെ വന്നിരിക്കുന്നു, അങ്ങനെയാണോ? അപ്പൊ അതിനെ തല്ലി കൊല്ലുക എന്നുള്ളതാ ധർമ്മം. അതാ ഗൗണധർമ്മം ആയതുകൊണ്ടാ. നേരെ മറിച്ച് വന്ന് ഒരു ഭക്ഷണം യാചിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് മുഖ്യധർമ്മമാണ്. ഒരാൾ വെള്ളം ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് മുഖ്യധർമ്മമാണ്. രാജ്യത്തെ പരിപാലിക്കുക എന്നുള്ളത് മുഖ്യധർമ്മമാണ്, അതിൽ കോംപ്രമൈസ് ഇല്ല. രാമൻ എപ്പോഴും മുഖ്യധർമ്മം ഉയർത്തി. ഭർത്താവാകുന്ന രാമൻ പൊട്ടിക്കരയുന്നുണ്ട് അന്തപ്പുറത്ത് പോയിട്ട്. ലക്ഷ്മണൻ അന്തം വിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തല വെട്ടിക്കളയുന്ന പറയുന്നത് രാജാവായ രാമൻ. അതാ പറഞ്ഞു, രാജാവായ രാമൻ വേറെ, ഭരണാധികാരിയായിട്ടുള്ള രാമൻ വേറെ, ഭർത്താവായുള്ള രാമൻ വേറെ. രാമനിൽ കൂടുതൽ ഈ പറയുന്നു 2 ഡെഫിനിഷൻ നിങ്ങൾ എടുത്ത് നോക്കൂ. കൃഷ്ണന്റെ ഡെഫിനിഷനും രാമന്റെ ഡെഫിനിഷനും എൻറ്റയർലി ഡിഫറെന്റാ. രാമന്റെ ഡെഫിനിഷൻ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാ. കൃഷ്ണൻ ഡെഫിനിഷൻ എന്താ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാ. അവിടെ പിന്നെ പരിധിയില്ല, കഴിഞ്ഞു, കംപ്ലീറ്റ് ലൈസൻസ് ആണ് എന്തും ചെയ്യാൻ. കാരണം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ തന്നെ തന്റെ മാതാപിതാക്കളായിട്ടുള്ള വസുദേവർക്കും ദേവകിക്കും കാരാഗ്രഹത്തിൽ കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് ജനിക്കാൻ പോവാണ്, നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കാണുമ്പോഴും നിങ്ങൾ എന്നെ ബ്രഹ്മഭാവത്തിൽ ചിന്തിച്ചോളൂ എന്ന് പറഞ്ഞ ആളാ. കാരണം ഭഗവാനാണ്. രാമൻ എപ്പോഴാണ് ദശരഥോട് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ നാരായണനാ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഭാഗവതം വായിക്കും. ഭാഗവതത്തിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ദേവകിക്കും വസുദേവർക്കും 4 വയസ്സ് പ്രായമുള്ള ഭാവത്തിലുള്ള ആ വിഗ്രഹമാണ് ഗുരുവായൂരുള്ളതാണ് സങ്കല്പം. കുട്ടിയായിരിക്കുന്ന 4 കൈയോട് കൂടിയിട്ടുള്ള വിഷ്ണു വന്നിട്ടാണ് ഉപദേശിക്കുന്നത്, അച്ഛാ അമ്മേ ഞാൻ നിങ്ങളുടെ മകനായിട്ട് ജനിക്കാൻ പോവാണ്, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാണ്, പക്ഷെ നിങ്ങൾ എന്നെ മകനായിട്ട് കാണുമ്പോഴും ചിന്തിക്കണം, ഞാൻ നിങ്ങളുടെ മകൻ മാത്രമല്ല, ഞാൻ പരബ്രഹ്മാണ്. എനിക്ക് ഗുരുവായൂരപ്പനോടുള്ള ഒരു വിയോജിപ്പ്, നല്ലൊരു അമ്മയെ കിട്ടിയപ്പോ ഭഗവാൻ ഈ പറഞ്ഞ വാക്ക് വിഴുങ്ങി, അതെനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. യശോദാമ്മയെ പോലെ ഒരു അമ്മയെ കിട്ടിയപ്പോ ഭഗവാൻ
തന്റെ വായിൽ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് ആദ്യം ചെയ്തത് ആ അമ്മയുടെ മെമ്മറി കൊണ്ട് വായിച്ചു കളയുക. കാരണം ഇനിയുള്ള കാലം എന്നെ ഭഗവാനായിട്ട് കാണണ്ട, എന്നെ ആരായിട്ട് കണ്ടാൽ മതി? കുട്ടിയായിട്ട് കണ്ടാൽ മതി, പരബ്രഹ്മ. അപ്പൊ പോയി. ഇവിടെ രാമനിലേക്ക് അതൊന്നുമില്ല. രാമൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഭരണാധികാരി പ്ലസ് ഭർത്താവ്, ഈ വേർഷൻസ് ആണ്. രാമന്റെ അന്തരാർത്ഥമൊക്കെ ഇട്ട് ആൾക്കാർ വ്യാഖ്യാനിക്കാറുണ്ട്. ഇന്നിപ്പോ അതൊരു അലക്കുകാരൻ പറഞ്ഞു, നാളെ അത് 10 പേര് പറയും, പിന്നെ അത് 100 പേര് പറയും, 1000 പേര് പറയും. ഗർഭിണിയായിരിക്കുന്ന അന്തഃപുരത്തിലെത്തുന്ന സീതയുടെ ചെവിയിൽ അത് അറിയും. ഒരു ഗർഭിണി അനുഭവിക്കേണ്ട ട്രോമയിലൂടെ സീത കടന്നു പോകേണ്ടി വരും. ആ ട്രോമയേക്കാൾ വലുതാണ് ഞാൻ അവളെ ഉപേക്ഷിക്കുന്നത്. കാരണം ഞാൻ അവളെ വെറുതെ ഉപേക്ഷിക്കില്ല എന്ന് അവൾക്ക് തന്നെ അറിയാം. അവൾ ഹാപ്പി ആയിട്ട് കാട്ടി താമസിച്ചോളും. ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ രാമനാകുന്ന ഭർത്താവ് ഒരേ സമയം കരയുകയും രാമനാകുന്ന ഭരണാധികാരി മുഖ്യധർമ്മത്തെ ഏറ്റവും കൂടുതൽ ഉദ്ഘോഷിച്ചുകൊണ്ട് ആ രാമായണത്തിൽ നിലകൊള്ളുന്നത് നമുക്ക് കാണാം. അപ്പോഴും നോക്കൂ, അപ്പോഴും രാമന്റെ കൂടെ രാമന്റെ ധർമ്മം ആചരിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നത് ഈ സുമിത്രാവാക്യം കേട്ടുള്ള ലക്ഷ്മണനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എപ്പോഴും ധർമ്മ പരിത്യാഗത്തിന്, ധർമ്മത്തെ സംരക്ഷിക്കാനായിട്ട് ഒപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്മണന്റെ ഡ്യൂട്ടി. ധർമ്മത്തോട് ചേർന്ന് നിൽക്കുക. ധർമ്മത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ സ്വയം ധർമ്മമായിട്ട് മാറാം. അതായിരുന്നു കോണ്ടെക്സ്റ്റ്. എങ്ങനെയുള്ള ലക്ഷ്മണന്റെ മുഖത്ത് നോക്കിയിട്ടാണ്. നോക്കൂ, നേരത്തെ പറഞ്ഞല്ലോ, ഹനുമാൻ സ്വാമിയോട് ഭഗവാൻ വിഭീഷണനോട് അനുവാദം ചോദിച്ച് സീതയെ കൊണ്ടുവരാൻ പറയുന്ന രംഗമുണ്ട്. നിങ്ങൾ കരുതുന്ന പോലെ പല ആൾക്കാർക്കും ആ കോണ്ടെക്സ്റ്റ് ഉണ്ടാവുമായിരിക്കും. പല ആളുകളും കരുതിയിട്ടുണ്ടാവുക ലക്ഷ്മണൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് സീതാ പരിത്യാഗത്തിൽ ദേവിയെ കൊണ്ടുപോയി കാട്ടിക്കളയുമ്പോഴാണ്. അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ലക്ഷ്മണൻ വിഷമിച്ചപ്പോഴാണെന്നറിയൂ, ദേവിയെ പല്ലക്കിൽ അത്ര കൊണ്ടുവന്നത് വാനരന്മാരെ യുദ്ധം കഴിഞ്ഞിട്ട്. രാമൻ രാക്ഷസ വിധിപ്രകാരമുള്ളെങ്കിൽ ഒരു അലറലോട് കൂടി തന്നെ സംസാരിച്ചു. ഇവളെ ആര് പറഞ്ഞു പല്ലക്ക് കൊണ്ടുവരാൻ? ഇവളെ ആനയിച്ച് കൊണ്ടുവരാൻ എന്ത് സവിശേഷതകളെന്ന് ചോദിച്ചത്. ദേവി വന്ന് മുമ്പ് നിൽക്കുമ്പോൾ ഭഗവാൻ പറയണത്, എന്റെ അടുത്തേക്ക് വരണ്ട, പോവന്റെ കൂടെ പോവാം. ലക്ഷ്മണന്റെ കൂടെ പൊക്കോ. ഭരതൻ ഉണ്ട് അവിടെ, ഭരതന്റെ കൂടെ വേണമെങ്കിൽ പോവാം. ശത്രുഘ്നന്റെ കൂടെ പോവാം. വിഭീഷണൻ അവിടുത്തെ രാജാവാണ്, അദ്ദേഹത്തിന്റെ കൂടെ പൊക്കോളൂ. ഇനിയിപ്പോ ഈ വാനരന്മാരിൽ ആരെങ്കിലൊക്കെയാണ് താല്പര്യമെങ്കിൽ അവിടെ കൂടെ പോവാം. ദേവി നിന്ന് ഉരുകുക. എന്തിനാണ് അങ്ങനെ ഒരു ഡോസ് കൊടുക്കുന്നത്? പണ്ടൊരു പാവത്തിനെ പറഞ്ഞ പഴിയുണ്ട്. നിന്റെ ഉദ്ദേശം എന്താന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീയും ആ ഭരതനും ചേർന്ന് പ്ലാൻ ചെയ്ത് എന്റെ ഭർത്താവിനെ കൊന്ന് എന്നെ സ്വന്തമാക്കാനാണ് നിന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ലക്ഷ്മണ, അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേക്കൂ. ഏത് ലക്ഷ്മണനോടാണ് ജാനകി ആ വാക്ക് പറഞ്ഞത്? മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളത് ജീവിതവ്രതമായിട്ട് നടന്നിരുന്ന ഒരു ലക്ഷ്മണനോടാ പറഞ്ഞത്. രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സങ്കല്പങ്ങളിൽ ഒന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സീതാന്വേഷണത്തിനായിട്ട് ഭഗവാൻ പോണ സമയത്ത് സുഗ്രീവൻ ദേവി പുഷ്പകത്തുനിന്ന് എറിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ, അതിന്റെ കിഴി ഭഗവാനെ കാണിക്കും. ഭഗവാന് കണ്ണു നിറഞ്ഞിട്ട് ദേവിയുടെ ആഭരണങ്ങൾ കണ്ടിട്ട് ദേവിയുടെ ആഭരണങ്ങളാണോ തിരിച്ചറിയാതെ ഓരോ ആഭരണങ്ങൾ എടുത്തിട്ട് ലക്ഷ്മണന് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിക്കും, ഇത് ഏടത്തിയമ്മയുടെ ആണോന്ന്. നെറ്റിച്ചുട്ടി കാണിച്ചു കൊടുക്കുമ്പോ ലക്ഷ്മണൻ പറയും എനിക്കറിയില്ല. ഹാരം കാണിച്ചു കൊടുക്കുമ്പോൾ ലക്ഷ്മണൻ പറയും എനിക്കറിയില്ല. കടകവള കാണിച്ചു കൊടുക്കുമ്പോൾ ലക്ഷ്മണൻ പറയും എനിക്കറിയില്ല. പാദസരം കാണിച്ചു കൊടുക്കുമ്പോൾ ലക്ഷ്മണൻ പറയും ഡെഫിനറ്റ് ആയിട്ട് ഇത് ഏടത്തിയമ്മയാണ്. കാരണം ഞാൻ എന്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ? ആ പാദങ്ങൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ഞാൻ കണ്ടിട്ടില്ല ഏട്ടാന്നോ. അങ്ങനെയുള്ള ലക്ഷ്മണന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറഞ്ഞത്, നിങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടല്ലേ വന്നിരുന്നത്. ആ പറഞ്ഞതിനുള്ളതാണ് പിന്നീടുള്ള കാലം മുഴുവൻ സീത അനുഭവിച്ചു. പിന്നീട് ഉണ്ടായിട്ടുള്ള ഉത്തരരാമായണത്തിൽ അങ്ങോട്ടുള്ള സീതയുടെ കണ്ണുനീര് മുഴുവൻ ഈ ഒറ്റ വാചകമുണ്ടല്ലോ, ഈ ജീവിതമൃതമായിട്ട് തന്നെ അമ്മയായിട്ട് കണ്ട ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എന്നെ കാമിക്കാനാണല്ലോ താല്പര്യം എന്ന് പറഞ്ഞതിന്റെ കർമ്മപ്രാരാബ്ധാണ് പിന്നീടുള്ള സീതയുടെ ജീവിതം. സീതയുടെ ജീവിതത്തിൽ മാത്രം നമുക്ക് ഈ കർമ്മപ്രാരാബ്ധം നിരവധിയായിട്ട് കാണാം. വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തിലുള്ള രത്നാകരനോട് ഭാര്യ പറയുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ ചെയ്ത കർമ്മത്തിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതേ നിവൃത്തിയുള്ളൂ, ഞങ്ങൾ ആരും അതിന്റെ ഒരു പങ്കുകൊടുക്കില്ല. സീതയുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള ലക്ഷ്മണനോടാ പറഞ്ഞത്. ഒരു വേർഷൻ ഞാൻ കേട്ടിട്ടുള്ളത്, ഇന്ദ്രജിത്ത് എന്ന് വിളിക്കപ്പെടുന്ന രാവണന്റെ മകൻ ഇന്ദ്രജിത്തിന് ലക്ഷ്മണനെ വധിക്കാൻ സാധിച്ചു അല്ലെ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര പണ്ട്, ഏട്ടന് വേണ്ടി മരിച്ചാലും വീരസ്വർഗം കിട്ടും. നിന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ ഒരാൾക്ക് രാമന്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വിട്ട ആളാ സുമിത്ര.
ആ സമയത്ത് അത്രേ ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായത് ലക്ഷ്മണനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്. രാമന്റെ കരച്ചിൽ കണ്ടിട്ട് സീത പോയാൽ ഞാൻ പിന്നെയും കോംപ്രമൈസ് ചെയ്യും, എനിക്ക് ചിലപ്പോൾ സീതയെ പോലെ ഒരാളെ കിട്ടുമായിരിക്കും, പക്ഷെ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഏകപത്നി വ്രതനാണ്. പക്ഷെ ലക്ഷ്മണൻ പോയാൽ പിന്നെ എനിക്ക് ആരാളെന്ന് ചോദിച്ചു. ആരാള് വേറെ? ഈ സഹോദരസ്ഥാനീയത അതുപോലെ തന്നെയാട്ടോ ഭരതനും. പല ആൾക്കാരും ലക്ഷ്മണനെ അങ്ങോട്ട് വലുതാക്കുമ്പോ പാവം ഭരതനെ ചെറുതാക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം പരമസാത്വികനായിരുന്നു. ഞാൻ ലക്ഷ്മണന്റെ കാര്യം പറയാൻ കാരണം, ലക്ഷ്മണന്റെ ഈ ഇന്ദ്രജിത്തിന്റെ വധം കഴിഞ്ഞ് മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് ലക്ഷ്മണനെ പിന്നീട് അദ്ദേഹം ജീവിപ്പിച്ചതിന് ശേഷം ഈ ഇന്ദ്രജിത്ത് യാഗം നടത്താനായിട്ട് ഒരു ദിക്കിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. നികുംഭില എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് രാമായണത്തിൽ. നികുംഭിലയിൽ പോയിട്ട് ഒരു ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള യാഗം നടത്തും ലക്ഷ്മണൻ. ആ സമയത്താണ് ഇന്ദ്രജിത്ത്. ആ യാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് വിഭീഷണൻ പറയണ അനുസരിച്ചിട്ട് ഇവരെല്ലാരും കൂടെ പോയിട്ട് പിന്നീടാണ് ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കുന്നത്. ഇന്ദ്രജിത്തിനെ വധിച്ചിട്ട് വരുന്ന ലക്ഷ്മണനെ രാമൻ നോക്കിക്കാണുന്ന കാഴ്ച രാമായണത്തിലുണ്ട്. നമ്മൾ ഈ A+ ഒക്കെ വാങ്ങിയിട്ട് കുട്ടികൾ വരുമ്പോൾ നമ്മൾ അവരെ നോക്കില്ലേ, റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ വരുമ്പോൾ നോക്കില്ലേ. രാമന് തന്നെ ഒരു അഭിമാന ബോധം തന്റെ അനിയനെ കുറിച്ച്, ഇങ്ങനെ ഒരു വീരനാണല്ലോ എന്റെ അനുജൻ എന്നുള്ള ഭാവമാണല്ലോ. അതിൽ പറയാറുള്ള ഒരു വേർഷനാണ്. ഇതിന് എത്രത്തോളം വാൽമീകി രാമായണമായിട്ട് സാമ്യതയുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്ദ്രജിത്തിന് കിട്ടിയ മറ്റൊരു വരത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ അത്? 14 വർഷം ഉറങ്ങാത്ത ഒരു മനുഷ്യന് മാത്രമേ ആണത്രേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ 2 ദിവസം ഉറക്കല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ കിളി പോയി കിടക്കുന്ന ആൾക്കാർ. അപ്പോഴാണ് 14 കൊല്ലം. ചില മഹാത്മാക്കളൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടാഭിഷേകം കഴിഞ്ഞ അന്ന് ലക്ഷ്മണനെ കണ്ടപ്പോ കണ്ടില്ല, അതായത് സുഖമായിട്ട് പോയി കിടന്നുറങ്ങിയതാണ്. ഇത്രയും ദിവസം ഇതിനായിരുന്നു ഉറക്കൊക്കെ മാറ്റിവെച്ചിരുന്നത്. നോക്കൂ, അങ്ങനെ ഒരു ലക്ഷ്മണന്റെ മുഖത്ത് നോക്കിയിട്ടാണ് സീതാ ഭഗവതി പറഞ്ഞത് നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം. അവിടെ ഒരേ സമയം സീത മറന്നത് ലക്ഷ്മണനെ മാത്രമല്ല സുമിത്രയെ കൂടിയാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് സുമിത്രയുടെ മകനായിട്ടുള്ള ലക്ഷ്മണനോടാണ് എന്നുള്ള ഭാവം സീതയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നീടുള്ള കാലം മുഴുവൻ അനുഭവിച്ചു. അപ്പൊ ആകളുടെ നിവൃത്തി എന്താണ്? ലക്ഷ്മണനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. രാമനെ പോലെ ആയിത്തീരുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. രാമന്റെ ധർമ്മബോധം അതിര് കവിഞ്ഞ ധർമ്മബോധമായിരുന്നു. അതേ പക്ഷെ വളരെ സിമ്പിൾ ആയിരുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭഗവാന്റെ ധർമ്മബോധത്തെ കളിയാക്കുന്ന, ഞാനിവിടെ കുറച്ച് ആൾക്കാരെങ്കിലും അത് കേൾക്കാൻ താല്പര്യമുണ്ട്. ഈ ബാലിയെ ഭഗവാൻ ഒളിയമ്പ് ചെയ്ത് കൊല്ലുന്ന ഒരു രംഗമുണ്ടല്ലോ, അവിടെ ലക്ഷ്മണന്റെ ധർമ്മബോധം കാണാം. ഒന്നാമത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നത് ഈ ഒളിയമ്പ് ചെയ്ത് കൊന്നു എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാ. ഞാനും ഇപ്പോ അധികായം ചേട്ടനും തമ്മിൽ യുദ്ധം വിചാരിക്കുക. ഞാൻ അധികായം ചേട്ടൻ്റെ അടുത്ത് ഓടിയിട്ട് എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് അദ്ദേഹത്തെ അസ്ത്രം അയച്ച് കൊല്ലുന്നതാണ് യഥാർത്ഥത്തിൽ എന്ത്? ഒളിയമ്പ് ചെയ്ത് കൊല്ലുക എന്നുള്ളത്. രാമൻ യുദ്ധത്തിന്റെ ഭാഗമല്ല. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾ മറ്റൊരു പ്രതിയോഗിയെ ഒളിച്ചു നിന്ന് കൊല്ലുന്നതിനാണ് ഒളിയമ്പ് ചെയ്ത് കൊല്ലുക എന്ന് പറയാം. രാമൻ ഈ യുദ്ധത്തിൽ ടേക്ക് പാർട്ടേ അല്ല. രാമൻ അവിടെ ഇല്ല. ഏതൊരു സിനിമയിൽ പറഞ്ഞു, നമ്മളിതിലില്ല. രാമന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, പക്ഷെ രാമൻ യുദ്ധത്തിൽ ഡയറക്റ്റ് പങ്കാളിത്തമുള്ള ആളല്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒളിയമ്പ് ചെയ്ത് കൊന്നു എന്നുള്ളത് ശരിയാവുക? ആയിക്കോട്ടെ, ഇപ്പൊ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ഈ അമ്പ് കൊണ്ട് കിടക്കുന്ന ബാലിയുണ്ട്, ഇന്ദ്രപുത്രനായിട്ടുള്ള ബാലി. എഴുത്തച്ഛൻ എഴുതുന്നുണ്ട് ഹരിനാമകീർത്തനത്തിന്റെ, ഒരു ഇന്ദ്രപുത്രനെ അങ്ങ് ഒളിയമ്പ് ചെയ്ത് കൊന്നു, മറ്റൊരു ഇന്ദ്രപുത്രനെ രക്ഷിക്കാനായിട്ട് അങ്ങ് അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും നിന്നു. ഒരു സ്ഥലത്ത് ബാലിയും ഒരു സ്ഥലത്ത് അർജുനെയാണ് കോട്ടയുന്നത്. അങ്ങനെയുള്ള അമ്പ് കൊണ്ട് കിടക്കുന്ന ബാലി പറയുന്ന ഭഗവാന്റെ ധർമ്മബോധത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളുണ്ട്. രണ്ടിടത്തുണ്ട്, വാൽമീകി രാമായണത്തിലുണ്ട്, അധ്യാത്മ രാമായണ കിളിപ്പാട്ടിൽ വിശേഷമായിട്ടുണ്ട്. ലക്ഷ്മണന്റെ മുഖത്തേക്കാണ് അത്ര ബാലി ആദ്യം നോക്കിയത്. കഴിഞ്ഞിട്ട് രാമനെ നോക്കി. രാമനെ നോക്കിയപ്പോൾ മനസ്സിലായി, ഇത് അയോധ്യയിലെ ദശരഥന്റെ മകനായിട്ടുള്ള ധർമ്മവിഗ്രഹമായിട്ടുള്ള രാമനാണ്. നീ പൊട്ടക്കിണറ്റിലെ ധർമ്മബോധം പറയുന്നവനാണെന്നാ പറഞ്ഞത്. അധർമ്മത്തിന്റെ പൊട്ടക്കിണറ്റിൽ വളരുന്ന ചെടിയാണ് നീ രാമ എന്നാണ് ബാലി പറഞ്ഞത്. എന്തിന്? ഞാൻ നിന്റെ രാജ്യത്ത് വന്നിട്ടില്ല, ഞാൻ നിന്റെ രാജ്യത്തുള്ള ആളുകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടില്ല, നിന്റെ സ്വത്ത് ഞാൻ അപഹരിച്ചിട്ടില്ല, നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, ഒരു തരത്തിലും ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇതിന്റെയൊക്കെ പേരിലാണ് ഒരു രാജാവിന് ഒരാളെ കൊല്ലാനുള്ള അധികാരമുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എഴുത്തച്ഛൻ നമ്മുടെ നാട്ടിൽ കുരങ്ങന്മാർ കുറെ ഉള്ളതുകൊണ്ടെന്ന് തോന്നുന്നു കുറച്ചും കൂടെ സ്നേഹം കൂടിയിട്ട് കുറച്ചുകൂടെ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയത്
കുരങ്ങന്റെ ഇറച്ചി ഫ്രൈ ചെയ്തിട്ടുള്ള ഏർപ്പാട് അന്നുമില്ല. അതുകൊണ്ട് മീറ്റിന് വേണ്ടിയിട്ടാണ്, ഇറച്ചിക്ക് വേണ്ടിയിട്ടാണ്, മാംസത്തിന് വേണ്ടിയിട്ടാണ് നീ എന്നെ കൊന്നതെന്നുണ്ടെങ്കിൽ അതും രാമ, അതും അധർമ്മമാണ്. എന്റെ ഈ മാംസം ആരും കഴിക്കാറില്ല. ഇനി പോട്ടെ, ഈ ഞങ്ങളെ പോലുള്ള ചില മൃഗങ്ങളുടെയൊക്കെ തോലി കൊണ്ട് ഈ ചില ആൾക്കാർ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഇടയ്ക്കയും ചെണ്ടയൊക്കെ. പക്ഷെ രാമ, കൊരങ്ങന്റെ തൊലി കൊണ്ട് ഏത് വാദ്യോപകരണം ഉള്ളത് ഒന്ന് പറഞ്ഞു തരും എനിക്ക്. അതിനു വേണ്ടിയിട്ടാണ് നീ എന്നെ കൊന്നുന്നുണ്ടെങ്കിൽ അതും ശരിയല്ലെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല, എഴുത്തച്ഛന്റെ ബാലി പറഞ്ഞത്. ഇങ്ങനെയൊക്കെ യാതൊരു തരത്തിലും നോക്കിയാലും ധർമ്മമാണെന്ന് തോന്നാത്ത പ്രവൃത്തി ചെയ്ത രാമ, നാളെ നിന്നെ ലോകം വഴിക്കും എന്നാണ് പറഞ്ഞത്. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാമായണ മാസം ആയിക്കഴിഞ്ഞാൽ 3 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും. ഒന്ന്, എന്തിന് സീതയെ ഭഗവാൻ ഉപേക്ഷിച്ചു? 2, എന്തിന് ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നു? 3, ഈ രാവണന്റെ മഹത്വം. സീതയെ ലങ്കയ്ക്ക് അലങ്കാരമായി കണ്ട രാവണൻ. പോട്ടെ, ബാലിയോട് ഭഗവാൻ പറയുന്ന ഇൻട്രൊഡക്ഷൻ എന്താ നോക്കൂ. ഞാൻ രാമനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമാണ്. കഥകളി തൃപ്പൂണിത്തുറ ആയതുകൊണ്ട് കഥകളി കുറെ കോട്ട് ചെയ്യുന്നുണ്ട്. ബാധിതസ്യ സായകേന എന്ന് പറഞ്ഞിട്ടൊരു പദമുണ്ട് ബാലിവധം കഥകളിയിൽ. ബാധിതസ്യ സായകേന അങ്ങനെ പോകുന്നത്. കോട്ടക്കൽ മത്സ്യനൊക്കെ പാടിയ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ശ്രീരാമചന്ദ്ര എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. നല്ല രസം കേൾക്കാൻ. വെച്ചാൽ കോട്ടക്കൽ ദേവദാസേട്ടനൊക്കെയാണ് ബാലി കെട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ കരയുന്നുണ്ട്. നമ്മളൊക്കെ രാമന്റെ സൈഡിൽ നിന്ന് മാറിയിട്ട് ബാലി മതി. ബാധിതസ്യ സായകേന, രാമ നിന്റെ അമ്പ് എന്റെ ഇടനെഞ്ചിൽ ഇതാ കുത്തി കീറിയിരിക്കുന്നു, എനിക്ക് നിന്നെ വിളിക്കാൻ പോലും സാധിക്കുന്നില്ല, നീ എന്നെ കൊന്ന് എന്തിനാണെന്ന് പറഞ്ഞിട്ട് ഈ കണ്ട അപവാദങ്ങൾ മുഴുവൻ ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ രാമൻ ആരാണ് എന്ന് പറയുന്ന ഒരു കഥകളിപ്പതുണ്ട്. അത് ധർമ്മരാമായണത്തിലും വാൽമീകി രാമായണത്തിലും ആ ടെംപ്ലേറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. നോക്കൂ, അതിൽ ഭഗവാൻ ഇൻട്രൊഡക്ഷൻ ഭഗവാൻ പറയുന്നത്, ഈ രാജ്യം ഭരിക്കുന്ന ഭരതൻ ധർമ്മം സംസ്ഥാപനം ചെയ്യാനായിട്ട് പല ദിക്കിലേക്കും പല ആൾക്കാരെ അയച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ രാമനാണ് ഞാൻ എന്നറിയുക നീ എന്നാണ്. അല്ലാണ്ടേ ഞാനേ പണ്ട് അയോധ്യയിലെ രാജാവാവേണ്ട ആളായിരുന്നു, ഇപ്പൊ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാട്ടിലേക്ക് വന്നതാണ്, തൽക്കാലം ഞാൻ കൊന്നിട്ടുണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ രാജാവായിട്ടുള്ള ഭരതൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ധർമ്മം രക്ഷിക്കാനാണ്. ഞാൻ ഇപ്പോൾ ധർമ്മം രക്ഷിക്കുകയാണ് ചെയ്തത്. സ്വന്തം സഹോദരന്റെ ഭാര്യയെ, സഹോദരസ്ഥാനത്ത് കാണേണ്ട ഭാര്യയെ ഭാര്യയാക്കി വെച്ച കുറ്റം നിനക്കുണ്ട് ബാലി, അതുകൊണ്ട് ഞാൻ നിന്നെ വധിച്ചു എന്നാണ്. ബാലി കൺവിൻസ്ഡ് ആണ് ആ മറുപടിയിൽ. തന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ പ്രധാനപ്പെട്ട മാല, ഒരാളുടെ പകുതി ശക്തി ലഭിക്കുന്ന മാല, അങ്ങനെ എടുത്തിട്ട് അണിയുന്നത് സുഗ്രീവന്റെ ദേഹത്തേക്കാ. വേണമെങ്കിൽ അംഗത്തിന് കൊടുക്കായിരുന്നല്ലോ. ബാലി കൺവിൻസ്ഡ് ആയിരുന്നു. ബാലി കൺവിൻസ്ഡ് ആണ്, സീത കൺവിൻസ്ഡ് ആണ്. നമ്മളാണ് കൺവിൻസ്ഡ് ആവാത്ത ഇപ്പോഴും രാമന്റെ കാര്യത്തിൽ. അവരൊക്കെ എന്നോ കൺവിൻസ്ഡാ. ബാലിവധം എപ്പോഴെങ്കിലും തൃപ്പൂണിത്തുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. ബാലിവധത്തിൽ ഭഗവാനോട് ബാലി പറയുന്നുണ്ട്, ഭഗവാനെ എനിക്ക് വല്ലാണ്ട് വേദനിക്കണു, എന്റെ ഈ ദേഹത്തെ അമ്പൊന്ന് എടുത്തു തരുമെന്ന്. ലക്ഷ്മണനാണ് ഭഗവാനോട് പറയുക, അത് അദ്ദേഹത്തെ ചെയ്തു കൊടുത്ത് സഹായിക്കും. സുമിത്രയുടെ മകനാണ്. ഒരാൾ വേദനിക്കുന്നത് കാണാൻ സഹിക്കില്ല ലക്ഷ്മണൻ. കഥകളിയിൽ വളരെ ചുരുക്കം സന്ദർഭങ്ങളിലെ ചെണ്ട വലന്തല കൊട്ടാറുള്ളൂ, ഇപ്പുറത്തെ സൈഡ് മാറ്റി കൊട്ടും. ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സമയങ്ങളിലാണ് കൊട്ടുക. അപ്പൊ നിങ്ങൾ കുചേലവൃത്തം അജിതാഹരെ കാണുന്ന ആൾക്കാരാണെങ്കിൽ കുചേലനെ കാണാനായിട്ട് ഭഗവാൻ ഓടുമ്പോൾ വലന്തല കൊട്ടും, ശംഖ് വിളിക്കും. ദൂതിന് കേട്ടിട്ടില്ലേ, പഞ്ചദേശമതെങ്കിലും പാണ്ഡവർക്ക് കൊടുക്കണം എന്നുള്ള ഭഗവാന്റെ ദൂത്. ആ ദൂതിന് ഭഗവാൻ ഒരു കയ്യിൽ ശംഖും ഒരു കയ്യിൽ ചക്രമായിട്ട് കൗരവ സഭയിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്തും വലന്തല കൊട്ടും, ശംഖ് വിളിക്കും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ശംഖ് വിളിക്കണത് ബാലിയുടെ ദേഹത്തുള്ള അമ്പ് ഭഗവാൻ വലിച്ചു വരുമ്പോഴാണ്. രാമൻ ബാലിയെ ആദ്യം ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ബാലിയുടെ മുമ്പിൽ വന്ന് തന്റെ ഈ വലത്തെ കാലെടുത്തിട്ട് ആ ബാലിയുടെ നെഞ്ചിലേക്ക് ചവിട്ടി ആ അസ്ത്രത്തിൽ 3 തവണ തൊട്ട് നെറുകിൽ വെച്ച് അത് പിടിച്ച് വലിക്കുക ചെയ്യുക. അപ്പോഴാണ് രാമ എന്ന് വിളിച്ചുകൊണ്ട് ബാലി മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത്. ആ ബാലിയാണ് പിന്നീടുള്ള കൃഷ്ണാവതാര സമയത്ത് ജര എന്ന് വിളിക്കപ്പെടുന്ന വേടനായിട്ട് ജനിക്കുകയും ഭഗവാന്റെ തൃക്കാൽക്കലേക്ക് അസ്ത്രം അയക്കുകയും ഭഗവാന്റെ സ്വധാമഗമനത്തിന് കാരണമാവുകയും ചെയ്തു. നോക്കൂ, സീതയുടെ കർമ്മശക്തി അല്ലെങ്കിൽ രാമന്റെ കർമ്മഫലം ഇതൊക്കെ കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇന്ദ്രൻ പോലും ഭഗവാനോട് പറഞ്ഞത്രേ, കഴിഞ്ഞ ജന്മത്തിൽ എന്റെ മകൻ എതിരായിട്ടാണ് അങ്ങ് നിന്നത്,
ഇത്തവണ അങ്ങ് എന്ത് ചെയ്യണം? എന്റെ മകൻ അനുകൂലമായിട്ട് നിൽക്കണം. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് സൂര്യന്റെ മകൻ അനുകൂലമായിട്ടാണ് നിന്നത്, ഈ ജന്മത്തിൽ അങ്ങ് സൂര്യന്റെ മകന് ശത്രുവായിട്ട് കാണണം. സുഗ്രീവൻ ആരുടെ മകന്? സൂര്യന്റെ ആണ്. ഇന്ദ്രൻ ആരുടെ മകൻ? ഇന്ദ്രന്റെ മകനാണ് ബാലി. ബാലിയുടെ സുഗ്രീവന്റെ ജന്മകഥ അറിയുന്നത് എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ അരുണൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഡ്രൈവർ ഉണ്ടല്ലോ സൂര്യന്റെ, ഈ സത്യവതിയുടെ ഒരു ശാപം ഉണ്ടല്ലോ, നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന്, നാളെ സൂര്യാസ്തമയത്തിന് മുമ്പായിട്ട് നിന്റെ ഭർത്താവ് മരിക്കും എന്ന് പറയുമ്പോൾ നാളെ സൂര്യൻ ഉദിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാപം കിട്ടുമ്പോ അരുണൻ ഭഗവാന്റെ തേര് തെളിക്കാനായിട്ട് രാവിലെ വന്നാത്രേ. കുറെ നേരം കഴിഞ്ഞിട്ട് ബോസിനെ കാണാനില്ല, കാരണം ബോസിന് ഇറങ്ങാൻ വയ്യ. സത്യവതിയുടെ പ്രതിജ്ഞ ഉണ്ട് അവിടെ, നാളെ സൂര്യൻ വരാൻ പറ്റാതെ പോട്ടെ എന്നുള്ളത്. അപ്പൊ കുറെ നേരം കഴിഞ്ഞിട്ട് സൂര്യനെ കാണാതിരുന്നപ്പോ അരുണന് തോന്നിത്രേ ആദ്യമായിട്ട് ഒരു ദിവസം ലീവ് കിട്ടണം, കാരണം ഇയാളുടെ ഡ്യൂട്ടിക്ക് ലീവില്ല, ഷിഫ്റ്റ് ഇല്ല. അപ്പൊ ഇന്നൊന്ന് എൻജോയ് ചെയ്ത് കളയാം എന്ന് കരുതിയിട്ട് അദ്ദേഹം ദേവലോകത്തേക്ക് പോയി എന്നാണ്. അവിടെയുള്ള പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലം. ദേവലോകത്തേക്ക് ഈ വേഷത്തിൽ പോയാൽ ആരും കേൾക്കില്ല എന്ന് മനസ്സിലായപ്പോ ഒരു അപ്സരസിന്റെ വേഷത്തിൽ പോയി ഇത്രേ അരുണൻ. ദേവേന്ദ്രൻ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുവരെ കാണാത്തൊരു അപ്സരസ്. അങ്ങനെ ആ അപ്സരസിന് ദേവേന്ദ്രൻ ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് ഈ പറയണ ഇന്ദ്രാത്മജനായിട്ടുള്ള ബാലി. ഒരു വിധം കഷ്ടപ്പെട്ടിട്ടാണ് അത്രേ ഇന്ദ്രന്റെ അടുത്തുനിന്ന് പോയത് അരുണൻ. അവിടെ ചെന്നപ്പോഴേക്കും സപ്തവിധയുടെ പ്രശ്നമൊക്കെ സോൾവ് ആയി, സൂര്യനെ അനങ്ങാന്നുള്ളതായി. സൂര്യൻ വന്ന സമയത്ത് തിരിച്ച് എവിടെ ആയിരുന്നു ഇത്രയും നേരം, ഞാൻ തന്നെ നോക്കി കുറെ നേരമായി നിൽക്കുന്നു, എവിടെ പോയി എന്ന് ചോദിച്ച സമയത്ത് അരുണൻ ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. വല്ലാത്തൊരു കഷ്ടമാണ് ഈ ദേവേന്ദ്രനെ കൊണ്ട്, എനിക്കിപ്പോ ഒരു കുട്ടിയുണ്ടായി, വല്ലാത്തൊരു കഷ്ടം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് സൂര്യൻ പറഞ്ഞത്രേ, അത്ര കേമപ്പെട്ട രൂപമാണെങ്കിൽ ഞാനും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. ഒന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ സൂര്യനിൽ ആ അപ്സര കന്യകയായിട്ടുള്ള അരുണൻ ഉണ്ടായിട്ടുള്ള കുട്ടിയാണ് സുഗ്രീവൻ എന്നാണ്. അവരെ അഹല്യാശ്രമത്തിലാണ് ആദ്യം വളർത്തിയത്, പിന്നീട് കിഷ്കിന്ധയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അങ്ങനെയുള്ള ബാലിയും സുഗ്രീവനുമാണ് അവിടെ ഉള്ളത്. അവരുടെ സഹോദര ബന്ധം എവിടെ കിടക്കണു? സുമിത്രാത്മജനായിട്ടുള്ള ലക്ഷ്മണനും പറയുമ്പോ സപത്നിയുടെ പുത്രനായിട്ടുള്ള രാമനും തമ്മിലുള്ള ബന്ധം അവിടെ കിടക്കുന്നു. പറയുമ്പോൾ എല്ലാ കഥകളും നിങ്ങൾ പുരാണത്തിൽ എടുത്തു നോക്കൂ, സപത്നിമാര് തമ്മിലുള്ള അടി തീർന്നുണ്ടാവില്ല. ധ്രുവന്റെ കഥ പറയുമ്പോ സുനീതിയുടെയും സുരുചിയുടെയും കഥ പറയും. സുനീതി നല്ലതായിരുന്നു, സുരുചി അതിനെ അടുപ്പിക്കാൻ കൊള്ളില്ല. സപത്നി പുത്രന്മാരോടും സപത്നികളോടും എപ്പോഴും ദേഷ്യം വെച്ച് പുലർത്തുന്ന ഇവൻ സത്യഭാമയ്ക്ക് പോലും രുക്മിണിയെ അത്ര അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെ മാത്രം കൃഷ്ണൻ കൂടുതൽ സ്നേഹിക്കണം എന്നുള്ള താല്പര്യമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, സപത്നിയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനും സപത്നിയായിട്ടുള്ള സുമിത്രയും എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാരെ കണ്ടത്? അതായത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള കോണ്ടെക്സ്റ്റിന് അതൊരു കഥകളിയായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടറ്റത്തും കർത്തനം പിടിച്ചു നിൽക്കുന്നത് ഒരു ഭാഗത്ത് ലക്ഷ്മണനും ഒരു ഭാഗത്ത് സുമിത്രയാണ്. അവരില്ലാണ്ട് അതില്ല. രാമന്റെ ധർമ്മബോധം എവിടെയാണ് അടയാളപ്പെടുത്താൻ സാധിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്മണനോടുകൂടി ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ താല്പര്യം. അതുകൊണ്ട് രാമലക്ഷ്മണന്മാരെ ആദരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഗുണം ധർമ്മബോധത്തെ ധർമ്മബോധമായിട്ടും ധർമ്മബോധത്തെ അടുത്തറിയാനുള്ള പ്രകൃതിയുടെ ഉപാധിയായിട്ടും ഒരേ സമയം കാണുക. ഉപാധിയാണ് ലക്ഷ്മണൻ, ബോധമാണ് രാമൻ. അങ്ങനെ കാണുമ്പോഴാണ് രാമായണത്തിന്റെ ഒരു വലിയ ക്യാൻവാസ് നമുക്ക് കാണാൻ സാധിക്കുക. എത്ര സഹോദരന്മാരുടെ കഥ പറയുന്നുണ്ട് രാമായണം. ബാലിയും സുഗ്രീവന്റെയും കഥ പറയുന്നുണ്ട്. ഇതാ അപ്പുറത്ത് കിടക്കുന്ന 3 സഹോദരന്മാര്, രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ. എവിടെയാണ് ഒരു ഐക്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് രാമായണത്തിൽ? എവിടെയില്ല. എവിടെയാണ് ആകെ ഐക്യം കാണാൻ സാധിക്കുക? ഇത് രാമനിലും സഹോദരന്മാരല്ലോ, വിശേഷിച്ച് രാമനിലും ലക്ഷ്മണനിലുമാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ, അങ്ങനെ ഒരു അമ്മയുടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ടവർ, ഈ ധർമ്മം നിലനിൽക്കണം എന്നുണ്ടെങ്കിലും 2 കോണ്ടെക്സ്റ്റ് ആണ്. 3, ഈ ധർമ്മത്തെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല ഗുരുക്കന്മാര് നമുക്ക് വേണം. 2, ആ ധർമ്മം ആ ഗുരുക്കന്മാര് പറയുന്നത് കേട്ട് അനുസരിച്ച് പ്രവർത്തിച്ച് ഈ ധർമ്മത്തെ കൂടി രക്ഷിക്കാൻ ചുമതലപ്പെട്ട കുട്ടികൾ നമുക്ക് വേണം, യുവതലമുറ നമുക്ക് വേണം. 3, ഈ യുവതലമുറ എന്നുള്ളത് തനിയെ സംഭവിക്കില്ല, അവരെ സംഭാവന ചെയ്യാൻ സാധിക്കുന്ന അമ്മമാർ വേണം. ഇത് 3മാണ് താല്പര്യം. ഇതെല്ലാ കാലത്തും താല്പര്യം, എല്ലാ സമയത്തും ഇതുണ്ട്. ഇതില്ലാതെ ഒരിക്കലും സനാതന ധർമ്മത്തിന് നിലനിൽപ്പില്ല. ഇങ്ങനെയുള്ള അമ്മമാരുണ്ടായിരുന്നത് കൊണ്ടാണ് മഹാത്മാക്കളെ നമുക്ക് കിട്ടിയത്. ശങ്കര ഭഗവത്പാദരുടെ ജന്മദേശമാണ് എറണാകുളം. അദ്ദേഹത്തെ നമുക്ക് കിട്ടിയത് ഇവിടെ അടുത്ത്, അദ്ദേഹത്തിന്റെ അമ്മ വീട് ഇവിടെ അടുത്താണ്. അദ്ദേഹം ജനിച്ചത് ഇവിടെ കാലടിയില്ല. വിവേകാനന്ദ സ്വാമി നമുക്ക് എങ്ങനെ കിട്ടിയത്? ഒരമ്മയുടെ വാക്കാണ്. എനിക്ക് കുതിരക്കാരനാവണം എന്ന് പറഞ്ഞ നരേന്റെ അടുത്ത്
പൂജാമുറി തുറന്നിട്ട് പാർത്ഥസാരഥി ചിത്രം കാണിച്ചിട്ട് മോനെ നീ ഇതുപോലത്തെ ഒരു കുതിരക്കാരനാവുമെന്ന് പറഞ്ഞു കൊടുത്തൊരു അമ്മ ഉണ്ട് അദ്ദേഹത്തിന്. ഓരോ സ്ഥലത്തും എങ്ങനെയാ മുരുകനായത്? ഭാഗവന്റെ മകനായതുകൊണ്ട് മാത്രമല്ല, പരാശക്തി കൊടുത്ത വേലും കൂടെ കയ്യിലുണ്ട്. അമ്മമാരാണ് മോൾഡ് ചെയ്തിട്ടുള്ളത് എപ്പോഴും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗുരുവായൂരപ്പൻ ഈ സ്നേഹത്തിന്റെ പ്രതീകമായത് എങ്ങനെ? അത് യശോദ എന്ന് വിളിക്കപ്പെടുന്ന സ്നേഹത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു അമ്മയുടെ മകനായതുകൊണ്ട് കൂടി ആയിരിക്കണം. രാമൻ ഒരേ സമയം കൗസല്യയുടെയും ദശരഥന്റെയും മകനാണെങ്കിലും സുമിത്രയുടെ വാത്സല്യം കൂടി ചിലപ്പോ കുട്ടിയായിരിക്കുന്ന രാമന് കിട്ടിയിട്ടുണ്ടായിരിക്കാം. രാമന്റെ ധർമ്മബോധത്തിന് സുമിത്രയ്ക്കും പങ്കുണ്ടെന്നാണ് താല്പര്യം. കാരണം എല്ലാ അമ്മമാർക്കും രാമനോട് അത്രയധികം താല്പര്യമായിരുന്നു, ഇൻക്ലൂഡിങ് കൈകേയി. ഈ തോഴിയായിട്ടുള്ള ആ അദ്ദേഹം, ഇവരുടെ പേരെന്തായിരുന്നു? മന്ധര വന്ന് രാമന്റെ പട്ടാഭിഷേകം പറയുന്ന സമയത്ത് കഴുത്തിലുള്ള മാല ഊരി കൊടുക്കുക ചെയ്യുക കൈകേയി. എല്ലാവർക്കും രാമനോട് താല്പര്യമായിരുന്നു. അതിൽ തന്നെ രാമന് കിട്ടിയിട്ടുള്ള പാരന്റിംഗിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് പാരന്റിങ് സുമിത്രയുടേതായിരിക്കും. അതുകൊണ്ടാണ് മാരീചൻ പിന്നീട് പറഞ്ഞത് രാമോ വിഗ്രഹവാൻ ധർമ്മാന്ന്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിടത്ത് മാത്രം ഈ സുമിത്രാത്മജനായിട്ടുള്ള ലക്ഷ്മണന്റെ ഒരു ഭാഗം, ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു ഭാഗമുണ്ട് പൊതുവിൽ. അത് ശബരിയാശ്രമത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ശബരിയാശ്രമത്തിൽ പോകുന്ന ഭഗവാൻ ഈ പറയുന്ന ശബരി എന്ന് വിളിക്കപ്പെടുന്ന കാട്ടാള സ്ത്രീ ആയിട്ടുള്ള, വനവാസിയായിട്ടുള്ള, അധകൃത എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീ കടിച്ച പഴങ്ങൾ ഭഗവാൻ കഴിക്കുന്നു. ആ സമയത്ത് പുറകിൽ നിൽക്കുന്ന ഭഗവാനാണ് സംശയം ലക്ഷ്മണസ്വാമിക്ക്, ഇതൊക്കെ പാടുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഏട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരോട് പറയാ നിങ്ങൾ കടിച്ചത് വേണ്ട, ഞാനായിട്ട് എടുത്ത് കഴിച്ചോളാം. എന്തിനാണോ ഒരു ഭക്തൻ കഴിച്ചത് അപ്പോഴും നോക്കൂ, അപ്പോഴും വിളിച്ചത് സൗമിത്രേ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ സോൾവ് ആയ പ്രശ്നം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട പോലും വന്നില്ല, ഒറ്റ വിളിച്ചപ്പോഴേക്കും ഓക്കെ മനസ്സിലായി. ഈ ഭഗവതി ദേഷ്യപ്പെട്ട് വരുന്ന സമയത്ത് ഭദ്രാളിയാണെന്ന് പറയണ ദേവി ദേഷ്യപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് വരുമ്പോ ദേവിയെ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമായിട്ട് എല്ലാവരും പറയാം അമ്മേന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഈ പൊങ്ങിയ ആള് എന്നാൽ രാമന്റെ കഥയിലുണ്ട്, ആ കുട്ടിയായിരിക്കുന്ന രാമൻ ദേവിയെ നോക്കിയിട്ട് കളിയാക്കി പറഞ്ഞത്, ഇത്രയധികം ഭീകരത ഉള്ള രൂപം കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നപ്പോ ദേവി എന്നെ കണ്ടിട്ട് ആൾക്കാർ സാധാരണ ഭയക്കാണ് ചെയ്യാറുള്ളത്, നീ എന്നെ കളിയാക്കി ചിരിക്കുന്നല്ലോ കുട്ടി എന്ന് പറഞ്ഞ് വാള് പൊക്കിയപ്പോ അത്രയും നേരം ദേവി എന്ന് വിളിച്ചിരുന്ന രാമൻ ഓൺ ദ സ്പോട്ട് വിളിച്ചു അമ്മയെന്ന്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതാണോ സൗമിത്രേ എന്നുള്ള വിളിയിൽ സോൾവ് ചെയ്യാവുന്ന പ്രശ്നങ്ങളാണ് ലക്ഷ്മണസ്വാമിക്ക് ഉണ്ടായിരുന്നത്. ഇത്രയും നല്ലൊരു അമ്മയുടെ മകൻ, അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിഷമം നോക്കൂ, രാമായണത്തിൽ അധികം പറയപ്പെടാതെ പോയിട്ട് അവരുടെ പേര് പറയാതെ പോകുന്നത് ലക്ഷ്മണസ്വാമിയോട് കൂടി ചെയ്യുന്ന ഏറ്റവും വലിയ അധർമ്മമാണ്. ഊർമിള എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് രാമായണത്തില്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ താല്പര്യമായിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുട്ടികളുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയണത്, 14 വർഷത്തെ വനവാസത്തിലെ 13 വർഷവും സീതയും രാമനും ഹാപ്പിയാണേ. 14 വർഷം ഉണ്ടായിട്ടുള്ള രാമായണ കഥയിലെ 14ാമത്തെ വർഷമാണ് സീതാ അപഹരണം ഉണ്ടാവുന്നത്, അല്ലാണ്ട് ആദ്യമേ പോയിട്ടില്ല. ഒരു വർഷക്കാലമാണ് നമ്മൾ കേട്ട രാമായണ കഥ. 14ാമത്തെ വർഷം തുടങ്ങുന്ന സമയത്താണ് സീതാപഹരണം ഉണ്ടാവുന്നത്. അവിടം തൊട്ട് ഒരു വർഷക്കാലത്തെ കഥയാണ് നമ്മൾ കേട്ടത്. 20,000 വർഷമാണ് രാവണന്റെ ആയുസ്സായിട്ട് പറയുന്നത്. അതിൽ 19,999 കൊല്ലവും രാവണൻ നെടുന്തൂണ് പോലെ നിന്നു. അവസാനത്തെ ഒരു കൊല്ലം 19,999 കൊല്ലവും രാവണനെ നെടുന്തൂണ് പോലെ ഇത്രയധികം ശാപങ്ങൾ കിട്ടിയിട്ടും ഇത്രയധികം ആൾക്കാരുടെ പ്രാക്ക് ഉണ്ടായിട്ടും രാവണൻ നെടുന്തൂണ് പോലെ നിന്നത് ഒറ്റ കാരണം കൊണ്ടാന്ന് പറയാ. എന്തുകൊണ്ട്? നിത്യേനയുള്ള ശിവഭജനം, എറണാകുളത്തപ്പന്റെ കൃപ കൊണ്ട് മാത്രം. അതൊരു ഗ്രാഫായിരുന്നു. ആ ഗ്രാഫ് എപ്പോ കുറഞ്ഞ് ഇവിടെ എത്തിയോ അപ്പൊ വീണു. അതുകൊണ്ട് അങ്ങനെയുള്ള രാമലക്ഷ്മണന്മാരെ അവരെ ധർമ്മത്തിന്റെ പാതയിലേക്ക് വിട്ട ഒരു സുമിത്രയെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. രാമനാവാൻ പ്രയാസമായിരിക്കും, ലക്ഷ്മണനാവാനും പ്രയാസമായിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് സ്ത്രീജനങ്ങളെയാണ്. നിങ്ങൾക്കൊക്കെ സുമിത്രയാവാൻ തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് എന്റെ എളിയ അഭ്യർത്ഥന. എപ്പോഴാണ് നമുക്ക് ധർമ്മബോധം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നമ്മൾ ധർമ്മം അനുഷ്ഠിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. പോയി നാമം ജപിക്കട, അതില്ല.
വരൂ നാമം ജപിക്കാം, അതാണുള്ളത്. സുമിത്ര അങ്ങനെ ആചരിച്ചൊരു പെൺകുട്ടിയാണ് ലക്ഷ്മണനോട് പറഞ്ഞത്, ഞാൻ ഓൾറെഡി ഇത് പിടിച്ചോണ്ട് നടക്കുന്ന ആളാ ഈ ധർമ്മം, അതുകൊണ്ട് എന്റെ കുട്ടി നീയും ഇത് ചെയ്യൂന്ന്. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് നീ പോയി കഴിഞ്ഞാൽ തോന്നിയ പോലെ ആവും, അങ്ങനല്ല. നമുക്കും ആ ധർമ്മബോധം എപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ട് സുമിത്രയെ പോലെ നല്ല നല്ല ലക്ഷ്മണകുമാരന്മാരെ ഈ ധർമ്മത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കട്ടെ. എപ്പോഴും പറയാനുള്ള കാര്യമാണ്. അവസാനിപ്പിക്കുമ്പോൾ ആ ഭാവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏത് രാമായണം പുസ്തകം എടുത്താലും ഉണ്ടാവണ പുറംചട്ടുണ്ടല്ലോ, ഒരു ഭാഗത്ത് സീത, ഒരു ഭാഗത്ത് ലക്ഷ്മണൻ, ഭഗവാന്റെ കാലിന്റെ അടിയിൽ സാക്ഷാൽ ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി ഇരിക്കുന്നത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാണ്, രാമപാദത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഹനുമാനെ പൊതുവിൽ പറയുക മനുഷ്യന്റെ മനസ്സിന്റെ പ്രതീകം എന്നുള്ള ഭാവത്തിലാണ്. വാനര സ്വഭാവം ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യന്റെ മനസ്സിനാണ്. ഒരു സ്ഥലത്ത് സ്ഥിരത ഉണ്ടാവില്ല അതിന്. ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക്, ആ കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് അത് ചാടിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ മനുഷ്യ മനസ്സ് ഒരു സ്ഥലത്ത് മാത്രം നിർവികാരനായി ഏറ്റവും ശാന്തഭാവത്തിൽ അടങ്ങിയിരിക്കുന്നു. എവിടെയാണത്? രാമന്റെ പാതാരവിന്ദങ്ങളിലാണ്. എപ്പോഴാണ് അങ്ങനെ അടങ്ങിയിരിക്കുന്നത്? അത് രാമൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മാത്രമല്ല, ഇരുവശത്തായി രണ്ടുപേരുകൂടിയുണ്ട്. ഭക്തിയാകുന്ന സീതയാണത്രേ ഭഗവാന്റെ ഇടതു ഭാഗത്തുള്ളത്, ശ്രദ്ധയാകുന്ന ലക്ഷ്മണനാണത്രേ ഭഗവാന്റെ വലതു ഭാഗത്തുള്ളത്. അപ്പൊ പരമാത്മാവാകുന്ന രാമനിൽ ഭക്തി ഉണ്ടായാൽ, പരമാത്മാവാകുന്ന രാമനിൽ ശ്രദ്ധ ഉണ്ടായാൽ മനുഷ്യന്റെ മനസ്സ് ആധ്യാത്മികതയിൽ സഞ്ചരിക്കുകയും അത് രാമപാദത്തിൽ ചേർന്നിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ആ ചിത്രത്തിന്റെ താല്പര്യം. മനസ്സിനെ അടക്കാനാണ് ആദ്യം തന്നെ സുമിത്ര പറഞ്ഞത്. രാമന് അപവാദം ഉണ്ടാവുന്ന ഒന്നും എന്റെ കുട്ടി ചെയ്യരുത്, നീ നിന്റെ മനസ്സിനെ നിയന്ത്രിക്കുക. ആ സന്ദേശം തന്നെയാണ് രാമായണം. അരുണഗിരിനാഥൻ ഒരു വലിയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്ന സമയത്ത് സുബ്രഹ്മണ്യ സ്വാമി കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് ഒരു ഭാഗത്തേക്ക് ഇരുന്നപ്പോ ഭഗവാന്റെ കയ്യിൽ നിന്ന് കൊതറിയിട്ട് അരുണഗിരിനാഥൻ പറയുന്നുണ്ട്, എന്നെ എന്തിനാണ് രക്ഷിച്ചത്? ഞാൻ ചാവാൻ വിധിക്കപ്പെട്ടവനാണ്, ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നെ രക്ഷിക്കേണ്ട എന്ന് പറയുമ്പോ വൃദ്ധനായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ ഇങ്ങനെ കൊണ്ടായിട്ട് ഒരു മുക്കിൽ കൊണ്ടിരുത്തിയിട്ട് പറഞ്ഞത്രേ, സുമ്മാ ഇരു, അടങ്ങിയിരിക്കുന്നു. അടങ്ങിയിരിക്കുന്നു പറഞ്ഞത് ദേഹത്തോടല്ല, അകത്തിരിക്കുന്ന മനസ്സിനോടാണ്. അകത്തിരിക്കുന്ന മനസ്സിനെ അടക്കിയിരുത്തുക എന്നുള്ളതാണ് ആധ്യാത്മികത. ഒരു വസ്തുവിൽ മാത്രം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ധ്യാനം, ആധ്യാത്മികതയും സ്പിരിച്വാലിറ്റി ഒക്കെ പറയുന്ന ഒന്ന് തന്നെ. മനസ്സടക്കം ഉണ്ടെങ്കിൽ മാത്രമേ ആധ്യാത്മികതയുടെ പാതയിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ. അതിലൂടെയാണ് ഇതിഹാസങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ധർമ്മത്തിൽ ഊന്നിക്കൊണ്ടാണ് അർത്ഥം ഉണ്ടാക്കേണ്ടത്, അതിലൂടെ കാമം അനുഭവിക്കണം, അതിലൂടെയാണ് സാക്ഷാത്കാരം ലഭിക്കുന്നത്. അത് ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായിട്ടുള്ള ലക്ഷ്മണസ്വാമിയുടെയും കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ഹാപ്പി എൻഡിങ് ആണ് ഞാനും താല്പര്യപ്പെടുന്നത്. ഇങ്ങനെ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞിരുന്നില്ല. ഇങ്ങനെ ഭഗവാൻ ലക്ഷ്മണസ്വാമിയാണ്, എപ്പോഴും അങ്ങനെയാണ്. ബലരാമസ്വാമിയായിട്ട് ഭഗവാൻ ജനിച്ചപ്പോഴും ഭഗവാന്റെ സ്വർഗാരോഹണം ഉണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ആര് പോയിട്ടുണ്ട്? ഭഗവാൻ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രാമാവതാരമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചുമ്മാ ഭാഗവതാചാര്യന്മാരൊക്കെ പറയുന്ന ഒരു കഥയാണ്. അപ്പൊ ഭഗവാൻ അനന്തന്റെ പുറത്ത് ഇങ്ങനെ ശയിക്കുന്ന സമയത്ത് അനന്തൻ വീണ്ടും ഭഗവാന്റെ മനസ്സിലുള്ളതും ശരീരത്തിലുള്ളതും മുഖത്തിലുള്ളതുമായിട്ടുള്ള ആനന്ദാവസ്ഥയെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ കാണാനായിട്ട് ഭൂമിദേവി വരുന്നു. ഭൂമിദേവിയുടെ പുരുഷ സൂക്തം ചൊല്ലിയിട്ടുള്ള പ്രാർത്ഥന, ഭഗവാനെ ഭൂമിയിൽ അസുരന്മാരുടെ ഭാരം കൂടി, എനിക്ക് ജീവിക്കാൻ പറ്റാതെയായി, അങ്ങ് ഉടനെ തന്നെ ഒരു അവതാരം എടുക്കണേ എന്ന് പറഞ്ഞപ്പോഴേ ഭഗവാൻ പറഞ്ഞു, ഉചിതമായിട്ടുള്ള സമയത്ത് ദേവകീ ദേവിയുടെ മകനായി ഞാൻ ജനിക്കും, എന്നിട്ട് ഈ ഭൂഭാരം ഞാൻ തീർക്കാം എന്ന് പറഞ്ഞ് ദേവന്മാരും ഭൂമിയൊക്കെ പോയ ഉടനെ അനന്തൻ ഭഗവാനോട് പറഞ്ഞു എന്നാണ്, കഴിഞ്ഞ ജന്മത്തില് ഞാൻ അങ്ങ് പറയണത് കേട്ടു, ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ നല്ലത് എന്നുള്ളൊരു ഭാവത്തിൽ, ബലരാമസ്വാമിയുടെ ഭാവത്തിൽ അതേ ലക്ഷ്മണൻ അനന്തനായിട്ടുള്ള ആ ഭഗവാൻ അദ്ദേഹം ജനിച്ചു എന്നുമാണ് സങ്കല്പം. ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ ഗുരുവായൂരപ്പൻ പേടി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ ഭഗവാൻ കൈ കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആ രാമേട്ടന്റെ മുമ്പിലാണ് അദ്ദേഹമായിരിക്കുന്ന ആ ലക്ഷ്മണനെ നമുക്ക് തന്ന ആ സുമിത്രാ ഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു.